കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ മറ്റെന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ പറയാം. അപ്പം അറിയാലോ, ടു വേ കമ്മ്യൂണിക്കേഷൻ ആണ്, റെസ്പോണ്ട് ചെയ്യണം. ഒന്നാമത്തെ ചോദ്യം നമുക്ക് സൈക്കോളജിയിൽ നിന്നാണ്. ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് ചൈൽഡ്ഹുഡ് ഡെവലപ്മെന്റ് ചൈൽഡ്ഹുഡിൽ എങ്ങനെയാണ്? Slow and cannot be measured, is multi-layered and complex, consists only of quantitative changes, is disorderly and disjoint. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു നമ്പർ മാത്രം നിങ്ങളൊന്ന് 1, 2, 3 or 4 എന്നുള്ളത് മാത്രം നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്തിടുക കേട്ടോ. ആരുടെ മെസ്സേജ് ഒന്നും കാണുന്നില്ല, ഓഡിബിൾ അല്ലേ? ആൻസേഴ്സ് വരുന്നുണ്ട്. മൾട്ടി ലെയേർഡ് ആൻഡ് കോംപ്ലക്സ് എന്ന് പറയും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. എല്ലാവരും ഉത്തരം പറയുന്നുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എന്താണ് ഈ നമ്മുടെ ഡെവലപ്മെന്റ് സ്ഥിരം ചോദ്യം ചോദിക്കുന്ന മേഖലയാണ്. നിങ്ങൾ സിനിമ കാണാതിരിക്കുന്ന പോലെ ഇരിക്കല്ലേ, കയ്യിലെ ബുക്കും പേന ഉണ്ടായിരിക്കണം, പ്രധാനപ്പെട്ട പോയിന്റ്സ് നോട്ട് ചെയ്തിട്ടോണം. ചില നുറുങ്ങുകളൊക്കെ ഇടയ്ക്ക് പറയും, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണം. അപ്പൊ ശ്രദ്ധിക്കുക, സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന മേഖലയാണ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റും ഗ്രോത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ സ്ഥിരം ചോദിക്കും. ഒരു ചോദ്യമെങ്കിലും ഉറപ്പായിട്ടും ചോദിക്കും. അപ്പൊ ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളും. അപ്പൊ നോക്കിക്കേ, എന്താണ് വളർച്ച, എന്താണ് വികാസം, പിന്നെ ഡെവലപ്മെന്റൽ തിയറീസ് പറയുന്നുണ്ട്. തിയറീസ് ഒക്കെ നോക്കിയിട്ട് പോകണം, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താണ്, അത് കുറെ സംഗതികളുണ്ടല്ലോ. കണ്ടിന്യൂസ് ആണ്, പ്രെഡിക്റ്റബിൾ ആണ്, പിന്നെ പ്രോക്സിമോ ഡിസ്റ്റൽ, സെഫാലോകോഡൽ പോലെയുള്ള കുറെ സാധനങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താണ്, ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല, സ്റ്റേറ്റ്മെന്റ് ആക്കി വരും. അപ്പം ആ ഒരു രീതിയിൽ എങ്ങനെ വന്നാലും ഉത്തരം ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് തിയറീസ് പ്രപ്പോസ്ഡ് ദാറ്റ് ചിൽഡ്രൻസ് തിങ്കിങ് ഈസ് qualitatively different from that of adults? അപ്പൊ എന്താണ്, അഡൽസിന്റെ ചിന്തകളും കുട്ടികളുടെ ചിന്തകളും എന്താണ്, അതിന്റെ ക്വാളിറ്റേറ്റീവ് ആയിട്ട് ഡിഫറെന്റ് ആണ് എന്ന് പ്രപ്പോസ് ചെയ്ത തിയറിസ്റ്റ് ആര്? വളരെ വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് തിയറിസ്റ്റുകളും അവരുടെ തിയറീസും. അപ്പൊ ആരൊക്കെ ഉണ്ട്? നമുക്ക് സ്കൂൾസ് ഓഫ് സൈക്കോളജി നമ്മൾ നോക്കാറുണ്ട്. ബിഹേവിയറിസം, കൺസ്ട്രക്റ്റിവിസം, കോഗ്നിറ്റീവിസം, പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്? ആൻസേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ആൻസേഴ്സ് വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ എന്താണ്, ഇത് പലരും പല പല സ്റ്റേജസ് ആയിട്ട്. പിയാഷയ്ക്കുണ്ട് 4 സ്റ്റേജ്, പിന്നെ അതുപോലെ തന്നെ എന്താണ്, ബ്രൂണറിന് 3 സ്റ്റേജ്, പിന്നെ അതായിരിക്കുന്നു കോൾബർഗ്, എറിക് എറിക്സൺ, അങ്ങനെ ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരെയും നിങ്ങൾ നോക്കിയിട്ട് പോകണം. അപ്പൊ ഇപ്പം ഇനി ഇരുന്ന് എന്താണ്, മൊത്തം കാണാതെ പഠിക്കാനൊന്നും നിൽക്കേണ്ട. ജസ്റ്റ് എന്താണ് ഐഡിയാസ് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോകണം. ഇതുവരെ പഠിച്ചു തുടങ്ങാത്തവരും തിയറീസ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചവരെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യുക. ഓരോ സ്റ്റേജിലും എന്ത് സംഭവിക്കുന്നു, പിയാഷ എടുത്തു കഴിഞ്ഞാൽ സെൻസറി മോട്ടോ സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു, എന്താണ് അടുത്ത സ്റ്റേജിൽ. അപ്പൊ അതിലൊക്കെ കുറെ ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം. അപ്പൊ ഇതിലൊക്കെ എന്താണ്, ഇനി ഡൗട്ട്സ് ബാക്കി ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രധാനപ്പെട്ട ടോപ്പിക്സിന്റെ ഒക്കെ വീഡിയോസ് അവൈലബിൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തേക്കണേ. I+ കേട്ടത് LPUP എന്നാണ് ചാനലിന്റെ പേര്. ഓക്കെ, ഓപ്ഷൻ എ പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അറിയാം, നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് കോഴ്സിലേക്ക് എല്ലാ തിയറിസ്റ്റുകളുടെയും തിയറീസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ്, പിയാഷയാണ് പറഞ്ഞത്. എന്തുകൊണ്ട് പിയാഷ എങ്ങനെ പറഞ്ഞത്? അദ്ദേഹം പഠനം നടത്തിയപ്പോ ഓരോ പ്രായത്തിലുള്ള കുട്ടികൾ എങ്ങനെ പെരുമാറുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ എന്താണ്, നമുക്കറിയാം ഈഗോസെൻട്രിസം നമ്മൾ പഠിച്ചു. ഈഗോസെൻട്രിക് ആയിട്ട് കുട്ടി ചിന്തിക്കുന്ന പ്രായമുണ്ട്. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു, കുട്ടിയുടെ വിചാരം എന്താണ്, കുട്ടിക്ക് എന്ത് തോന്നുന്നു അത് തന്നെയാണ് മറ്റുള്ളവർക്കും. കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ മാത്രമേ ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. എനിക്ക് മിഠായി വേണം, അമ്മ അടിച്ചാൽ എനിക്ക് സങ്കടം വരും, ഇത് തന്നെയാണ് എന്റെ അമ്മയ്ക്കും തോന്നുന്നത് എന്ന് ചിന്തിക്കും. അപ്പൊ അങ്ങനെ എന്താണ്, ഒരിക്കലും അഡൽറ്റ് ചിന്തിക്കില്ല. ആ ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും തിയറീസ് നമുക്ക് 100% റെക്കോർഡ് സെക്ഷൻ അവൈലബിൾ ആക്കി തരും കേട്ടോ. അപ്പൊ നോക്കി, നമുക്ക് 100% എന്താണ്, ഓരോരുത്തരുടെയും തിയറി കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ എന്താണ്, ബിഹേവിയറിസം വന്നു. ബിഹേവിയറിസത്തിന് ഡ്രോബാക്സ് ഉണ്ടായത് കൊണ്ടാണ് തീർച്ചയായിട്ടും കോഗ്നിറ്റീവിസം വന്നത്. അതിൽ കുറച്ചും കൂടെ തിരുത്തലുകൾ വേണ്ടത് കൊണ്ടാണ് എന്ത്, കൺസ്ട്രക്റ്റീവിസം വന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ വൈഗോട്സ്കി സ്ഥിരം ചോദ്യം ചെയ്യും. വൈഗോട്സ്കി സീറ്റ് കുസ്തി ഇടുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. വൈഗോട്സ്കി ഒഴിവാക്കുന്നതേ എന്താണ്, അവർക്ക് എന്തോ ഒരു വിഷമമാണ്. നോക്കിയിട്ട് പോവാ, വൈഗോട്സ്കിയുടെ തിയറീസ് എന്തൊക്കെയാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ചോദിക്കാറുണ്ട്, സ്കഫോൾഡിംഗ് ചോദിക്കാറുണ്ട്, ഇത് തന്നെ മാറിയും തിരിഞ്ഞും ഒക്കെ ചോദിക്കാറുണ്ട്. ഹൊവാർഡ് ഗാർഡ്നർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഹൊവാർഡ് ഗാർഡ്നർ മൾട്ടിപ്പിൾ എന്താണ്,
മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ അത് വരുന്ന അതും ചോദ്യം ചോദിക്കുന്നത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതുപോലെ നിങ്ങൾ നല്ല വൈബ്രന്റ് ആയിട്ട് നിൽക്കണം കേട്ടോ. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനകത്ത് എന്താണ്, ഇങ്ങനെ ഒരു കേസുകൾ തരും. ഒരു കുട്ടിക്ക് എന്താണ് ഇങ്ങനെ പർട്ടിക്കുലർ രീതിയിൽ ബോഡി മൂവ്മെന്റ്സ് കൊണ്ടുള്ള ഇന്റലിജൻസ് ആണ് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ അത്ലറ്റിക് ബോഡി ഉണ്ട്, അവന് ഡാൻസ് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിയിലുള്ള ഇന്റലിജൻസ് എന്താണ്, ആ രീതിയിൽ ചോദ്യം ചോദിക്കും കേട്ടോ. പിന്നെ എന്താണ്, ഇതേപോലെ ഒരു കുട്ടിക്ക് എന്താണ് കറക്റ്റ് ആയിട്ട് എന്താണ്, ഓക്കെ ഇവിടെ വന്ന ബോഡി കൈനസ്തെറ്റിക് വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇതുപോലെ എന്താണ് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് എന്താണ് നല്ല രീതിയിൽ സംസാരിച്ച് ഇടപഴകാനും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുമായിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ആ വ്യക്തിയിലുള്ള ഇന്റലിജൻസ് ഏതാണ് എന്ന് ചോദിക്കും. ഏതാണ്, പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഇന്റർപേഴ്സണൽ. ഇന്റർപേഴ്സണൽ, ഇമോഷണൽ അല്ല കൂട്ടാ, ഇന്റർപേഴ്സണൽ ആണ് കേട്ടോ. ഇൻട്രായും ഇന്ററും തമ്മിൽ തിരിഞ്ഞു പോവല്ല. ഇന്റർപേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മറ്റുള്ളവരുമായിട്ട് നമുക്ക് സംസാരിക്കാനും ഇടപഴകാനും കഴിയുന്ന ആ ഒരു ഇന്റലിജൻസ്. ഇൻട്രാ എന്ന് പറയുന്നത് സ്വയം നമ്മളെ കുറിച്ച് മനസ്സിലാക്കാം. അതൊക്കെ എന്താണ് വലിയ ജ്ഞാനിമാർക്കൊക്കെ ഉണ്ടെന്ന് പറയുന്ന എന്തോ സംഭവമാണ്. എനിക്ക് അറിയാൻ മേല, കാരണം ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തോ നമുക്ക് വലിയ ജ്ഞാനമൊക്കെ കിട്ടി നമ്മളങ്ങ് അറിവിന്റെ ഉത്തുംഗ ശൃംഗത്തിലൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ സത്വത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്ത് എന്നൊക്കെ പറയുന്ന എന്തൊക്കെയോ വലിയ സംഗതിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ചോദ്യങ്ങൾ വരും. കൂടുതലൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും മാർക്ക് കിട്ടുന്ന സംഗതിയാണ്. ഇത് നമ്മൾ പഠിക്കുകയേ വേണം. നമ്മളെല്ലാം എന്താണ് BEd അല്ലെങ്കിൽ TTC ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരാണ്. ഇൻഹറന്റ്ലി നമ്മൾ ടീച്ചേഴ്സ് ആണ്. നമുക്ക് ഈ സാധനം പഠിക്കാതെ പോയാലും കിട്ടും. സുഖമായിട്ട് 5 മാർക്ക് നമുക്ക് ഈ ഏരിയയിൽ നമ്മുടെ കയ്യിലിരിക്കും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എന്താണ്, നിങ്ങൾ കൂളായിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ഉത്തരം കിട്ടും കേട്ടോ. അപ്പൊ ഈ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കാതാണ്. ഇങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻ വരുന്നത് കേട്ടോ. ഒരെണ്ണം മാത്രമല്ല, ഒന്നിലധികം വരുന്നുണ്ട്. അപ്പൊ നോക്കിക്കേ, ഒരു മീനിങ് ഫുൾ ലേണിംഗ് നടക്കണമെങ്കിൽ ടീച്ചർ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ചില സമയത്ത് എന്താണ് ഈ ഓപ്ഷൻ 1, 2, 3 and 4 എന്ന് കിടക്കും. പക്ഷെ എന്താണ് ചില സമയത്ത് ഇതുപോലെ ഉണ്ടാവും 1 and 3, 2 and 3 എന്നൊക്കെ കിടക്കും. അപ്പൊ ഒരെണ്ണം മാത്രം കണ്ടെത്താനാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം വായിച്ചിട്ട് ശരിയെന്ന് തോന്നിയാൽ എന്തോ ചെയ്യണം, അതിലേറ്റവും ശരി അവർ ഓൾറെഡി നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ആൻസർ പറയുന്നുണ്ട്. കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്. അപ്പൊ നോക്കിക്കേ, ഒരുപാട് എന്താണ് നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്ക് തലയാകെ ഒരു കൺഫ്യൂഷൻ ആവുന്ന രീതിയിൽ പോകല്ല. നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, അവരും അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. കറക്റ്റ് ആൻസർ എന്നുള്ളതല്ല പറഞ്ഞേക്കുന്നത്. ഇത്തരം പരീക്ഷകൾ എന്താണ് പറയുക, മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ്. അപ്പൊ നോക്കിക്കേ, നിങ്ങൾ പറഞ്ഞ 2 ആൻസേഴ്സ് ആണ്. ഹെൽപ് സ്റ്റുഡന്റ് ടു റെഗുലേറ്റ് ദെയർ ഓൺ ഇമോഷൻ ആൻഡ് മോട്ടിവേഷൻ, പ്രൊമോട്ട് ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ എമോങ് ചിൽഡ്രൻ ടു ബിൽഡ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ആണ്. ഇത് രണ്ടും ശരി ഉത്തരവാണ്. 1 and 3 തന്നെയാണ് നമ്മുടെ ആൻസർ. അപ്പൊ എന്തൊക്കെയാ, കുട്ടികളുടെ അവരുടെ ഇമോഷൻസും മോട്ടിവേഷനും ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ടീച്ചർ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ ടീച്ചറിന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക, കുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുക, നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിക്കുക. അല്ലാതെ ഈ സാധനം പഠിച്ചിട്ട് പോകുന്നതല്ല. നമ്മളിൽ ഇൻഹറന്റ് ആയിട്ടിരിക്കുന്ന ഒരു കഴിവിനെ നമ്മളെ പുറത്തെടുക്കുന്ന തരം ചോദ്യങ്ങളാണ്. ഈ കഴിവ് നമുക്കുണ്ടോ എന്നറിയാനാണ് ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷാ പേപ്പറിൽ നമുക്ക് കാണാനും സാധിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, പിന്നെ പ്രൊമോട്ട് ഡയലോഗ് ആൻഡ് ഡിസ്കഷൻ എമോങ് ചിൽഡ്രൻ. അപ്പൊ നോക്കിക്കേ, ആക്റ്റീവ് ലേണിംഗ് ആയി, ചൈൽഡ് സെൻട്രിക് എഡ്യൂക്കേഷൻ ആയി, കുട്ടികൾക്ക് എന്താണ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കാൻ സാധിക്കുന്നു, ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കാൻ സാധിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് പ്രകാരം ഇതാണ് ഇവിടെ ആവശ്യം. പിന്നെ കുട്ടികളെ എന്താണ് ലേബൽ ചെയ്യുക, പെർഫോമൻസ് അനുസരിച്ച് എബിലിറ്റി ഗ്രൂപ്പ് ചെയ്യുക എന്ന് പറയുന്നതും, പിന്നെന്താണ് ഈ ഡൈവേഴ്സിറ്റി ഇഗ്നോർ ചെയ്യുക എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് പ്രകാരം എന്താണ് തെറ്റാണ്. അപ്പൊ നമ്മൾ പണ്ടൊക്കെ എന്ത് ചെയ്യും, ഇതുപോലെ കാറ്റഗറൈസ് ചെയ്യും. നല്ല മാർക്ക് വാങ്ങിക്കുന്ന കുട്ടികളെ എന്താണ് ഒരു ഡിവിഷൻ, ഇപ്പോഴും ചില സ്കൂളുകൾ ചെയ്യുന്നുണ്ട്. മാർക്ക് കുറവുള്ളവർ അടുത്ത ഡിവിഷൻ, ഏറ്റവും മാർക്ക് കുറവുള്ളവരെ വേറെ ഡിവിഷനിൽ. അപ്പൊ എന്താണ് ഈ നന്നായിട്ട് പഠിക്കുന്ന പിള്ളേരൊക്കെ നല്ലപോലെ പഠിപ്പിച്ച് എന്താണ് ഫുൾ A+, ഫുൾ മാർക്ക് വാങ്ങണം. ഏറ്റവും മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളെ എന്താണ് എങ്ങനെയെങ്കിലും ജയിപ്പിക്കണം. നടുക്കുള്ളവരെ ചിലപ്പോൾ നോക്കാതിരിക്കുന്ന അവസ്ഥയൊക്കെ പല സ്കൂളുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് പ്രകാരം അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാവരും ഒരേപോലെ ഒന്നിച്ച് ഒരു കുടക്കീഴിലാണ്
വിദ്യാഭ്യാസം നേടേണ്ടത് എന്നാണ് നമ്മുടെ പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് പറയുന്നത്. അതുകൊണ്ട് വൈവിധ്യങ്ങളെ ഒരു കാരണവശാലും നമ്മൾ ക്ലാസ് റൂമുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇഗ്നോർ ചെയ്യാൻ പാടില്ല. കാരണം പല തരത്തിലുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടെ മുൻപിൽ. 30 കുഞ്ഞുങ്ങൾ വന്നിരിപ്പുണ്ടെങ്കിൽ 30 പേര് 30 IQ ഉള്ളവരാണ്, 30 ലെവൽ ഓഫ് IQ ഉള്ളവരാണ്, 30 തരം കഴിവുകൾ ഉള്ളവരാണ്. അപ്പൊ നോക്കിക്ക് ഇവിടെ അവർ ഡൈവേഴ്സിറ്റിയെ നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിന് നമ്മളൊരു പേര് പറയും. ഇതുപോലെ ഓരോരുത്തർക്കും അവരുടെ ഒരു രീതി അനുസരിച്ച് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിന് ഒരു പേര് പറയും. അത് അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. അപ്പൊ നോക്കിക്കേ, സ്റ്റാൻഡേർഡ് മെത്തേഡ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉപയോഗിക്കുന്നതിന് പകരം, സ്റ്റാൻഡേർഡ് എന്ന് വെച്ചാൽ എല്ലാം ഒരുപോലെ, ഇൻക്ലൂസീവ് എന്ന് പറഞ്ഞു ഷമീന. ഇൻക്ലൂസീവ് എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരേപോലെ ഒന്നിച്ചു കൂടെ കീഴിൽ കൊണ്ടുവരികയാണ് ഇൻക്ലൂസീവ് കൊണ്ട് ഉദ്ദേശിക്കണം. ഞാൻ ചോദിച്ചത് ഇൻസ്ട്രക്ഷന്റെ കാര്യമാണ്. രേഷ്മ പറഞ്ഞു എന്താണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ നോക്കിക്ക്, നമ്മൾ എന്താണ് എല്ലാവർക്കും ഒരുപോലെ പഠിപ്പിച്ചാൽ മതിയോ? അല്ല. ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ മാത്സ് നന്നായി അറിയാവുന്ന ഒരു കുട്ടിയുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ കൂടെ നമ്മൾ ചെന്നിരുന്ന് മാത്സ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കണക്ക് കൂട്ടാനോ കുറയ്ക്കാനോ പോലും അറിയാത്തൊരു കുഞ്ഞുണ്ടെങ്കിലോ അപ്പൊ എന്ത് ചെയ്യണം? ആ കുട്ടിക്ക് നമ്മൾ കുറച്ചധികം സമയം എടുത്ത് പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഒരു ബ്രേക്ക് ടൈമിലോ അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ ആയിട്ട് പിന്നെ ഇത്തരം കുട്ടികൾക്ക് ക്ലാസ് വെച്ചൊക്കെ പഠിപ്പിക്കണം. അതാണ് ഡിഫറൻഷിയേറ്റഡ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ, ഈ ഡിഫറൻഷിയേറ്റഡിന്റെ തന്നെ മറ്റൊരു കോംപ്ലിമെന്ററി ടേം ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് വിശാൽ പറഞ്ഞിട്ടുള്ള ഇൻഡിവിജ്വലൈസ്ഡ് ഇൻസ്ട്രക്ഷൻ. അപ്പൊ എന്താണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്ത് പഠിപ്പിക്കുക, രണ്ടും ഒന്ന് തന്നെയാട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ സാധനം എടുത്ത് പറഞ്ഞ ശേഷം ചോദ്യപേപ്പറിൽ സ്ഥിരമായിട്ട് ഈ ടേംസ് ഇപ്പൊ വരാറുണ്ട്. അപ്പൊ കൺഫ്യൂഷൻ തോന്നരുത്. So 1 and 3 തന്നെയായിരുന്നു ആൻസർ. ഇനി ചൈൽഡ് സെന്റേർഡ് ക്ലാസ് റൂം ഈസ് 1 ഇൻ വിച്ച് ചൈൽഡ് സെന്റേർഡ് ക്ലാസ് റൂമിൽ എന്താ സംഭവിക്കുന്നത്? ടീച്ചർ ടെക്സ്റ്റ് ബുക്ക് മാത്രം സോഴ്സ് ഓഫ് നോളജ് ആയിട്ട് ഉപയോഗിക്കുന്നു. കുട്ടികളെ എബിലിറ്റി അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് തരം തിരിച്ചിരുത്തുന്നു. ടീച്ചർ എന്താണ് റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് കൊടുത്ത് കുട്ടിയുടെ ബിഹേവിയറിനെ ഡയറക്റ്റ് ചെയ്യുന്നു. ടീച്ചർ ഫ്ലെക്സിബിൾ ആണ്. കുട്ടിയുടെ ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോ ഇൻഡിവിജ്വൽ ചിൽഡ്രന്റെയും നീഡിനെ ക്യാറ്റർ ചെയ്യുന്നു. എല്ലാവരും ആൻസർ പറഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നോക്കിക്കേ, നമുക്കറിയാം ടെക്സ്റ്റ് ബുക്കിനെ ഒരു സോഴ്സ് ഓഫ് നോളജിന്റെ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് നോളജ് നമുക്ക് പറയാൻ കഴിയില്ല. ആ കാലമൊക്കെ മാറിയല്ലേ? നമ്മളെ ചുറ്റുമുള്ള അനുഭവങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതായിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ പെഡഗോജിക്കൽ അപ്രോച്ച് ഒരിക്കലും എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആണ് അവസാന വാക്ക് എന്ന് പറയാം. ടെക്സ്റ്റ് ബുക്ക് എന്താണ് നമ്മളത് ഹെൽപ്പ് ചെയ്യാൻ, കുട്ടികളെ എന്താണ് എബിലിറ്റി അനുസരിച്ച് സെഗ്രിഗേറ്റ് ചെയ്ത് ഇരുത്തി കഴിഞ്ഞാൽ അത് എങ്ങനെ ചൈൽഡ് സെന്റേർഡ് ക്ലാസ് റൂം ആകും? കുട്ടിക്ക് എന്താണ് ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസത്തിൽ ഒരിക്കലും എന്താണ് കുട്ടികളുടെ കഴിവുകൾ അനുസരിച്ചുള്ള തരംതിരിവുകൾ പാടില്ല. പിന്നെ കുട്ടികൾക്ക് റിവാർഡ്സും പണിഷ്മെന്റും കൊടുത്ത ബിഹേവിയറിനെ എന്ത് ചെയ്യുന്നു? ഡയറക്റ്റ് ചെയ്യുന്നു. ഏത് തിയറിയാണ്? ഏത് തിയറിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്? ഏത് തിയറിയെ കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്? ബാക്കിയുള്ളവർ കമന്റ് ചെയ്യട്ടെ. ഞാൻ എന്തിനാ കമന്റ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിരിക്കണ്ട. നമ്മളെ ക്ലാസ് റൂമിൽ പോയി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒന്നോ രണ്ടോ പിള്ളേർ മാത്രം റെസ്പോണ്ട് ചെയ്ത് ബാക്കിയുള്ളവരും ഉണ്ടായിരുന്നു നമുക്ക് എന്ത് ഫീൽ ചെയ്യും? അതേ ഫീലിംഗ് തന്നെയല്ലേ എനിക്കും തോന്നുന്നത്. അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, കുട്ടികൾക്ക് റിവാർഡ്സും പണിഷ്മെന്റും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കോൾബർഗിന്റെ അല്ല ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാവോ? നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ അതിന് ജനറൽ ആയിട്ടുള്ള ഏത് ഗോപിക പറഞ്ഞു കഴിഞ്ഞു. കോൾബർഗും തോൺഡ്രേക്കും ഒക്കെ ഒന്ന് കോൾബർഗ് എന്താണ്? കോൾബർഗിന്റെ എന്താണ് മോറൽ ഡെവലപ്മെന്റ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ള. തോൺഡ്രേക്കിന്റെ എന്താണ്? ട്രയൽ ആൻഡ് എറർ തിയറിയാണ്. അപ്പൊ ഇതിനൊക്കെ മുമ്പായിട്ട് നമ്മൾ ജനറൽ ആയിട്ട് പറഞ്ഞ സംഗതിയാണ് ബിഹേവിയറിസം, റിവാർഡ്സും പണിഷ്മെന്റും. അപ്പൊ തോൺഡ്രേക്കിന്റെ കാര്യം എന്താണ്? നിങ്ങൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലോട്ട് ഫോക്കസ് ചെയ്തത് ഞാൻ ജനറൽ ആയിട്ട് ചോദിച്ചാണ്. റിവാർഡ്സും പണിഷ്മെന്റും കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? കുട്ടികളുടെ ബിഹേവിയറിനെ ഡയറക്റ്റ് ചെയ്യുന്നെങ്കിൽ അത് ബിഹേവിയറിസ്റ്റ് സൈക്കോളജി ആണെന്നാണ് പറഞ്ഞത്. പിന്നെ നമുക്ക് സ്പെസിഫൈ ചെയ്തു വരാം വേണമെങ്കിൽ എന്താണ് പാവ്ലോവിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങും സ്കിന്നറിന്റെ ഒപ്പാരന്റ് കണ്ടീഷനിങ്ങും പിന്നെ നമ്മുടെ സ്വന്തം തോൺഡ്രേക്കിന്റെ ട്രയൽ ആൻഡ് എററും ഒക്കെ വരും. ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ഞാൻ ജനറൽ ആയിട്ട് ഉത്തരം ഇതാണ്, ബിഹേവിയറിസം ആണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾ സ്പെസിഫൈ ചെയ്ത് പലരും പലത് പറഞ്ഞു കണ്ടൊക്കെ നോക്കി ആരൊക്കെ വരുന്നുണ്ട്? പാവ്ലോവ് വന്നു, സ്കിന്നർ വന്നു, തോൺഡ്രേക്ക് വന്നു. ഇവരെല്ലാം ഇതിനകത്തുള്ളതാണ് കേട്ടോ. അപ്പൊ കോൾബർഗ് ഇവിടെയല്ല. കോൾബർഗിന്റെ എന്താണ് മോറൽ ഡെവലപ്മെന്റ് ആണ് കേട്ടോ, സാൻമാർഗിക വികാസമാണ് അദ്ദേഹത്തിന് തീരെ ഹള്ളൊക്കെ വരുന്നുണ്ട് കേട്ടോ ബിഹേവിയർ. അപ്പം നമുക്ക് പഠിച്ചു പോകണമെങ്കിൽ ഒത്തിരി ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു കാര്യം മറക്കല്ലോ കേട്ടോ. ഈ സ്കൂൾസ് ഓഫ് സൈക്കോളജി പെടുന്ന ആൾക്കാരെ ആരൊക്കെയാണെന്നും എന്തൊക്കെ തിയറീസ് ആണെന്നും ഒന്ന് നോക്കി വെച്ചോണം. അപ്പൊ ഇവിടെ നമുക്ക് ഉത്തരം എന്താണ്? ടീച്ചർ ഫ്ലെക്സിബിൾ ആണ്. എന്ത് ചെയ്യണം? കുട്ടിയുടെ ഇൻഡിവിജ്വൽ നീഡ്സിനെ കാറ്റർ ചെയ്യണം. ലേണിംഗ് മീനിങ് ആക്കാൻ വേണ്ടി ടീച്ചർ എന്ത് ചെയ്യണം? ഇതൊക്കെ റീസൺ ചോദ്യങ്ങളാണ് ആഡ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ നല്ല കൂളായിട്ടിരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ട് ഉത്തരം കിട്ടും. ഇതേ ഒരു കൂളായിട്ടുള്ള മനസ്സോട് കൂടി തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രോബ്ലവും ഇല്ല. ബ്രോഡ് മെമ്മറൈസേഷൻ വേണോ?
അതോ എന്താണ് സ്റ്റിമുലസ് റെസ്പോൺസ് അസോസിയേഷൻ വേണോ? ടാൻജിബിൾ റിവാർഡ്സ് കൊടുക്കണം, കുട്ടിക്ക് ചിന്തിക്കാനും റിഫ്ലക്ട് ചെയ്യാനും എക്സ്പീരിയൻസുകളെ എന്താണ് റിഫ്ലക്ട് ചെയ്യാൻ തിങ്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. വെരി ഗുഡ് വെരി ഗുഡ്. ഇത്രയും പേര് ക്ലാസ്സിൽ ഇരുന്നിട്ട് വളരെ കുറച്ചു പേര് മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആയാൽ പോരാ. അപ്പൊ നോക്കിക്കേ, എന്താണ് എല്ലാവരും പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്. എന്താണ്? കുട്ടിക്ക് ചിന്തിക്കാനും റിഫ്ലക്ട് ചെയ്യാനും അവന്റെ അനുഭവങ്ങളെ കുറിച്ച് ചിന്തിക്കാനും അതിനെക്കുറിച്ച് റിഫ്ലക്ട് ചെയ്യാനുമായിട്ടുള്ള അവസരം കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ പരീക്ഷ പേപ്പറിൽ എവിടെയെങ്കിലും റോട്ട് മെമ്മറൈസ് ചെയ്യുക എന്ന് കണ്ട അപ്പൊ തന്നെ എന്താണ്, അത് ഇപ്പോഴത്തെ പെഡഗോജിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കണം. എന്താണ് ഈ റോട്ട് മെമ്മറൈസേഷൻ? എന്താണ് റോട്ട് മെമ്മറൈസേഷൻ? ഒരു ടേം കേൾക്കുമ്പോഴത്തേക്ക് റോട്ട് ലേണിംഗ്, റോട്ട് മെമ്മറൈസേഷൻ തീരെ പരീക്ഷ പേപ്പറിൽ കാണാം. എന്താ? ബൈ ഹാർട്ട് ചെയ്യുക, കാണാതെ പഠിക്കുക. ആ പരിപാടിയൊക്കെ പോയി. ആ ഒരു രീതിയിൽ പഠിക്കാൻ പാടില്ല എന്നാണ് നമ്മുടെ പുതിയ പെഡഗോജിക്കൽ അപ്രോച്ച് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നിട്ടുണ്ട്. അതെ, വെരി ഗുഡ്. കാണാതെ പഠിക്കുക, അത് തന്നെ ബൈ ഹാർട്ട് ചെയ്യുക. നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് വന്നു. പിന്നെ എന്താണ്? നമ്മുടെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് വന്നു. ഇതൊക്കെ എന്താണ്? കാണാപ്പാഠം പഠിക്കുന്ന പരിപാടി ഇപ്പൊ ഇല്ലാന്ന് ഓർത്തോണം. അത് ചോദിക്കുമ്പോ എന്താണ്? അപ്പോഴേ ഓർത്തോണം കേട്ടോ. ഇനി ഇതിൽ ഇവാലുവേഷൻ ടൂൾ അല്ലാത്തത് ഏത്? റേറ്റിംഗ് സ്കെയിൽ, പ്രോജക്ട് റിപ്പോർട്ട്, ചെക്ക് ലിസ്റ്റ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്. ആൻസേഴ്സ് വരുന്നുണ്ട്. പ്രോജക്ട് റിപ്പോർട്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നോക്കിയേ, ഇവാലുവേഷൻ ഈ ഒരു സംഗതി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു മേഖലയാണ്. ഇവാലുവേറ്റ് ചെയ്യുക. അപ്പൊ അസസ്മെന്റും ഇവാലുവേഷനും തമ്മിലുള്ള വ്യത്യാസം അസസ് ചെയ്യുന്നത് ജസ്റ്റ് എന്താണ്? അളക്കുക. ഇവാലുവേറ്റ് ചെയ്യുന്ന നമ്മൾ കുറച്ചും കൂടെ എന്താണ്, അവിടെ നമ്മൾ ജഡ്ജ്മെന്റും കൂടെ പാസ്സാക്കും. കുറച്ചുകൂടെ ഹയർ ലെവലിലുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇവാലുവേഷന് വേണ്ടി പല ടൈപ്പ് ടൂളുകൾ ഉപയോഗിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പല ടൂളുകൾ ഉപയോഗിക്കേണ്ടി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്രോച്ച് എന്താണ്? കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആണല്ലേ. അപ്പൊ നോക്കിക്കേ, നമ്മളെ CCE നിരന്തരവും സമഗ്രവുമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് നമ്മളെ കുട്ടിയെ കുറിച്ച് നടത്തുന്നത്. അതെ, CCE. അപ്പൊ അവിടെ എന്താണ്? കുട്ടി പഠിച്ച് 100 മാർക്ക് കാണാപ്പാഠം പഠിച്ചിട്ടാണെങ്കിൽ 100 മാർക്ക് വാങ്ങുന്നു എന്നല്ല നോക്കുന്നത്. കുട്ടിയുടെ സമസ്ത മേഖലകളും നമ്മൾ എന്ത് ചെയ്യുന്നു? അളക്കുന്നു. എല്ലാ മേഖലയിലെയും ഡെവലപ്മെന്റ്, കരിക്കുലർ, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്താണ്? അളക്കുന്നത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പല തരത്തിലുള്ള ഇവാലുവേഷൻ ടൂളുകൾ ഉപയോഗിക്കണം. അതിലൊന്നാണ് റേറ്റിംഗ് സ്കെയിൽ, മറ്റൊന്നാണ് ചെക്ക് ലിസ്റ്റ്, മറ്റൊന്നാണ് ക്യുമുലേറ്റീവ് റെക്കോർഡ്. എന്താണ് ഈ ക്യുമുലേറ്റീവ് റെക്കോർഡ്? സ്ഥിരം പരീക്ഷാ പേപ്പറിൽ കാണാൻ കഴിയുന്ന 2 ടേംസ് ആണ്. അനക്ഡോട്ടൽ റെക്കോർഡും ക്യുമുലേറ്റീവ് റെക്കോർഡും. അപ്പൊ എന്താണ് ഈ അനക്ഡോട്ടലും ക്യുമുലേറ്റീവും? കണ്ടിന്യൂയിങ് ഇവാലുവേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് കുറച്ചും കൂടെ ടോട്ടൽ എന്ന് അഞ്ജലി പറഞ്ഞു. നിങ്ങൾ ഇതുപോലെ എല്ലാം വാരി വലിച്ച് ടൈപ്പ് ചെയ്യണ്ട. ഓവറാളാ എല്ലാം വന്നു. വെരി ഗുഡ് വെരി ഗുഡ്. അനക്ഡോട്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? സംഭവ വിവരണ രേഖയാണ്. എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം. ഒരു ദിവസം എന്താണ്, ഒരാൾ തലകറങ്ങി സ്കൂളിൽ വീഴുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു കുട്ടിയെ ഓടിച്ചിട്ട് എന്താണ്, അയാൾക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ആ ഒരു സംഭവം എന്ത് ചെയ്യുന്നു? അത് നമ്മൾ ആ കുട്ടിയുടെ പോർട്ട്ഫോളിയോയിലോട്ട് ആഡ് ചെയ്ത് വെക്കുന്നു. അപ്പൊ എന്താണ്? ആ ഒരു അനക്ഡോട്ടൽ റെക്കോർഡാണത്. ക്യുമുലേറ്റീവ് എന്ന് പറയുമ്പോൾ ഓരോന്നും ഓരോ അച്ചീവ്മെന്റും കണ്ടിന്യൂസ് ആയിട്ട് ടോട്ടൽ ആയിട്ട് വരുന്നതാണ് ക്യുമുലേറ്റീവ്. മറന്നുപോകാൻ നമ്മൾ കൂട്ടി വെക്കും ക്യുമുലേറ്റീവ് എന്നൊന്ന് ഓർത്ത് വെച്ചോണം. ഇപ്പൊ എക്സാം ഹാളിൽ ചെല്ലുമ്പോഴേ ടെൻഷൻ കൊണ്ട് മറന്നുപോകും. അതാണോ ഇതാണോ എന്നൊക്കെ ചിന്തിക്കേണ്ട. കൂട്ടി വെക്കും ക്യുമുലേറ്റീവ്. കടങ്കഥ പോലെ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വെച്ചോണം കേട്ടോ. ഫോർമൽ ഒബ്സർവേഷൻ ഒക്കെ അവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഇതേപോലെ എന്താണ് ഈ റേറ്റിംഗ് സ്കെയില്, ചെക്ക് ലിസ്റ്റ്, ക്യുമുലേറ്റീവ് റെക്കോർഡ്, അനക്ഡോട്ടൽ റെക്കോർഡ്, പിന്നെ ഒബ്സർവേഷൻ വരുന്നുണ്ട്, പിന്നെന്താണ് ഇന്റർവ്യൂ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള റേറ്റിംഗ് സ്കെയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നു. ഗൂഗിൾ മീറ്റ് ഈ ക്ലാസ് അങ്ങോട്ട് കഴിയുന്നതിന്റെ തൊട്ട് പുറമെ എന്താ ഗൂഗിൾ മീറ്റ് ചോദിക്കും, എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, നന്നായിട്ടുണ്ടോ എന്ന് ചോദിക്കത്തില്ല. അപ്പൊ എന്താണ്? 5 സ്റ്റാർ തെളിഞ്ഞു നിൽക്കും. അപ്പൊ നമുക്ക് റേറ്റ് ചെയ്യത്തില്ല. ആ പരിപാടിയാണ് റേറ്റിംഗ് സ്കെയിൽ കേട്ടോ. അപ്പൊ കുട്ടിയെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഇതുപോലെ 5 നമ്മൾ എല്ലാ കുട്ടിയുടെ ഇപ്പൊ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആസ്പെക്ട് സിമ്പിൾ ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള ആസ്പെക്ട് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ഏറ്റവും നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള കുട്ടിക്ക് 5 സ്റ്റാർ, വലിയ തരക്കേടില്ലാത്തതിന് 4, കുഴപ്പമില്ല എന്നുള്ളത് 3, ആ രീതിയിൽ കൊടുക്കത്തില്ല. അതാണ്. പിന്നെ ആര്യാപ്പി പറഞ്ഞ സോഷ്യോമെട്രി, ചെക്ക് ലിസ്റ്റിന്റെ കാര്യം, ഗോൾ ഓറിയന്റഡ്, ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. നമ്മൾ നാളെ ട്രിപ്പ് പോകാൻ പോവാണ്. അപ്പൊ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ പോകാൻ നല്ല തണുപ്പുള്ള സ്ഥലത്തോട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് എഴുതി വെക്കും.
വെക്കുന്നു. ഇത് നമ്മൾ ബാഗ് പാക്ക് ചെയ്ത് ബാഗ് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ടിക്കറ്റ് വെക്കുന്ന സ്വെറ്റർ ഉണ്ട്, അടുത്തതുണ്ട്, ഇതുണ്ട്. അവിടെ നമ്മൾ ഗോൾ ഓറിയന്റഡ് ആയിട്ട് ഇതുപോലെ എന്താണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള സാധനം നമ്മൾ എന്താണ് ഇങ്ങനെ ടിക്ക് ചെയ്തതുപോലെ, അതാണ് ചെക്ക് ലിസ്റ്റ് കേട്ടോ. അപ്പം ഇടയ്ക്ക് ആരോ സോഷ്യോമെട്രി പറഞ്ഞു. സോഷ്യോമെട്രി എന്ന് പറയുന്ന സാമൂഹ്യമിതി സംഗതി എന്താണ്? ഈ ബന്ധങ്ങൾ, നമ്മുടെ ക്ലാസ് റൂമിലെ ബന്ധങ്ങൾ എന്താണ്? ഓരോരുത്തർ എത്രമാത്രം മറ്റുള്ളവർക്ക് പ്രിയങ്കരാണ്, എത്ര പേര് ഐസൊലേറ്റഡ് ആണ്, എത്ര പേര് സ്റ്റാർ ആണ് എന്നൊക്കെയുള്ള പരിപാടിയാണ്. സ്റ്റാർ ഉണ്ടോ, ഐസൊലേറ്റ് ഉണ്ടോ, പിന്നെ അതുപോലെ പ്രോജക്ട് റിപ്പോർട്ട് എന്ന് വെച്ചാൽ ഒന്നും ഇല്ലടാ, നമ്മൾ പ്രോജക്ട് എഴുതിയിട്ട് റിപ്പോർട്ട് വെക്കത്തില്ല, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ സോഷ്യോമെട്രി നിങ്ങളെ പറഞ്ഞ പോലെ സോഷ്യൽ ഇന്ററാക്ഷൻ ടൂൾ ആണ്. ക്ലിക്സ് എന്ന് പറഞ്ഞ ക്ലിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ചിലപ്പോ എന്താണ് ചില കുട്ടികൾ ഇപ്പൊ BA സെലക്ട് ചെയ്തു, BCA സെലക്ട് ചെയ്തു, CA സെലക്ട് ചെയ്തു. അപ്പൊ എന്താണ് Aയും Bയും Cയും ആണ് കൂട്ടുകാർ, അവര് ക്ലിക്കുകളാണ്. അപ്പൊ 3 പേര് വരാം, ചില സമയത്ത് 4 വരാറുണ്ട്. അപ്പൊ എന്താണ് ഇതാണ് ആ ഒരു പരിപാടി. അപ്പം ചിലർ ചോദിക്കാറുണ്ട് പെയേഴ്സ് എന്നുള്ള പരിപാടി ഉണ്ടോ? പെയേഴ്സ് എന്നുള്ള പരിപാടി നമ്മൾ പൊതുവെ പറയാറില്ല കേട്ടോ സോഷ്യോമെട്രിയിൽ. മലയാളത്തിൽ ദ്വന്ദ്ങ്ങൾ എന്നൊക്കെ പറയാം, പക്ഷെ അത് ശരിക്കും ഇല്ല കേട്ടോ. സ്റ്റാറും ക്ലിക്കും ഐസൊലേറ്റും ആണ് ഉള്ളത്. ഒരു ചോദ്യത്തിന്റെ വെച്ച് നമുക്ക് ഒരുപാട് കാര്യം 3 അതിലധികമോ ആളുകൾ വരാം. അപ്പൊ എന്താണ് ഒരു ചോദ്യത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മുടെ സമയം നീണ്ടുപോകുന്നത്. ഒരിക്കലും എന്താണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളും വരത്തില്ല, എല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇതുവരെ നിലവിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സമഗ്രമായിട്ടുള്ള ഒരു സെക്ഷനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടുത്ത ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. മെർനോ അല്ല കേട്ടോ, JL മൊറിനോ. ചെക്ക് ലിസ്റ്റ് ഇവാലുവേഷൻ ടൂളിൽ എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് ഷാസി സുൽഫിക്കർ ചോദിച്ചിട്ടുണ്ട്. അവിടെ സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഏതെങ്കിലും ഒരു ആസ്പെക്ട് എടുക്കുന്നു. ഇപ്പൊ ഞാൻ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറഞ്ഞു. അപ്പൊ ഹാൻഡ് റൈറ്റിംഗിൽ തന്നെ എന്താണ് കുറച്ച് ആസ്പെക്ട് ഞാൻ എടുക്കുകയാണ്. ലെജിബിലിറ്റി, വായിക്കാൻ സാധിക്കുന്നുണ്ടോ, സ്പേസിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ കൊടുത്തു. ലെറ്ററിന്റെ സൈസ്, ഇതെല്ലാം കൊടുത്തപ്പോ എന്താണ് നമുക്ക് ടിക്ക് ചെയ്യാം. കുട്ടി എന്തൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെന്ന് നമുക്ക് ചെക്ക് ലിസ്റ്റ് ടിക്ക് ചെയ്ത് പോവാം. അങ്ങനെ നമുക്ക് ചെക്ക് ലിസ്റ്റ് ഇവാലുവേഷൻ ടൂൾ ആക്കാം കേട്ടോ. അപ്പൊ ഞാൻ മറന്നു പോകാതിരിക്കാനാ ടൂർ പോകുന്ന കാര്യം പറഞ്ഞത്. അപ്പൊ ഇവിടെ 2 എന്ന് പറയുന്നുണ്ട്. ഈ ചോദ്യം നിങ്ങൾ നോക്കിക്ക്, ഇത്തരത്തിലുള്ളതാണ്. 1 only 1 only 2 neither 1 nor 2 both 1 and 2 ആണ്. അപ്പൊ നോക്കിക്കോണം. ഇതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കണേ. എനിക്കിപ്പോ അറിയാവുന്ന കാര്യമാണെങ്കിൽ ഇപ്പൊ തന്നെ പറഞ്ഞു തരും. ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അക്കാഡമിക് കോർഡിനേറ്റേഴ്സ് വഴി നിങ്ങൾക്ക് ആൻസർ ഇത്രയും വേഗത്തിൽ തന്നെ എത്തിച്ചു തരാം കേട്ടോ. അപ്പൊ നോക്കി, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്? അപ്പൊ ഒന്നാമത്തെ നോക്കി, ഇന്റഗ്രേഷൻ വാസ് യൂസ്ഡ് ടു ഡിസ്കസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ഡിസബിലിറ്റീസ് ഇൻ ദ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എക്സിസ്റ്റ് ഫോർ ചിൽഡ്രൻ വിത്തൗട്ട് ഡിസബിലിറ്റീസ്. സംഗതി ഇത്രയേ ഉള്ളൂ. ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികൾ പങ്കെടുത്തുകൊണ്ടിരുന്ന എഡ്യൂക്കേഷൻ പ്രോഗ്രാമുകളിൽ എന്ത് ചെയ്യുന്നു? ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെയും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ കൊണ്ടുവരുന്നു. 2, ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡിസബിലിറ്റീസ്, പരിമിതികളുള്ള കുഞ്ഞുങ്ങളെ എന്താണ് മുഖ്യധാര എഡ്യൂക്കേഷനിൽ കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് ബോത്ത് 1 and 2 കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. only 2 എന്ന് പലരും പറഞ്ഞു, only 1 എന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ. പണ്ട് എന്താണ് ഈ ഡിസബിലിറ്റി ഇല്ലാത്ത കുട്ടികൾക്ക് മാത്രമുള്ള പരിപാടികൾ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. അപ്പം അതെന്താണ്? അതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു പാഠ്യപദ്ധതി ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഒരു ഡിസബിലിറ്റി, ഒരു പരിമിതി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുഞ്ഞിനും എന്താണ് മുഖ്യധാര വിദ്യാഭ്യാസം നഷ്ടപ്പെടാൻ പാടില്ല. അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് പെരുമാറാൻ സാധിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടാകണം. ഈ ഒരു കാര്യം മറക്കല്ലേ, ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഡിസബിലിറ്റീസ് ഉള്ളവരൊന്നും എന്താണ് ഒരിക്കലും അവരെ വേറെയായി നിർത്തേണ്ട ആവശ്യമില്ല. എല്ലാവരും എന്താണ് ഒരേപോലെ ഒരേ ക്ലാസ് റൂമിൽ ഒരേ രീതിയിൽ പഠിച്ചു പോകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മുടെ വിദ്യാഭ്യാസം. അപ്പൊ അതിൽ കൺഫ്യൂഷൻ വരണല്ലോ, 2 കറക്റ്റ് ആണ്. ഇത് നമ്മള് പറഞ്ഞിട്ടുള്ള ആൻസർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ആയി പോയതാണ് ക്വസ്റ്റ്യൻ, സോറി. അടുത്ത ചോദ്യം, എ സ്റ്റുഡന്റ് ഷോസ് ദ ഫോളോയിങ് സൈൻസ് ഇൻ ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിൽ ഒരു കുട്ടി കാണിക്കുന്ന കുറച്ച് സൈനുകളാണ്. ആൻസൈറ്റി അറൌണ്ട് റീഡിംഗ്, ഡിഫിക്കൽട്ടി ഇൻ റെക്കഗ്നൈസിംഗ് വേർഡ്സ് ഓർ ലെറ്റേഴ്സ്, പുവർ വൊക്കാബുലറി സ്കിൽസ്, ഡിഫിക്കൽട്ടി വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ഓർ റിമെമ്പറിംഗ് വാട്ട് വാസ് റെഡ്. വായിക്കുമ്പോൾ ആൻസൈറ്റി ഉണ്ടാകുന്നു, വേർഡ്സും ലെറ്റേഴ്സും ഒക്കെ റെക്കഗ്നൈസ് ചെയ്യുന്നതിൽ ഡിഫിക്കൽട്ടി ഉണ്ടാകുന്നു, വൊക്കാബുലറി സ്കില്ല് കുറവാണ് എന്ന കാര്യങ്ങൾ ഓർത്ത് വെക്കാൻ, റിമെമ്പർ ചെയ്യാൻ. അപ്പൊ ഡിസ്ലെക്സിയ എന്ന് പറയുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ചോദ്യത്തിലോട്ട് നോക്കാം. ഇത് എന്തിന്റെ ഇൻഡിക്കേഷൻ ആണ്? നിങ്ങൾ സ്പെസിഫിക് ആയിട്ടുള്ള ആൻസറിലോട്ട് വന്ന്, പക്ഷെ ഇവര് ജനറൽ ആയിട്ടാണ് ചോദിച്ചേക്കണം. ഓട്ടിസ്റ്റിക് സ്റ്റുഡന്റ് ആണോ, ക്രിയേറ്റീവ് സ്റ്റുഡന്റ് ആണോ, സ്റ്റുഡന്റ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി ആണോ, സ്റ്റുഡന്റ് വിത്ത് മെന്റൽ ഇമ്പയർമെന്റ് ആണോ? ഡിസ്ലെക്സിയ വരെ എത്തിയ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉത്തരം അറിയാം. എന്താണ്?
സ്റ്റുഡന്റ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി, പഠന വൈകല്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നിങ്ങൾ ഡിസ്ലെക്സിയ എന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്താണ്, നമ്മളിവിടെ ജനറൽ ആയിട്ട് ലേണിംഗ് ഡിസബിലിറ്റീസിന്റെ കാര്യം പറയുകയാണ്. ഇത് സ്പെസിഫിക് ആയിട്ട് ചോദിച്ചാൽ ഡിസ്ലെക്സിയ തന്നെയാണ്, പക്ഷെ നമ്മുടെ ഓപ്ഷൻ ജനറൽ ആയിരുന്നു. അപ്പൊ പൊതുവെ നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റീസിന്റെ പ്രശ്നങ്ങൾ നമ്മൾ ജനറൽ ആയിട്ട് പറയുകയാണ്. ഇതുപോലെ എന്താണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുകൂടാതെ എന്താണ് കാൽക്കുലേഷനിലെ ബുദ്ധിമുട്ട് വരാറുണ്ട്. പിന്നെ വൊക്കാബുലറി സ്കില്ല് കുറവായിരിക്കും, വേർഡ്സും ലെറ്റേഴ്സും വായിക്കാൻ ഡിഫിക്കൽട്ടി കാണും, ഓർത്ത് വെക്കാൻ ബുദ്ധിമുട്ട് കാണും. ഇതൊക്കെ എന്താണ് നമ്മുടെ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു ലക്ഷണങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ആൾറെഡി അറിയാം ഡിസബിലിറ്റി, ഡിസ്ലെക്സിയ എന്താണ്, റീഡിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഡിസ്കാൽക്കുലിയ എന്താണ്, കാൽക്കുലേഷൻ, അത് അതിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് തെറ്റത്തില്ല. പക്ഷെ പരീക്ഷാ ഹാളിൽ ചെന്നിരിക്കുമോ അതാണോ ഇതാണോ എന്ന് ആലോചിച്ച് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതാണ് ഡിസ്ഗ്രാഫിയയും ഡിസ്ലെക്സിയയും. അപ്പൊ ഗ്രാഫിയ, ഗ്രാഫ്, കാലിഗ്രഫി എന്താണ്, ആർട്ട് ഓഫ് റൈറ്റിംഗ് ആണ്. ഗ്രാഫ് നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്, വരയ്ക്കുകയാണ് എന്ന് കണക്ട് ചെയ്ത് വെച്ച് മറക്കാതെ പഠിച്ചു വെച്ചോണം. ഡിസ്ഗ്രാഫിയ റൈറ്റിംഗ് ആണ്, ഡിസ്ലെക്സിയ റീഡിംഗ് ആണ്. ഇനി ഡിസ്പ്രാക്സിയ വരും. ന്യൂറോ മോട്ടോർ കോർഡിനേഷൻ ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർക്ക് എന്താണ് ഇങ്ങനെ കൈകളൊക്കെ ചലിപ്പിക്കാനായിട്ടൊക്കെ ബുദ്ധിമുട്ട് വരും, അത് ഡിസ്പ്രാക്സിയ ആണ്. ഇനി ലാംഗ്വേജ് കോംപ്രിഹെൻഡ് ചെയ്യാനായിട്ടുള്ള സ്പീക്കിങ്ങിൽ വരുന്ന ഒരു ഡിസബിലിറ്റി ആണ് അഫേസിയ എന്ന് പറയുന്നത്. അഫേസിയ ഇതും പരീക്ഷാ പേപ്പറിൽ വന്നിട്ടുണ്ട്, പക്ഷെ വന്നത് ഈ മേഖലയിലല്ല, ഇംഗ്ലീഷ് പെഡഗോജി സെക്ഷനിലാണ് ഈ ചോദ്യം മുമ്പ് വന്നിട്ടുള്ളത്. കാരണം സ്പീക്കിങ്ങിൽ സംസാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന ഒരു വൈകല്യമാണ് അഫേസിയ. പിന്നെ സോഷ്യൽ ഇന്ററാക്ഷനിൽ കുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ടാണ്, അതാണ് ഓട്ടിസം. ഓട്ടിസം നമുക്കറിയാം, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡേഴ്സ് വരാറുണ്ട്. പിന്നെ ADHD എന്താണ്, കുട്ടിക്ക് ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോ കൊളോക്കിൽ നമ്മൾ വിരുവിരിപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അവിടെ എന്താണ് കുട്ടിക്ക് ഒരു പെർട്ടിക്കുലർ ഡിസബിലിറ്റി ഉണ്ടായത് കൊണ്ടാണ് കുഞ്ഞിന് എന്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാൻ സാധിക്കാത്തത്. പിന്നെ ഡിസ്മോർഫിയ എന്ന് പറയുമ്പോൾ ബോഡി ഷേപ്പിലുള്ള ഒരു ഇതാണ്, ഒരു ഡിസബിലിറ്റി പോലെ വരുന്ന സംഗതിയാണ്. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ ആണ് ADHD. ആര്യ പറഞ്ഞ പോലെ എക്സാം ഡേറ്റ് എപ്പാണോ, എക്സാം 14-ാം തീയതി ആണ് ഹബീബ്, ഈ 14-ാം തീയതി കേട്ടോ. ഹാൾ ടിക്കറ്റ് ഒന്നും വന്നിട്ടില്ല. ഹാൾ ടിക്കറ്റ് മിക്കവാറും പരീക്ഷയ്ക്ക് 2 ദിവസം മുമ്പേ വരുത്തോളൂ. പ്രൊഫൈലിൽ കയറി നോക്കുക, സിറ്റി ഇന്റിമേഷൻ വന്നിട്ടുണ്ടായിരിക്കും. ഏത് സിറ്റിയിലാണ് പരീക്ഷ എന്ന് നമുക്ക് അറിയാൻ കഴിയും. അപ്പൊ അതിനായിട്ട് തയ്യാറെടുപ്പൊക്കെ നടത്തണം. ഇവരെ പഠിച്ചില്ലെങ്കിൽ സാരമില്ല, വേഗം പഠിച്ചുകൂടായിരിക്കും. അപ്പൊ ഈ ഡിസ്മോർഫി എന്താണ് ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ മുമ്പ് പരീക്ഷാ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ടേമാണ്. ഇത് കാണുമ്പോൾ ഡൗട്ട് തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ആഡ് ചെയ്തത്. അപ്പൊ അടുത്ത ചോദ്യം, കോഗ്നിഷനും ഇമോഷനും തമ്മിലുള്ള ബന്ധം. ഈ ചോദ്യം എല്ലാ തവണയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചു എത്ര വട്ടം ഇതേ ചോദ്യം കണ്ടെന്നറിയാം. നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ തന്നെ അറിയാം. കോഗ്നിഷൻ ഇമോഷൻ മിക്കവാറും ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ കാണാം. ഇത് തന്നെ എന്താണ്, ഇത് തന്നെ ചോദിക്കുന്നത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാകുന്ന പരിപാടി. ഒരേ സംഗതി തന്നെ എന്താണ് പല രീതിയിൽ അവതരിപ്പിക്കും. അപ്പൊ നോക്കിയേ, കോഗ്നിഷനും ഇമോഷനും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇൻഡിപെൻഡന്റ് ഓഫ് ഈച്ച് അതർ. തമ്മിൽ തമ്മിൽ എന്താണ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. കോഗ്നിഷൻ വേറെ, ഇമോഷൻ വേറെ, യൂണി ഡയറക്ഷൻ. ഇമോഷൻ ഇൻഫ്ലുവൻസ് കൊഗ്നീഷൻ, ഇമോഷൻ കൊഗ്നീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അടുത്ത യൂണിഡയറക്ഷനിലെ മറ്റൊരു ബന്ധം പറയാം, കൊഗ്നീഷൻ ഇൻഫ്ലുവൻസ് ഇമോഷൻ, നേരെ തിരിച്ചു. അടുത്ത ബൈ ഡയറക്ഷനിലെ ഡൈനാമിക് ഇന്റർപ്ലേ ബിറ്റ്വീൻ ബോത്ത്, രണ്ടും തമ്മിൽ എന്താണ് അഭേദ്യമായ ബന്ധമുണ്ട്. അവരെ തമ്മിൽ ഒരിക്കലും നമുക്ക് എന്താണ് ഇഴ പിടിച്ചു നിർത്താൻ സാധിക്കില്ല. അപ്പൊ പെട്ടെന്ന് കമന്റ് ചെയ്ത് എന്താണ് ഇവിടെ ആൻസർ, ആരും ഒന്നും പറയുന്നില്ലല്ലോ. അതേതാ ചാരു പറഞ്ഞു കഴിഞ്ഞാൽ ആൻസേഴ്സ് വരുന്നുണ്ട്. എന്താണ് ബൈ ഡിറക്ഷണൽ ആണ്, ഡൈനാമിക് ഇന്റർപ്ലേ ആണല്ലേ. അപ്പൊ ഇത്ര ആലോചിച്ചാൽ മതി. നമ്മൾ ഭയങ്കര വിഷമത്തിൽ നമുക്ക് വല്ലതും പഠിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്താണ് ഒരു ബന്ധമുണ്ട് കൊഗ്നിഷനും ഇമോഷനും തമ്മിൽ. അപ്പൊ എന്താണ് നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല റെഡി ആയിട്ട് പഠിക്കാൻ പോലും നല്ല രീതിയിൽ നമ്മുടെ തലയിൽ കയറും. നേരെ തിരിച്ചും. അപ്പൊ കൊഗ്നിഷൻ എന്താണ് ഇമോഷനെ എഫക്ട് ചെയ്യും, ഇമോഷൻ കൊഗ്നിഷനെയും അഫക്ട് ചെയ്യും. ഇവർ തമ്മിൽ നമുക്ക് ഒരിക്കലും പിരിക്കാൻ പറ്റത്തില്ല. ഓർത്ത് വെച്ചോണം, പരീക്ഷയ്ക്ക് അത് ചോദിക്കും. ഇനി നമുക്ക് പെഡഗോജിയെ കുറിച്ച് ഒരു 2 വാക്ക് പറയാതെ ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്താണ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പെഡഗോജി നമ്മുടെ കയ്യിൽ ഒരു നിധി എന്ന് തന്നെ ഞാൻ പറയും. സീറ്ററ്റ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യത പെഡഗോജിയിൽ നിന്നാണ്. പെഡഗോജിയെ തന്നെ നമുക്ക് എന്താണ് 2 ആയിട്ട് പറയാം.
ഒന്ന് നമ്മൾ പഠിച്ചിട്ട് പോയേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഡിസബിലിറ്റീസിന്റെ കാര്യം പെഡഗോജിക്കലായിട്ട് ഇങ്ങനെ ചോദിക്കുവാണ്, ക്ലാസ്സിലെ കുട്ടി ഇന്ന ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ എത്തരത്തിലുള്ള നടപടികളാണ് താങ്കൾ ടീച്ചർ എന്ന നിലയിൽ സ്വീകരിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോ ഡിസബിലിറ്റിക്കും എന്താണ് ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചിട്ട് പോകണം. അത് ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം എന്താണ്? നമ്മൾ ഒന്നും പഠിച്ചില്ലല്ലോ, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക നമുക്ക് ഓതിത്തരുന്ന ഒരു ഉത്തരവുണ്ട്. അത്തരം ചോദ്യങ്ങൾ എന്താ പ്രത്യേകത? നമ്മള് നെഗറ്റീവ് മാർക്കില്ല കേട്ടോ. അയ്യോ പറയാൻ പറ്റുമോ, നെഗറ്റീവ് മാർക്കില്ല, എല്ലാ ചോദ്യം കറുപ്പിച്ചിട്ട് ഇറങ്ങാവും കേട്ടോ. ഒരു മാർക്ക് പോലും നെഗറ്റീവ് കിട്ടത്തില്ല. കിട്ടിയാ കിട്ടി, നമുക്ക് പോകാനായിട്ട് ഒന്നുമില്ല. ഒരു മാർക്ക് ചുമ്മാ കിട്ടിയാ കിട്ടി. അപ്പൊ ഒരു കാരണവശാലും ഇത് ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ പരീക്ഷ എഴുതുന്ന 50% വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യമാണ് സമയം തികഞ്ഞില്ല. സമയം തികഞ്ഞ് എല്ലാ ചോദ്യത്തിന്റെയും ഉത്തരം കണ്ടുപിടിച്ച് വരേണ്ട യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അല്ല ഇത്. ഇവിടെ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം, ഞാനിപ്പോ മാത്തമാറ്റിക്സിന്റെ ഒക്കെ കാര്യത്തിലോട്ട് വരാം. ഇപ്പൊ മാത്സ് നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിക്കാണെങ്കിൽ ട്രിക്സ് അറിയാവുന്ന, ഇപ്പം നമുക്ക് ഒരു കണക്ക് ചെയ്യാൻ പല രീതികളുണ്ട്. ചിലപ്പോൾ നമുക്ക് സ്റ്റെപ്പ് എഴുതി ചെയ്യാനേ അറിയത്തുള്ളൂ. ചിലർക്ക് എന്താണ് ഈ ലോജിക്കലി വെച്ച് ഇങ്ങനെ നമുക്ക് ചിന്തിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അവരെ സംബന്ധിച്ചിടത്തോളം സമയം പോകില്ല. പക്ഷെ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്ന എന്നെ പോലുള്ളവർ എന്ത് ചെയ്യും? ഈ സ്റ്റെപ്പ് എഴുതിക്കൊണ്ട് അവിടെ ഇരിക്കും, സമയം പോവും. പക്ഷെ നമുക്ക് എന്താണ് ക്വാളിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സീറ്റത്തിന്റെ അതേ പാറ്റേൺ ആണ് കേട്ടോ, അതേ പാറ്റേൺ ആണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് 150 വരുന്നത് കേട്ടോ, 150 നമ്മുടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ വാങ്ങേണ്ടത് 90 മാർക്സ് ആണ്. 90 ജനറൽ കാറ്റഗറി ആണെങ്കിൽ 90 മാർക്സ്. പിന്നെ അവര് പ്രത്യേകം മാർക്ക് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് കാസ്റ്റ് അനുസരിച്ചിട്ടുള്ള റിസർവേഷൻ അവൈലബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്ക് OBC ഇങ്ങോട്ടുള്ളവർക്ക് 82 മാർക്സ് ആണ്. പക്ഷെ നിങ്ങൾ എനിക്ക് 90 എനിക്ക് 52 എന്നൊന്നും ചിന്തിച്ചിരിക്കണ്ട. 150 ഒരു 100 മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും. എങ്ങനെ പോയാലും 10-80 മാർക്ക് നിങ്ങൾ എഴുതി വാങ്ങി. പിന്നെ ബാക്കിയുള്ളത് എന്താണ്? മാത്സ് ഒക്കെ ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്തിട്ടെങ്കിൽ പോരുക, എങ്ങനെ പോലും കുറെ മാർക്കൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താണ്, അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഹലോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടത് പെഡഗോജിയുടെ കാര്യം. നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലിരുന്ന അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക വിളിച്ച് പറയുന്ന കുറച്ച് ഉത്തരങ്ങളുണ്ട്. എടാ ഈ സാധനം തന്നെ ഒരുപാട്. ഇപ്പൊ ഞാൻ ഈ സൈക്കോളജി പറഞ്ഞു, സൈക്കോളജിക്കകത്ത് പെഡഗോജി വന്നേ. ഇനി ഇംഗ്ലീഷ് ലാംഗ്വേജ് എടുക്കുമ്പോൾ അതിൽ വരും പെഡഗോജി, മലയാളം എടുക്കുമ്പം അവിടെയും പെഡഗോജി, മാത്തമാറ്റിക്സിലും പെഡഗോജി, EVSലും പെഡഗോജി, സയൻസിലും പെഡഗോജി, സോഷ്യലിലും പെഡഗോജി, എല്ലായിടത്തും പെഡഗോജി ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിലെ നിധിയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ചില ചോദ്യങ്ങൾ എന്താ വലിയ ചോദ്യങ്ങൾ പരീക്ഷ പേപ്പറിൽ വരും. അപ്പൊ അതും നോക്കിയിട്ട് ഇപ്പൊ റീസൺ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എടുത്തോ, നെഗറ്റീവ് മാർക്ക് ഇല്ലടാ, നെഗറ്റീവ് മാർക്ക് ഇല്ല. റീസൺ നോക്കിയാൽ നമുക്കറിയാം വലിയ ചോദ്യങ്ങളൊക്കെ കിടപ്പുണ്ടാ. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമില്ല, ഒന്നും നോക്കണ്ട, കണ്ണും പോയിട്ട് സ്കിപ്പ് ചെയ്യുക. നമ്മുടെ മുമ്പിൽ ഇനിയും ചോദ്യങ്ങൾ കിടപ്പുണ്ട്. പലരും ചോദ്യ പേപ്പർ വായിച്ചു തീരുന്നില്ല, അവസാനം വരെ എത്തിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനൊന്നും ചെയ്യില്ല. അപ്പൊ ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആദ്യം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തരും. പിന്നെന്താണ്, അപ്പൊ അതിനകത്ത് തന്നെ അവർ ആ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് തന്നെ OMR ഷീറ്റ് വെച്ചേക്കും. അതിൽ നമ്മൾ എടുത്ത് കുറെ ഫില്ല് ചെയ്യാനുണ്ട്. കുറെ ഫില്ല് ചെയ്ത സ്കൂളിന്റെ പേരും ഒക്കെ നമ്മൾ എഴുതി കുറെ കാര്യങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട്. കുറച്ച് കഴിയുമ്പോൾ പിന്നെയും ക്വസ്റ്റ്യൻ പേപ്പർ വരും. അപ്പൊ സംഗതി എന്താണ്, നമ്മുടെ റീജിയണൽ ലാംഗ്വേജ് അനുസരിച്ച് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെയും വരും. അങ്ങനെ വരുമ്പോൾ പലർക്കും വരുന്ന അബദ്ധമാണ് ഈ OMR ഷീറ്റ് മാർക്ക് ചെയ്ത് തെറ്റിക്കും. OMR ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ, ഇത്തിരി ഒന്ന് ശ്രദ്ധ കൊടുത്താൽ മതി. ഇതൊക്കെ വെപ്രാളം കൊണ്ട് പറ്റിപ്പോകുന്നതാ കേട്ടോ. OMR ഷീറ്റ് മാറിക്കഴിഞ്ഞാൽ ആകെ പണി കിട്ടും. അപ്പം എന്ത് ചെയ്യും, നമുക്ക് ഈ മാർക്ക് ചെയ്ത് പോകുന്നത് ഇപ്പൊ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ ചോയ്സ് ഒക്കെ ഉള്ളതാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ മാർക്ക് ചെയ്ത് തെറ്റിക്കില്ല. സംശയം ഉണ്ടെങ്കിൽ എന്താ ചോദിക്കാം. ചിലപ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യുന്നത് ഇംഗ്ലീഷിലായിരിക്കും, അല്ലെങ്കിൽ ചില ഹിന്ദിയിലൊക്കെ റെസ്പോണ്ട് ചെയ്യുന്ന ഇൻവിജിലേറ്റേഴ്സും സീറ്റഡ് എക്സാമിന് വരാറുണ്ട്. പക്ഷെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ എന്താണ്, അപ്പൊ തന്നെ റീജിയണൽ ലാംഗ്വേജ് നമുക്ക് അവർ വന്ന് പറഞ്ഞു തന്നോളൂ. ചോദിച്ചാൽ മതി, എനിക്ക് ഇന്ന കാര്യം സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അവർ ഹിന്ദിയെ പറയത്തോളം പറഞ്ഞ് മിണ്ടാതിരിക്കില്ല. എന്തെങ്കിലും മാർക്ക് ചെയ്യുന്ന ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോഴേ ചോദിക്കും. അവർ നമ്മളെ പിടിച്ച് ഇന്നത്തെ ഒന്നുമില്ല. അവരെന്താണ്, ഒരു സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ ആയിട്ട് ഇത്തിരി നമ്മൾ കണ്ണുരുട്ടിയൊക്കെ ആയിരിക്കും നിൽക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് സംശയം ഒന്നും ചോദിക്കാതിരിക്കും. പെഡഗോജിയെ കുറിച്ച് പറഞ്ഞത് ഇത്രയും കാര്യമാണ്. കാരണം എന്നറിയാമോ, നമുക്ക് ഇനി പേപ്പർ 1 മാത്സ് ഉണ്ട്, പേപ്പർ 2 മാത്സ് ഉണ്ട്. അപ്പം മാത്തമാറ്റിക്സ് വേണ്ട, ഞാനിപ്പോ സോഷ്യൽ സയൻസ് ആണ് എടുത്തേക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യേണ്ട. പെഡഗോജിയിലെ ചോദ്യങ്ങൾ ജനറൽ ആയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കൊരു ചോദ്യം നോക്കാം.
പ്രൈമറി ലെവലിലുള്ള ഒരു മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിന്റെ ഇമ്പോർട്ടന്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ കോണ്ടെക്സ്റ്റ്. ഇറ്റ് ഷുഡ് ഓൺലി കണ്ടെയ്ൻ ന്യൂമറസ് എക്സസൈസ് ടു ഗിവ് റിഗറസ് പ്രാക്ടീസ്. ഇറ്റ് ഷുഡ് ബി അട്രാക്റ്റീവ് ആൻഡ് കളർഫുൾ. ഇറ്റ് മസ്റ്റ് ബി തിക്ക് ആൻഡ് ലാർജ്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ താണ്ടെ പ്രൈമറി എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ എല്ലാ മനസ്സിലോട്ടെല്ലാം എന്താണ്, അട്രാക്റ്റീവ് ആൻഡ് കളർഫുൾ ആകണം എന്നുള്ള ഒരു സംഗതിയാണ് മനസ്സിൽ വന്നത്. ഓക്കെ, ശരി, അത് ശരിയാണ്, തെറ്റാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം വേണം. ചാരുത അതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉത്തരം എന്താണ്? എടാ, ടെക്സ്റ്റ് ബുക്ക് മൊത്തം കളർ അടിച്ചു വെച്ചിട്ട് കാര്യമുണ്ടോ? നല്ല രസമുണ്ട്, നല്ല അട്രാക്റ്റീവ് ആണ്, നല്ല കളർഫുൾ ആണ്, വിവിധ തരത്തിലുള്ള നിറങ്ങളൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ പഠിക്കണമെങ്കിൽ അതിൽ എന്തെങ്കിലുമൊക്കെ സംഗതി വേണ്ടായോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ മോനെ ഫൈസി, തിരിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. എന്താ? കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ കോണ്ടെക്സ്റ്റ്. അപ്പൊ എന്താണ്, കുഞ്ഞു പിള്ളേർക്കാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അമ്മയും മോനും അവിടെ നിൽക്കുന്നു. അപ്പൊ അമ്മ എന്താണ്, മിഠായി എടുത്ത് വെക്കുകയാണ്. ഇതിലെന്ത് ചെയ്യണം? 3 എണ്ണം മോന്, 3 എണ്ണം ചേട്ടന്. അപ്പൊ എന്ത് കൂട്ടി എഴുതാൻ? 3 3 6. ഇങ്ങനെ കുട്ടി കൺസെപ്റ്റ് പഠിക്കും, കോണ്ടെക്സ്റ്റിലൂടെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇത് മാത്സിന്റെ മാത്രമാണോ? അല്ല, ഏതൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാലും എന്ത് ചെയ്യണം? കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ കോണ്ടെക്സ്റ്റ്. കുട്ടിക്ക് കോണ്ടെക്സ്റ്റിലൂടെ, സന്ദർഭങ്ങളിലൂടെയാണ് കൺസെപ്റ്റ് മനസ്സിലാക്കണം. നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യമല്ല, പക്ഷെ പെട്ടെന്ന് എന്താണ്, നമ്മൾ ചിന്തിക്കത്തില്ല. ഇതാണ് ഒരു പ്രോബ്ലം. നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈമറി ലെവലിനെക്കാളും കുഞ്ഞുങ്ങൾക്ക് കളർഫുൾ ആയിരിക്കണം എന്നൊക്കെ ചിന്തിച്ചു, അതൊക്കെ ശരിയാണ്. പിന്നെന്താണ്, പിന്നെ നമുക്കറിയാം എന്താണ്, ന്യൂമറസ് എക്സസൈസ് കൊടുത്ത് ഭയങ്കര പ്രാക്ടീസ് ഒന്നും കൊടുക്കുന്ന, അതും തെറ്റാണ്. തിക്കും ലാർജും വേണമെന്ന് പറഞ്ഞില്ല. 1 and 3 നമുക്ക് ശരിയാണെന്ന് തോന്നും, പക്ഷേ ഏറ്റവും ആപ്റ്റ്, ഏറ്റവും അപ്രോപ്രിയേറ്റ് എന്താണ്? കൺസെപ്റ്റ് ഷുഡ് ബി ഇൻട്രൊഡ്യൂസ്ഡ് ത്രൂ കോണ്ടെക്സ്റ്റ് ആണ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ റിലേറ്റഡ് ടു പ്രീ നമ്പർ കോൺസെപ്റ്റ് ഫോർമേഷൻ ചെയ്യുന്ന കുട്ടികൾ എന്താണ്? പ്രീ നമ്പർ കോൺസെപ്റ്റ്, അതായത് നമ്പറൊക്കെ ഇവർ പഠിക്കുന്നതിന് മുമ്പ് ഉള്ള ആ ഒരു സ്റ്റേജിൽ എന്തൊക്കെയാണ്? അപ്പൊ ഇതിലാണ് ഒന്നിലധികം ആൻസേഴ്സ് വരും. നിങ്ങൾക്ക് ശരിയാന്ന് തോന്നുന്നത് ടൈപ്പ് ചെയ്തിടാം. 1-to-1 കറസ്പോണ്ടൻസ്, ഹൈറാർക്കിയൽ ഇൻക്ലൂഷൻ, മെഷർമെന്റ്. അപ്പൊ നമ്പറൊക്കെ പഠിക്കുന്നതിന് മുമ്പ് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാണ്? 1-to-1 കറസ്പോണ്ടൻസ്, ഹൈറാർക്കിയൽ ഇൻക്ലൂഷൻ, മെഷർമെന്റ് എന്തൊക്കെയാണ്? അപ്പൊ 1 എന്ന് എല്ലാവരും പറയുന്നു, 1-to-1 കറസ്പോണ്ടൻസ് പറയുന്നുണ്ട്. ഇവിടെ നമുക്ക് എന്താണ്? 2 വരെയാണ്. ഹൈറാർക്കി അല്ലെങ്കിൽ ഹൈറാർക്കി എന്ന് വെച്ചാൽ എന്താണ്? നമ്മളിങ്ങനെ ഓർഡർ അനുസരിച്ച് അറേഞ്ച് ചെയ്യുക എന്നുള്ള സംഗതിയാണ് കേട്ടോ. ഈ മെഷർമെന്റ് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു കാര്യം മെഷർ ചെയ്യണമെങ്കിൽ കുട്ടി ആദ്യം എന്ത് പഠിക്കണം? എന്തോ പഠിക്കണോടാ? അളക്കണമെങ്കിൽ എന്തോ പഠിക്കണം? ചുമ്മാ അളക്കാൻ പറ്റുമോ? അതെ, നമ്പർ പഠിക്കണം. ഇത് മാത്രം അറിഞ്ഞ ഉത്തരം കിട്ടി. മെഷർമെന്റ് വേണമെങ്കിൽ എന്താണ്? നമ്പർ വേണം. അപ്പൊ മറ്റേത് രണ്ടുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1 എന്താണ്? 1-to-1 കറസ്പോണ്ടൻസും അതേപോലെ തന്നെ ഹൈറാർക്കിയൽ ഇൻക്ലൂഷനും രണ്ടും വരുന്നുണ്ട് കേട്ടോ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് കറക്റ്റ്? സിമ്പിൾ ചോദ്യമാണ്, പക്ഷെ ഇത് ചോദിച്ചടാ, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. കഴിഞ്ഞ പരീക്ഷാ പേപ്പറിൽ നടന്ന ഒരു ചോദ്യമാണ്. ഇതുപോലത്തെ നല്ല സൂപ്പർ ചോദ്യങ്ങൾ, നമുക്ക് നല്ലപോലെ അറിയാവുന്ന കാര്യങ്ങളും വരാറുണ്ട്. എന്താ? 1 പ്രൈം നമ്പർ ആണ്, 1 കോമ്പോസിറ്റ് നമ്പർ ആണ്, 1 പ്രൈം ആണ്, കോമ്പോസിറ്റ് ആണ്, 1 പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. നമുക്ക് എല്ലാം അറിയുന്നതാണ്, 1 പ്രൈമും അല്ല, കോമ്പോസിറ്റും അല്ല. ഇപ്പൊ ചോദിക്കാറുണ്ട്, ഈവൻ നമ്പർ, ഈവൻ പ്രൈം നമ്പർ ഏതാണ്? ഏതാടാ ഈവൻ പ്രൈം നമ്പർ? ഏതാ ഈവൻ പ്രൈം നമ്പർ? ഏതാണ്? 7 എങ്ങനെയാടാ ഈവൻ ആവുന്നത്? 2. പിന്നെ അതുപോലെ ചോദിക്കാറുണ്ട് ഫസ്റ്റ് ഓഡ് പ്രൈം നമ്പർ. ഫസ്റ്റ് ഓഡ് പ്രൈം നമ്പർ പെട്ടെന്ന് ഓടെന്ന് കാണുമ്പോൾ 1 കയറി മാർക്ക് ചെയ്യല്. എന്താണ് ഫസ്റ്റ് ഓർഡർ പ്രൈം നമ്പർ? 3 ആണ്. ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളും ചോദിക്കാറുണ്ട്. വലിയ ഇക്വേഷൻ ഇട്ട്, പോളിനോമിയൽ ഇക്വേഷൻ ഇട്ട് ചെയ്യേണ്ട കണക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക? പെട്ടെന്ന് കിട്ടുന്ന ഇത് ചെയ്തിട്ട് മറ്റേ സാധനത്തെ സ്കിപ്പ് ചെയ്ത് കളയുക. എന്നിട്ട് എന്ത് ചെയ്യുക? ബാക്കി എല്ലാം ചെയ്ത് വന്നിട്ട് സമയമുണ്ടെങ്കിൽ സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട കണക്ക് സമയമുണ്ടെങ്കിൽ മാത്രം തിരിച്ചു വരിക. അടുത്ത ചോദ്യം, ഡിസൈറബിൾ പ്രാക്ടീസ് ഇൻ കോണ്ടെക്സ്റ്റ് ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് ഓഫ് മെഷർമെന്റ് ഓഫ് വോളിയം. വോളിയത്തിന്റെ മെഷർമെന്റ് പഠിപ്പിക്കാനായിട്ട് ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ഏതെന്നാണ് നമ്മുടെ ചോദ്യം. Begin by writing the formula of volume of a cube. Encourage precise calculation right from the beginning. Begin by introducing students to the volume of 2D figures. Encourage students to figure out way to calculate the volume of different objects. പെട്ടെന്ന് പറഞ്ഞേ, എല്ലാരും ഇൻട്രൊഡ്യൂസിംഗ് സ്റ്റുഡന്റ് വോളിയം ഓഫ് 2D ഫിഗേഴ്സ് എന്നാണ് പറയുന്നത്. അതേപോലെ എന്താണ് എല്ലാരും 3 തന്നെയാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നു ഇതിന്റെ ഉത്തരം
4 കാര്യം ഒന്ന് നോക്കിയടാ. ഇവിടെ 2D ഫിഗർ എന്ന് പറയുമ്പോൾ എന്താണ്? 2 ഡയമെൻഷണൽ ആണ്. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ കാണത്തുള്ളൂ. അതിന് നമ്മൾ എങ്ങനെയാടാ വോളിയം കണ്ടുപിടിക്കുക? വോളിയം കണ്ടുപിടിക്കണമെങ്കിൽ ഇത് 3D ഫിഗർ ആവണ്ടായോ? ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും വേണ്ടായോ? L/B/H അല്ലയോടാ വോളിയം. നോക്കി, നമ്മളെ തെറ്റി. നമുക്ക് പെട്ടെന്ന് കണ്ടാലും എന്താണ്, പെട്ടെന്ന് ഒരു 2D ഫിഗർ പഠിച്ചിട്ട് 3Dയിലേക്ക് പോകാൻ എന്നൊക്കെ തോന്നിപ്പോകും. പക്ഷെ എന്താണ്, നമുക്കറിയാം, നല്ലപോലെ അറിയാം. പക്ഷെ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. കുട്ടിക്ക് എപ്പോഴും ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിരിക്കണം ക്ലാസ് റൂം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എൻകറേജ് സ്റ്റുഡൻസ്. കുട്ടിയെ എൻകറേജ് ചെയ്യണം. എന്താണ്? സോ അങ്ങനെ പോയി വോളിയം ഓഫ് ഡിഫറെന്റ് ഒബ്ജക്ട്സ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടും അങ്ങനെ വേണം ആ ഒരു മെഷർമെന്റ് ഓഫ് വോളിയത്തിലേക്ക് എത്താം. അപ്പൊ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോണം. പരീക്ഷാ പേപ്പറിൽ കുട്ടി ചെയ്യുക, കുട്ടിയെ എൻകറേജ് ചെയ്യുക, കുട്ടിക്ക് വേണ്ട ഹെൽപ്പ് കൊടുക്കുക, കുട്ടി തന്നെ കണ്ടെത്തട്ടെ. ആക്റ്റീവ് ലേണിംഗ്, ഡിസ്കവറി ലേണിംഗ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതായിരിക്കും പൊതുവെ ആൻസർ വരിക. അപ്പൊ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇനി അടുത്ത NCF 2005 പ്രകാരം മാത്തമാറ്റിക്സ് ഫോർ ഓൾ. ഈ സംഗതി ഈ NCF-ന്റെ വെച്ചുള്ള ചോദ്യങ്ങൾ ജനറൽ ആയിട്ട് ചോദിക്കാറുണ്ട്. അത് ഓരോന്നും ചോദിക്കാറുണ്ട് കേട്ടോ. NCF 2005 പ്രകാരം സയൻസിനെ കുറിച്ച് എന്ത് പറയുന്നു, മാത്സിനെ കുറിച്ച് എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ജസ്റ്റ് നിങ്ങൾ ജനറൽ ആയിട്ടുള്ള ലോജിക്ക് വെച്ച് ചിന്തിച്ച് ഉത്തരം പറഞ്ഞാൽ മതി. ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് വെക്കാനൊന്നും പറ്റുന്ന കാര്യമാണ്. നമ്മളെ കൊണ്ട് പോയി നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് മൊത്തം കാണാതെ പഠിക്കാൻ പറ്റുമോ? ഇല്ല. ലോജിക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതിന്റെ ഒരു 99% ചോദ്യങ്ങൾ നമുക്ക് ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാം. It should be acknowledged that mathematics means for selected few student textbook should be include problems of average difficulty. Contribution of mathematicians from different regions and different social groups should be highlighted. Mathematically talented students should be groomed in isolation. അപ്പൊ എല്ലാവരും ആൻസർ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ലോകമെമ്പാടുമുള്ള പല പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല പല സോഷ്യൽ ഗ്രൂപ്പുകളിൽ നിന്നുള്ള മാത്തമാറ്റീഷ്യൻസിന്റെ കോൺട്രിബ്യൂഷൻസ്. അപ്പൊ മാത്തമാറ്റിക്സ് ഫോർ ഓൾ എന്ന് പറയുമ്പോൾ അതിലെന്താണ്? എല്ലാവരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഭാരതീയരെ എത്രയോ കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകമെമ്പാടുമുള്ള ഗണിതശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങളും കോൺട്രിബ്യൂഷൻസും ഒക്കെ എന്ത് ചെയ്യണം? ഈ ഒരു നമ്മുടെ മാത്തമാറ്റിക്സിൽ പഠിക്കുന്ന മാത്തമാറ്റിക്സ് ഫോർ ഓളിൽ ഇൻക്ലൂഡഡ് ആണ് എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ആരും ഇരുന്ന് ഉറക്കം തൂങ്ങരുത്. നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങളെ മുന്നിലുള്ള അടുത്ത ചോദ്യത്തിലേക്ക് പോവാൻ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ. Anu took her class 8 children to field trip. Which of the following could be the most appropriate objective for this activity? ഫീൽഡ് ട്രിപ്പിനെ കൊണ്ടുപോയി. അപ്പൊ ഇതുമെല്ലാം എന്താണ്? ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷെ മാത്തമാറ്റിക്സ് പെഡഗോജി കിടന്നതാണ്. മാത്തമാറ്റിക്സ് സെക്ഷനിൽ കിടന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പൊ നോക്കിയാൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ വരും. പെഡഗോജി ആണ് നമ്മുടെ കയ്യിലെ തുറുപ്പ് ചീട്ട്. ഓക്കെ. അപ്പൊ നോക്കിക്കേ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്ട് ഇങ്ങനെയാണ് കേട്ടോ. A-B-C, B-C, A-C-D, A-C. അപ്പൊ ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേണ്ട. നിങ്ങൾക്ക് ഏതൊക്കെ ശരിയും തോന്നുന്നു അതൊക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോ. എയും ബിയും സിയും ഡിയിൽ ഏതൊക്കെ ശരിയും തോന്നുന്നു അതൊക്കെ ടൈപ്പ് ചെയ്തിട്ടോളാം. അപ്പൊ നോക്കിക്കേ, കുട്ടികളുടെ ഇടയിൽ ഇന്ററാക്ഷൻ ഉണ്ടാകും, പ്രോസസ് സ്കില്ല് കോൺക്രീറ്റ് എക്സ്പീരിയൻസിലൂടെ കിട്ടും, ഒബ്സർവേഷൻ സ്കില്ല് കിട്ടും, ക്ലാസ്സിലെ മൊണോട്ടണി, അതായത് എന്താണ്, ഇങ്ങനെ ക്ലാസ്സിൽ എന്താണ് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ അതിമാത്രം ശ്രദ്ധിച്ചിരുന്ന ആകെ ഒരു നമുക്കൊരു വിരസത തോന്നത്തില്ലേ? ആ ഒരു സംഗതി എന്ത് ചെയ്യും? ബ്രേക്ക് ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ഇവിടെ ഏറ്റവും അപ്രോപ്രിയേറ്റീവ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ചിലർക്ക് എന്താണ് സംശയം തോന്നുക, അതാണോ ഇതാണോ. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയാം? ഓപ്ഷൻസ് നോക്കും. ഓപ്ഷൻസ് നോക്കുമ്പോൾ നോക്കിയേ, 4 ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. 4 ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് നോക്കണം. അപ്പൊ ഇവിടെ A-B-C വന്നു. സംഗതി എന്താണെന്ന് അറിയാവോ? മോണോട്ടണി ഓഫ് ദ ക്ലാസ് ആസ് വെൽ ആസ് ഓഫ് ടീച്ചർ. ആ ഒരു സാധനം നോക്കി, ടീച്ചറിന്റെ വിരസത അകറ്റാൻ വേണ്ടി ഫീൽഡ് ട്രിപ്പ് കൊണ്ടുപോകുന്നൊന്നായി പോയില്ലയോ? ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരു സംഗതിയിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. ടീച്ചറിന്റെ വിരസത എവിടെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് A-B-C ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അവർ തന്നിട്ടുള്ള ആൻസർ കീയിൽ A-B-C ആണ് കേട്ടോ ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊന്ന് ജസ്റ്റ് ചിന്തിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇനി EVS-ലോട്ട് കിടക്കാം കേട്ടോ. കഴിഞ്ഞ ഒരു EVS ആയിരുന്നേ. അപ്പൊ നമ്മൾ ആ ഒരു ഇവിടെ നിങ്ങൾക്ക് മാത്തമാറ്റിക്സിൽ ഒരുപാട് പ്രോബ്ലംസ് ഞാൻ ആഡ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരീക്ഷയിലും ഇത് തന്നെയാണ്. നമുക്ക് 2.5 മണിക്കൂറിനുള്ളിൽ എല്ലാ പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഇവിടെ പറയുന്നത് പെഡഗോജി കുറച്ച് ഫോക്കസ് ചെയ്യാനാണ്. ആക്ച്വലി പെഡഗോജി ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, PDF ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കാം കേട്ടോ, സാറിനോട് ചോദിക്കട്ടെ.
അപ്പൊ നമ്മൾ ഒരു സെക്കൻഡ്. അപ്പൊ എന്താണ് പറഞ്ഞു വന്നത്? നമ്മുടെ ഈ ഒരു പെഡഗോജി ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിക്കേ, ഈ ചോദ്യങ്ങൾ നമുക്ക് എല്ലാ സെക്ഷനിലും ഉണ്ട്. എല്ലാം എന്ത് ചെയ്യണം, ആദ്യം തേടി പിടിച്ച് ഇതങ്ങ് മാർക്ക് ചെയ്ത് പോകണം. ഫ്രീ മൈൻഡോടെ ഇരുന്ന്. സോഷ്യൽ ഓപ്റ്റ് ചെയ്തവർക്കല്ലേ, സോഷ്യൽ ഓപ്റ്റ് ചെയ്തവർക്കും ജനറൽ ചോദ്യങ്ങൾ പെഡഗോജിയിൽ നിന്ന് വരുവടാ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഫീൽഡ് ട്രിപ്പും ഈ EVS സെക്ഷനിൽ കിടന്നാലും ഈ സാധനം അവിടെയും ചോദിക്കാം കേട്ടോ. സോഷ്യൽ ചോദ്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി പോകണ്ട. നിങ്ങൾക്ക് നഷ്ടമാവുന്ന ഈ ടൈം വേസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചോദ്യം ഇവിടെ ഇല്ല. ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കി NCF 2005 റെക്കമെൻഡേഷൻ പ്രകാരം EVS ലേണിംഗിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നോക്കിയ 4 ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും എന്താണ്, ഒന്നിലധികം കാര്യങ്ങളാണ്. ഒരു സെക്കൻഡ് നിങ്ങൾ, ഞാൻ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുവാണേ. നിങ്ങൾ ഉത്തരം ഓക്കെ. ആൻസർ കണ്ടുപിടിച്ചോ? ആൻസർ കണ്ടുപിടിക്കേ. NCF 2005 പ്രകാരം ഷാർപ്പ് ബൗണ്ടറീസ് വേണം. സ്കൂളും ഹോമും കമ്മ്യൂണിറ്റി എന്താണ്, സ്കൂള് വേറെ, ഹോം വേറെ, കമ്മ്യൂണിറ്റി വേറെ. റോഡ് ലേണിംഗിനെ ഡിസ്കറേജ് ചെയ്യണം. ബുക്കിഷ് ലേണിംഗിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, പുറത്ത് വരണം. സ്കൂളിലുള്ള ആ ലൈഫ് എന്ത് ചെയ്യണം, സ്കൂളിന് പുറത്തുള്ള ലൈഫുമായിട്ട് ലിങ്ക് ചെയ്യണം. ഇപ്പൊ നോക്കിക്കേ, ഇതില് ഒന്നിലധികം ഉത്തരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് ശരിയും തോന്നുന്നത് എല്ലാം നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടേ. ഡി പറയുന്നു, ബിയും സിയും ഡിയും പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് ബിയും സിയും ഡിയിലേക്ക് നമുക്ക് എത്താം. അയ്യോ, ഇതെനിക്ക് മാർക്ക് ചെയ്തതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ബിയും സിയും ഡിയും ആണ് കേട്ടോ. ബിയും സിയും ഡി എന്ന് വെച്ച് കഴിഞ്ഞാല് റെക്കമെൻഡേഷനില് റോഡ് ലേണിംഗിനെ നമ്മൾ ഡിസ്കറേജ് ചെയ്യണം. കാരണം എന്താണ്, കാണാതെ പഠിക്കാൻ പാടില്ല. ബുക്കിഷ് ലേണിംഗ് ബുക്കിലുള്ള സാധനങ്ങൾ മാത്രം പഠിക്കുക. അതിൽ നിന്ന് ഡിപ്പാർച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്താണ്, പിൻവലിയുക എന്നതാണ്. പിന്നെ അടുത്ത് എന്താണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഒരു പോയിന്റ് ആണ്. നമ്മുടെ സ്കൂളിനകത്തുള്ള ലൈഫ് എന്ത് ചെയ്യണം, സ്കൂളിന് പുറത്തുള്ള ലൈഫുമായിട്ട് ലിങ്ക് ചെയ്യാൻ സാധിക്കണം. അതായത് എന്താ, ടെക്സ്റ്റ് ബുക്കിൽ നമ്മളൊരു കാര്യം പഠിച്ചു, അത് പോയി എഴുതി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതല്ല പഠനം. പകരം എന്താണ്, നമ്മുടെ ജീവിതത്തിൽ അത് അപ്ലൈ ചെയ്യാൻ സാധിക്കണം. സ്കൂള് വേറെ, വീട് വേറെ, കമ്മ്യൂണിറ്റി വേറെ എന്ന് പറഞ്ഞുള്ള ഷാർപ്പ് ബൗണ്ടറി പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ബിയും സിയും ഡിയും ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. അടുത്ത വേറൊരു ചോദ്യം ഇതാണ്. Nina, an EVS teacher of class 5, gives a group assignment to her students as they have to visit nearby agriculture farm and find out information about the implements used by farmers during agriculture and the type of crops they grow. They also have to collect photographs and prepare a report. What process skills and learning indicators are involved here? അപ്പൊ നോക്കിയാ, നീന ഒരു EVS ടീച്ചറാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരു അസൈൻമെന്റ് കൊടുത്തത് എന്താണ്, അഗ്രികൾച്ചർ ഫാം പോയി വിസിറ്റ് ചെയ്യാനും അവിടെ ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ അവർ എന്ത് തരം ക്രോപ്പുകളാണ്, ഇങ്ങനത്തെ ചോദ്യമൊക്കെ കാണും കേട്ടോ. കഥ പോലെ കിടക്കുന്ന ചോദ്യമൊക്കെ കാണും. ചിലതൊക്കെ നല്ല എളുപ്പമായിരിക്കും. വലിയ കഥ പോലെ കിടക്കുമെങ്കിലും ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും. ഇവിടുത്തെ പ്രോസസ് സ്കിൽ ഏതാണ്, അതേപോലെ ലേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ ഓപ്ഷൻ ഇങ്ങനെയാണ്: ക്വസ്റ്റ്യനിങ്, എക്സ്പ്രഷൻ, ഇൻഫറിംഗ്, ക്വസ്റ്റ്യനിങ്, എക്സ്പെരിമെന്റേഷൻ, സെൻസിറ്റിവിറ്റി ടുവാർഡ്സ് എൻവയോൺമെന്റ്, ഹൈപ്പോത്തസിസിങ്, ഇൻഫറിംഗ്, എക്സ്പ്രഷൻ, പ്രഡിക്ഷൻ, എക്സ്പെരിമെന്റേഷൻ, ഒബ്സർവിങ്. അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിലൊക്കെ നോക്കും. ആദ്യം അവര് ഒരു തരത്തിലുള്ള ചോദ്യം ചോദിക്കുകയാണ്, പിന്നെ അത് എക്സ്പ്രസ് ചെയ്യുകയാണ്, പിന്നെ അതിൽ നിന്നൊരു ഇൻഫറൻസ്, ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് കേട്ടോ. അപ്പൊ ഇത് ഓപ്ഷനും സെപ്പറേറ്റ് ആയി കിടക്കുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. അപ്പൊ ഒന്നുമില്ല, വായിച്ചത് മനസ്സിലാക്കിയാൽ മതി. ആദ്യം എന്താണ്, ഇതിൽ നിങ്ങൾ ആൻസർ പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിങ്, എക്സ്പ്രഷൻ ആൻഡ് ഇൻഫറിംഗ്, അത്രേ വരുന്നുള്ളൂ കേട്ടോ. എക്സ്പെരിമെന്റേഷൻ, അവർ എക്സ്പെരിമെന്റ് ഒന്നും ചെയ്യുന്നില്ല. നമുക്കിത് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് തന്നെ കണ്ടെത്താം. ഇപ്പൊ എക്സ്പെരിമെന്റ്, എന്തെങ്കിലും എക്സ്പെരിമെന്റ് അവർ ചെയ്യുന്നോ? ഇല്ല. അതേപോലെ എന്താണ്, ഹൈപ്പോത്തിസിസിങ്, ഇത് അങ്ങനെയാകാം, ഇത് ഇങ്ങനെയാകാം എന്ന് കുട്ടി നേരത്തെ പറയുന്നില്ല. 5ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാ. അപ്പൊ അവരെന്താണ്, ടെന്റേറ്റീവ് സൊല്യൂഷൻ, ഹൈപ്പോത്തിസിസ് ഒന്നും കണ്ടെത്താൻ പോകുന്നില്ല. പിന്നെ പ്രഡിക്ഷൻ, എക്സ്പെരിമെന്റേഷൻ, ഒബ്സർവിംഗ്, അവിടെ പ്രഡിക്ഷനെ കുറിച്ച് ഒന്നും നമ്മൾ പറഞ്ഞില്ല. അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ്, ക്വസ്റ്റ്യനിങ്, എക്സ്പ്രഷൻ ആൻഡ് ഇൻഫറിംഗ് ആണ്. ഇനി
Children get lot of space to learn EVS through exploration. This indicates that. അപ്പൊ എക്സ്പ്ലോർ ചെയ്യുന്നതിലൂടെ എന്താണ്, ഇവിടെ ഒരൊറ്റ ഉത്തരവ് എടുത്തോളൂ, നിങ്ങൾ അത് കണ്ടുപിടിച്ചോളൂ. EVS is learned through what? കാണാപ്പാഠം പഠിക്കുക. EVS is learned through information. ഇൻഫർമേഷനിലൂടെ പഠിക്കുക. EVS is child centered. EVS is teacher centered. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഓക്കെ ഓക്കെ, എല്ലാരും പറയുന്നുണ്ട് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടി തന്നെ അതിനെ കുറിച്ച് കണ്ടെത്തുക എന്നുള്ള സംഗതിയല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും EVS എന്താണ്, EVS is child centric. EVS ചൈൽഡ് സെന്റർ തന്നെയാണ്. വെരി ഗുഡ് വെരി ഗുഡ്. ഇനി ഇവിടെ ഒരു ലേണിംഗ് പ്രിൻസിപ്പിളിനെ കുറിച്ച് ചോദിച്ചേക്കുവാണ്. ഇത് EVS-ലെ ചോദ്യമായിട്ട് ചോദിച്ചെങ്കിലും ഇതൊരിക്കലും EVS മാത്രമായിട്ട് നിൽക്കുന്നില്ല, ജനറൽ ആയിട്ട് ലേണിംഗ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. വേഗം കണ്ടെത്തിയേ. ഗ്ലോബൽ ടു ലോക്കൽ, അബ്സ്ട്രാക്ട് കോൺക്രീറ്റ്, അൺടോൺ ടു നോൺ, നോൺ ടു അൺനോൺ. പെട്ടെന്ന് കണ്ടുപിടിച്ചേ. എല്ലാരും പറയുന്നുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. എന്താണ്, നോൺ ടു അൺനോൺ, അറിയാവുന്നതിൽ നിന്ന് അറിയാത്തതിലേക്ക് അല്ലേ. ഇതുപോലെ നമുക്ക് കുറച്ച് മാക്സിംസ് ഒക്കെ ഉണ്ട്. സിമ്പിൾ ടു കോൺപ്ലസ്, പിന്നെന്താണ് കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, നോൺ ടു അൺനോൺ. അതൊക്കെ ഒന്ന് പഠിച്ച് വെച്ചോണേ. ഓക്കെ, ഇനി അടുത്ത നമുക്ക് വരുന്ന ഒരു സെക്ഷനാണ് ലാംഗ്വേജ്. അപ്പൊ ലാംഗ്വേജ് വരുമ്പോ കോംപ്രിഹെൻഷനെ ഒഴിവാക്കാനായിട്ട് പറ്റില്ല. 30 മാർക്കിന് നമുക്കൊരു ലാംഗ്വേജിന്റെ ചോദ്യം വരുമ്പോൾ 15 മാർക്ക് കോംപ്രിഹെൻഷനും 15 മാർക്ക് പെഡഗോജിയുമാണ്. ഈ 15 30 വാങ്ങിയില്ലെങ്കിലും ഒരു 25 മാർക്കെങ്കിലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ്. ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ വരുന്ന സമയത്ത് എന്താണ് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ ടെസ്റ്റ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ എന്താണ് ഇരുത്തി വായിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ കയ്യിലെ നിധി എന്താണ്, മലയാളം കോംപ്രിഹെൻഷൻ വളരെ സിമ്പിൾ ആയിരിക്കും. ഇവിടെ ഈ കുഞ്ഞി പിള്ളേർക്ക്, ഈ പിന്നെ 6ലും 7ലും 8ലും ഒക്കെ പഠിക്കുന്ന പിള്ളേർക്ക് വരുന്ന പോലത്തെ കോംപ്രിഹെൻഷൻ ആണ് പൊതുവെ ഈ ഒരു കോംപ്രിഹെൻഷൻ ആയിട്ടൊക്കെ ചോദിക്കാറുള്ളത് കേട്ടോ. അപ്പൊ അതിലെന്താണ് അവരങ്ങനെ കട്ടി ചോദ്യങ്ങളൊന്നും ഇടാറില്ല. വെറുതെ നമുക്ക് ഒരൊറ്റ വായന തന്നെ ഉത്തരം കിട്ടാറുണ്ട്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ ഒന്ന് ഇരുത്തി ഒന്ന് നോക്കണം. പിന്നെന്താണ്, പോയമൊക്കെ വരുമ്പോ അവിടെ നമ്മൾ കുറച്ച് എന്താണ് ഒന്ന് വരികളുടെ ഇടയിലൂടെ ഒക്കെ വായിക്കേണ്ടി വരും. അത് നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്ന പരിപാടിയേ ഉള്ളൂ. നമുക്ക് പറ്റാത്ത സാധനം ഒന്നും ചോദിക്കത്തില്ല. ചിലപ്പോ ഈ CBSE 9, 10 ബോർഡ് എക്സാംസിനൊക്കെ വരാറുള്ള ക്വസ്റ്റ്യൻസ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ട് ഈ ഇംഗ്ലീഷ് കോംപ്രിഹെൻഷനിൽ വരാറുള്ളത്. ജസ്റ്റ് അതിന്റെ കുറച്ച് ടിപ്സ് പറയുകയാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ ടൈപ്സ് നോക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഇതാണ് ആ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. അവർ ചില സമയത്ത് എന്ത് ചെയ്യും, 2 പ്രോസ് ആയിരിക്കും, പിന്നെ പേപ്പർ 2 വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് പോയവായിരിക്കും. വലിയ പ്രോബ്ലം ഉള്ള രീതിയിലൊന്നും ചോദിക്കാറില്ല. പിന്നെ ആക്റ്റീവായിട്ട് വായിക്കുക, കീ പോയിന്റ്സ് നോക്കുക, സിംഗിൾ തീം എന്താണെന്ന് മനസ്സിലാക്കുക, പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തു. സ്കിമ്മിങ് ആൻഡ് സ്കാനിങ്, ഇതിൽ തന്നെ ചോദ്യം ഇരിപ്പുണ്ട്. എന്താണ് സ്കിമ്മിങ്, എന്താണ് സ്കാനിങ്, നിങ്ങൾ നീട്ടി വിവരിച്ച് വിശദമായിട്ട് പറയണ്ട. ഞാൻ ഒരു കോണ്ടെക്സ്റ്റ് പറയാം. രാവിലെ എന്റെ വീട്ടിൽ പത്രം വന്നപ്പോൾ പത്രത്തിന്റെ കൂടെ ഒരു നോട്ടീസ് വന്നു, എന്റെ അടുത്ത് പുതിയ റെസ്റ്റോറന്റ് തുറക്കാൻ പോകുന്നു. അപ്പൊ ഞാൻ ഓടിച്ചൊന്ന് നോക്കി അവിടെ എന്തൊക്കെ വിഭവങ്ങളുണ്ട്. ഓടിച്ചൊന്ന് നോക്കി വായിക്കുവാണെങ്കിൽ അത് സ്കിമ്മിങ് ആണോ സ്കാനിങ് ആണോ? വേഗം പറഞ്ഞേ. സ്കിമ്മിങ് ആണ് രേഷ്മ പറഞ്ഞ പോലെ. ഞാൻ ഓടിച്ചു നോക്കിയതേ ഉള്ളൂ അല്ലേ. അപ്പൊ എന്താണ് സ്കാനിങ്? ഞാൻ ഇങ്ങനെ നോക്കുന്നു, ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപ, ചിക്കൻ ബിരിയാണിക്ക് എത്ര രൂപ ഞാൻ ശ്രദ്ധിച്ചു അത് മാത്രം നോക്കുവാണെങ്കിൽ അത് സ്കാനിങ്. മൊത്തത്തിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ സ്കിമ്മിങ്. അപ്പൊ ഇത്തരത്തിൽ സ്കിമ്മിങ്ങിലൂടെ സ്കാനിങ്ങിലൂടെ എന്താ ഇൻഫർമേഷൻ ലൊക്കേറ്റ് ചെയ്യുക, വൊക്കാബുലറി നമുക്ക് സ്വാഭാവികം ഇതൊക്കെ നേരത്തെ നമ്മൾ ചെയ്യേണ്ടതാണ്. അരിച്ചു പറക്കി വായിക്കുകയാണ് സ്കാനിങ്, ഡീറ്റെയിൽസ് നോക്കുകയാണ് സ്കാനിങ്. അതെ അതെ, ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സ്കിമ്മിങ് സ്കാനിങ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇന്റൻസീവ് റീഡിങ്, എക്സ്റ്റൻസീവ് റീഡിങ്, സ്കിമ്മിങ്, സ്കാനിങ്, ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ് പോലെയുള്ള 4 സ്കിൽ ഇതൊക്കെയാണ് പെഡഗോജിയിൽ കൂടുതൽ ചോദിക്കുക. അങ്ങോട്ട് നമുക്ക് വരാം. ഓക്കെ, സർഫസ് ഇൻഫർമേഷൻ ആണ് നമുക്ക് സ്കിമ്മിങ്ങിലൂടെ ലഭിക്കുക. ഓക്കെ, പിന്നെന്താണ്, നമ്മൾ ആൻസർ ബേസ്ഡ് ഓൺ എവിഡൻസ് ഫ്രോം പാസേജ്. ആൻസർ എപ്പോഴും എന്താണ്, പാസേജിലെ എവിഡൻസ് വെച്ച് കണ്ടുപിടിക്കാൻ പാടുള്ളൂ. റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു സീറ്റഡ് പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ
ഒരുപാട് നേരം ഒന്നും പ്രാക്ടീസ് ചെയ്ത് കളയേണ്ട കാര്യമില്ലെന്ന് തന്നെ ഞാൻ പറയും. കാരണം അത്ര കട്ടി ചോദ്യം വരത്തില്ലടാ. മിക്കവാറും ഉള്ളതെല്ലാം കിട്ടും. പ്രത്യേകിച്ച് മലയാളം വരുമ്പോഴത്തേക്ക് വലിയ പാടൊന്നുമില്ല, ഒന്നുമില്ല. അത് കിടക്കുന്ന സാധനം അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. അത്ര സിമ്പിൾ ആയിരിക്കും വരാറുള്ളത്. പിന്നെ ചിലപ്പോഴെങ്ങാണോ അതിന്റെ സമാന പദം കണ്ടെത്തുക എന്നൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ഒന്ന് ബുദ്ധിമുട്ട് വരാറുണ്ട്. എന്നിരുന്നാലും നല്ല സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ മുൻകൂട്ടി പഠിച്ചിട്ട് പോയില്ലെങ്കിൽ പോലും നമുക്ക് കിട്ടും. അപ്പൊ ഞാൻ ഇവിടെ കോംപ്രിഹെൻഷന്റെ ചോദ്യങ്ങൾ ആഡ് ചെയ്തില്ല. കാരണം എന്താ, നമുക്ക് സ്ക്രീനിലെ കോംപ്രിഹെൻഷനും ചോദ്യങ്ങളും ഒന്നിച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. അതുകൊണ്ട് നേരെ അടുത്ത മേഖലയിലോട്ട് പോകണം. പെഡഗോജി. ഇംഗ്ലീഷ് പെഡഗോജിയിൽ നിന്നുള്ള ചോദ്യമാണ്. ഗീവൺ സെന്റൻസ് കൊടുത്ത ഒരു സെന്റൻസ് തന്നിട്ടുണ്ട്. റൈം, സോങ്സ് ആൻഡ് ചാൻസ് ആർ വേസ് ഫോർ ചിൽഡ്രൻ ടു. റൈമുകളും സോങ്ങുകളും ചാൻഡുകളും എന്താണ്? കുട്ടികൾക്ക് എന്തിനു വേണ്ടിയിട്ടാണ്? വേർഡ്സും അതിന്റെ സെന്റൻസ് സ്ട്രക്ചറും ഇന്റേണലൈസ് ചെയ്യാൻ കാണാപ്പാടം പഠി. ഇപ്പൊ KT2 ലെവലാണോ? KT2 ലെവൽ എന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം എന്താണെന്നറിയാമോ, ഇതൊരു സെൻട്രൽ ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാകും. CTET1 എന്ന് പറയുന്നത് KTET1നും CTET2 എന്ന് പറയുന്ന KTET2നും തത്തുല്യ യോഗ്യതയായിട്ട് കേരള ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പൊ റൈംസും സോങ്സും ചാൻസും എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ അവിടെ ആൻസേഴ്സ് വരുന്നുണ്ട്. ഇന്റർണലൈസ് വേർഡ്സ് ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ, പ്രാക്ടീസ് പ്രൊനൗൺസിയേഷൻ, ലേണിംഗ് ഗ്രാമർ ത്രൂ ദ ടെക്സ്റ്റ്, എക്സ്റ്റെൻഡഡ് വൊക്കാബുലറി. അപ്പൊ ഇവിടെ നോക്കി, ഇതിൽ തെറ്റായിട്ടുള്ളതാണ്. അയ്യോടാ, തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അത് ഞാൻ പറയാൻ പറഞ്ഞത് പരീക്ഷ പേപ്പർ സ്ഥിരം പറ്റുന്ന അബദ്ധമാണ്. ഇപ്പൊ എനിക്കും പറ്റിപ്പോയി, നോട്ട് ഞാനും കണ്ടില്ല. അപ്പൊ നോക്കിക്കേ, നമ്മള് ഇതില് തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നോക്കിക്കേ, നമ്മളെ കുട്ടികളെ ഇപ്പൊ ടിങ്കിൾ ടിങ്കിൾ സ്റ്റാർ അല്ലെങ്കിൽ ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ പഠിപ്പിക്കുന്നു. അവിടെ കുട്ടി ഗ്രാമർ പഠിക്കുന്നില്ല, വേർഡ്സും സെന്റൻസ് സ്ട്രക്ചറും ഒക്കെ പഠിക്കുന്നുണ്ട്, പ്രൊനൗൺസിയേഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അവരുടെ വൊക്കാബുലറിയിലേക്ക് പുതിയ വാക്കുകൾ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ എന്താണ്, അവരെ ഗ്രാമർ അവിടെ പഠിക്കുന്നില്ല. കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ ടിങ്കിൾ ടിങ്കിൾ സ്റ്റാർ പാടി പഠിച്ചപ്പോ എവിടെയാണ് ഗ്രാമർ പഠിച്ചത്? പൊതുവെ റൈംസും സോക്സും ചാൻസും ഒക്കെ ആർക്കാണ്? ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് കേട്ടോ. അപ്പം അത് ശ്രദ്ധിക്കാം. അടുത്ത നോട്ടാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് അബൌട്ട് ടീച്ചിങ് ഗ്രാമർ എഫക്റ്റീവ്ലി? ഗ്രാമർ എഫക്റ്റീവായിട്ട് പഠിക്കുന്നതുമായിട്ട് ബന്ധമില്ലാത്തത് എന്താണ്? പ്രൊമോട്ട് ജെനുവിൻ കമ്മ്യൂണിക്കേഷൻ, എലിസിറ്റ് റെലവന്റ് റൂൾസ് ഓഫ് ഗ്രാമർ, പ്രൊവൈഡ് പ്രാക്ടീസ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ലേൺ ഗ്രാമർ ബൈ മെമ്മറൈസിംഗ് ഇറ്റ്സ് റൂൾസ്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ ഒരു സാധനം പറയാം. ഒരു സംഗതിയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചവിട്ടി പുറത്താക്കിക്കോണം. ആരാണവൻ? മറ്റാരുമല്ല, റോഡ് മെമ്മറൈസേഷൻ. എടാ, കാണാപ്പാഠം പഠിപ്പിക്കുന്നതിന് ഇംഗ്ലീഷ് അല്ല, മാത്സ് അല്ല, സയൻസ് അല്ല, മലയാളം അല്ല, ഏത് വിഷയമാണെങ്കിലും മെമ്മറൈസിങ് എന്നുള്ള പരിപാടി നമ്മുടെ പുതിയ അപ്രോച്ചിൽ ഇല്ല. അതിനെ കണ്ടാൽ തന്നെ എന്താണ്, ആപ്പടെ ചവിട്ടി പ്രൊവൈഡ്സ് നോട്ട് കറക്റ്റ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. അപ്പം അതാണ് വരുന്നത്. അടുത്ത ചോദ്യം. Teacher in class third asks their learners to ask their partners 5 questions about their ability to using the word can. Example, you can sing this type of activity. കുട്ടിക്ക് എന്താണ് can ഉപയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പാറ്റേണില് can you sing, can you sleep, can you write പോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്താണ്? ഓറൽ ഫ്ലുവൻസി പ്രാക്ടീസ് ആണോ, കൺട്രോൾഡ് ഓറൽ പ്രാക്ടീസ് ആണോ, ഫ്രീ സ്പീക്കിംഗ് ആണോ, പാസീവ് ലിസണിംഗ് ആണോ? ഇവിടെ ഇതൊന്നും ബൈഹാർട്ട് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ലോജിക് ഉപയോഗിച്ച് ചിന്തിക്കുകയും ക്യാൻ മാത്രമേ കൊടുത്തുള്ളൂ. ബാക്കി കുട്ടിക്ക് ഇഷ്ടമുള്ള കാര്യം സംസാരിക്കാം. അവിടെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല, കൺട്രോൾ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. പാസീവായിട്ട് കുട്ടി കേട്ടോണ്ടിരിക്കുമല്ലോ. അവർ ഫ്ലുവൻസി വരാൻ കറക്റ്റ് ആയിട്ട് ഫ്ലുവന്റ് ആയിട്ട് പറയണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എന്താണ് ഫ്രീ സ്പീക്കിംഗ്? കുട്ടിക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കും. ക്യാൻ ഇതിനെ കൊണ്ട് സാധിക്കുമോ എന്നുള്ള ഒരു സംഗതി എന്ത് ചെയ്യാം, കുട്ടീനെ ഇഷ്ടമുള്ള രീതിയിലാക്കി ചോദിക്കാം കേട്ടോ. അടുത്ത ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഡീൽ വിത്ത് എക്സ്പ്ലനേഷൻ ഓഫ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. ലാംഗ്വേജ്, ഭാഷയും സമൂഹവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഏതാണ്? സൊസൈറ്റൽ ലാംഗ്വേജ്, സൈക്കോ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, ആന്ത്രോപോളജിക്കൽ ലിംഗ്വിസ്റ്റിക്സ്. എടാ നോക്കിക്കേ, ഇടയ്ക്ക് സൊസൈറ്റിയിൽ വന്ന സൊസൈറ്റൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞൊരു സംഗതി ഇല്ല, ചുമ്മാ തെറ്റിക്കാൻ ഇട്ടേക്കുന്ന ഓപ്ഷനാണ്. സൈക്കോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്കോളജിയും ലിംഗ്വിസ്റ്റിക്സും തമ്മിലുള്ള ആ ഒരു ബന്ധം. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് നിങ്ങൾ എല്ലാവരും പറഞ്ഞ പോലെ എന്താണ്? സൊസൈറ്റിയും ലാംഗ്വേജ് തമ്മിലുള്ള ബന്ധം. ആന്ത്രോപോളജിക്കൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഹ്യൂമൻ ബീങ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡിയാണ്, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ലിംഗ്വിസ്റ്റിക്സ്. നമുക്ക് ഇവിടെ എന്താ ആൻസർ ഉള്ള? സോഷ്യോ ലിംഗ്വിസ്റ്റിക്സും സൈക്കോ ലിംഗ്വിസ്റ്റിക്സും പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള കേട്ടോ. അടുത്തത്
A language teacher asked them to collect flowers to make a flower scrapbook. She also asked them to write the name of each flower in their language and in English. This activity helped her to promote dash. അപ്പൊ എന്താണ് ഇതുപോലെ ഫ്ലവേഴ്സ് കളക്ട് ചെയ്യാനും ഫ്ലവേഴ്സിന്റെ സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാനൊക്കെ പറഞ്ഞു. എന്നിട്ട് പൂക്കളുടെ പേര് എന്ത് ചെയ്തു? അവരുടെ ലാംഗ്വേജിലും ഇംഗ്ലീഷിലും എഴുതാൻ പറഞ്ഞെങ്കിൽ ലവ് ഫോർ നേച്ചർ ആണോ, ഇന്റഗ്രേഷൻ സബ്ജക്ട് ആണോ, മൾട്ടിലിംഗ്വലിസം ആണോ, ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം ആണോ? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതിന് ഉത്തരം കണ്ടെത്തുന്നതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞോട്ടെ. ഇത് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പെഡഗോജിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കണം. പല പല ഉത്തരങ്ങൾ വരുന്നുണ്ട്. ഇവിടെ ഇതിന്റെ ആൻസർ, നമ്മുടെ ആൻസർ ഈ പ്രകാരം മൾട്ടി ലിംഗ്വലിസം ആണ്. മൾട്ടി ലിംഗ്വലിസം ആണ്. ലവ് ഫോർ നേച്ചറും ഇന്റഗ്രേഷൻ സബ്ജക്റ്റും ലാംഗ്വേജ് അക്രോസ് ദ കരിക്കുലം ഒക്കെ എന്താണ് ശരിയെന്ന് നമുക്ക് തോന്നും. ശരിയാണ്. പക്ഷെ ഏറ്റവും ആപ്റ്റ് ആൻസർ എന്താ? മൾട്ടി ലിംഗ്വലിസം ആണ്. കുട്ടി പൂവറിക്കുന്നു, പൂവ് ഒട്ടിക്കുന്നു, ഇതിനൊന്നും അല്ല ഒരു ഇംഗ്ലീഷ് ക്ലാസ് റൂമിലെ പ്രാധാന്യം. എന്താണ്? അവരുടെ ലാംഗ്വേജിലും ഇംഗ്ലീഷ് ലാംഗ്വേജിലും ആ പൂവിന്റെ പേര് എഴുതാൻ പറയുന്നു. അപ്പൊ അവിടെ എന്താണ്? ഈ ലാംഗ്വേജുകൾ തമ്മിലുള്ള ഒരു കണക്ഷൻ വരുന്നില്ലേ? മൾട്ടി ലിംഗ്വലിസം. ഒന്നിലധികം രണ്ട് ഭാഷകളിലുള്ള പ്രാവീണ്യത്തെ നമ്മൾ ബൈലിംഗ്വലിസം, രണ്ടിലധികം ആകുമ്പോൾ എന്താണ്? മൾട്ടി ലിംഗ്വലിസം ആണ് പറയുന്നത്. 2 ഭാഷ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയെ ബൈലിംഗ്വൽ എന്നും 2ലധികം ഭാഷ സംസാരിക്കാൻ കഴിവുള്ള വ്യക്തിയെ മൾട്ടി ലിംഗ്വൽ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരിക? മൾട്ടി ലിംഗ്വലിസം ആണ്. ഇനി നമുക്ക് മലയാളം പെഡഗോജിയിലേക്ക് കടക്കാം. മലയാളം കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ പോലെ വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അത് നിങ്ങളെ സമയം കളയാതെ അതിലെല്ലാ ചോദ്യവും നിങ്ങളെ കൊണ്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. 1ഓ 2ഓ എങ്ങാനും ബുദ്ധിമുട്ടായിട്ട് വന്നേക്കാം. ബാക്കി ഒരു 13 എണ്ണം 100% എളുപ്പമുള്ളത് തന്നെയായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്: അടിസ്ഥാനപരമായ ഒരു കുട്ടി മാതൃഭാഷ സ്വായത്തമാകുന്നത്. അപ്പൊ ഇതേ ചോദ്യം മലയാളത്തിലും ചോദിക്കും, ഇത് തന്നെ എടുത്ത് അവർ ഇംഗ്ലീഷിലും ചോദിക്കും. അതാണ് രസം. ഒരേ ഒരു ഇംഗ്ലീഷിലും മലയാളത്തിലും അവർ ചോദിക്കും. അപ്പൊ ഇവിടെ എന്താണ്? അടിസ്ഥാനപരമായിട്ട് ബേസിക്കലി ഒരു കുട്ടി, ആ കുട്ടിയുടെ മാതൃഭാഷ. ഇംഗ്ലീഷ് ചോദ്യം വരുന്നത് എങ്ങനെ? L1 ലാംഗ്വേജ് 1, നേറ്റീവ് ലാംഗ്വേജ്, മദർ ടങ്. ഇത് എങ്ങനെയാണ് കുട്ടി സ്വായത്തമാക്കുന്നത്, മനസ്സിലാക്കുന്നത്? കേൾവിയിലൂടെ, ബൈ ഹിയറിംഗ്, സംസാരത്തിലൂടെ, ബൈ സ്പീക്കിംഗ്, എഴുത്തിലൂടെ, ബൈ റൈറ്റിംഗ്, ഔപചാരിക പഠനത്തിലൂടെ, ഫോർമൽ ഇൻസ്ട്രക്ഷൻ. അപ്പൊ നിങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു. അറിയുന്നതാണ് കേൾവിയിലൂടെ. അപ്പൊ എപ്പോഴും എങ്ങനെയാണ്? അങ്ങനെ കേൾവിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്ക് ഇംഗ്ലീഷ് വരുമ്പോ ഈ കേൾക്കുക എന്നുള്ള സംഗതിയെ ഒന്നും കൂടെ അവരൊന്ന് മോഡിഫൈ ചെയ്യും. ലിസണിങ്ങും ഹിയറിങ്ങും. എന്താണ് ലിസണിങ്, എന്താണ് ഹിയറിങ്? നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ മതി. ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ലിസണിങ് ആണോ ഹിയറിങ് ആണോ? ആക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ലിസണിങ് ആണോ ഹിയറിങ് ആണോ? അതെ അതെ, ലിസണിങ് ആണ് കേട്ടോ. ലിസണിങ് നമ്മൾ ശ്രദ്ധ കൊടുത്ത്, എനിക്കിപ്പോ എന്താണ്, ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ലിസൺ ചെയ്യുകയാണ്, നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണ്. പക്ഷെ നമ്മുടെ അടുക്കളയിൽ ഇരുന്നൊരു കുക്കറിന്റെ വിസിൽ കേൾക്കുന്നെങ്കിൽ അത് ലിസണിങ് ആണോ? അല്ല, അതെന്താ? അത് ഹിയറിങ് ആണ്. അവിടെ നമ്മൾ എന്താ ശ്രദ്ധ കൊടുത്ത് കേൾക്കുകയല്ല, നമ്മളിങ്ങനെ കേട്ട് കേട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു സാധനം ചോദിക്കാറുണ്ട്, ഒന്ന് ഓർത്ത് വെച്ചോണം. പിന്നെ ഔപചാരിക പഠനം എന്ന് പറയുമ്പോൾ ഫോർമൽ ഇൻസ്ട്രക്ഷൻ ആണ്. അവിടെ നമുക്കുണ്ട് ഫോർമൽ ലേണിംഗ്, ഇൻഫോർമൽ ലേണിംഗ്, പിന്നെ എന്തോ ഉണ്ട്, നോൺ ഫോർമൽ ലേണിംഗ് ഉണ്ട് കേട്ടോ. അപ്പം ഈ സംഗതിയൊക്കെ എന്താണ് കണക്ട് ചെയ്ത് ചോദ്യം ചോദിക്കുന്നത്. ഫോർമൽ ആയിട്ട് നമ്മളൊരു സ്കൂൾ പോലെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്, സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, അക്കാദമിക് ബാക്ക്ഗ്രൗണ്ടിൽ പോയി പഠിക്കുന്നെങ്കിൽ അതെന്താണ്? ഔപചാരിക പഠനമാണ്, ഫോർമൽ ലേണിംഗ് ആണ്. നമ്മൾ എന്താണ് നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർ സംസാരിക്കും, നമ്മൾ മുതിർന്നവർ സംസാരിക്കുന്നത് പഠിക്കുന്നു, നമ്മളുടെ പിന്നെന്താണ് ചുറ്റിലുള്ള കൂട്ടുകാർ പറയുന്ന കേൾക്കുന്നു, പിന്നെ അതുപോലെ നമ്മൾ എന്താണ് നമ്മുടെ ചുറ്റുള്ള മീഡിയാസ് കാണുന്നു. ഇതൊക്കെ എന്താണ് ഇൻഫോർമൽ ആയിട്ട്, അനൗപചാരികമായിട്ട് നമ്മൾ പഠിക്കുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. വായനാ വൈകല്യം എന്നത്, വായനാ വൈകല്യം എന്നത് ഇത് നോക്കിക്കേ, നമ്മൾ സ്ഥിരം കേൾക്കുന്ന ചോദ്യം. എവിടെ മലയാളീകരിച്ചോ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ഫോറിയ. കണ്ടോ? ഇതുപോലത്തെ ഒക്കെ ഡിസ്ഫോറിയ ഒക്കെ കണ്ടോ? ആവശ്യമില്ലാത്ത കുറെ ടേംസ് ഒക്കെ കയറി വരും. നിങ്ങൾക്കറിയാം വായനാ വൈകല്യം, റീഡിംഗ് ഡിസബിലിറ്റി. ഇനി പറഞ്ഞു തരേണ്ട കാര്യമുണ്ട്. എന്താണ് ഡിസ്ലെക്സിയ? ഡിസ്ഗ്രാഫിയ എന്താണ്? റൈറ്റിംഗ് ഡിസബിലിറ്റി ആണെങ്കിൽ ഡിസ്കാൽക്കുലിയ എന്താണ്? സ്ക്രീൻ കാണുന്നില്ല എന്നൊരാൾ പറയുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ഈ പ്രോബ്ലം ഉണ്ടോ എന്നൊന്ന് നോക്കണേ. സ്ക്രീൻ പോയി നോക്കട്ടെ, കാണാവോ? ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പം നെറ്റ്വർക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം എന്തെങ്കിലും നിങ്ങളുടെ അവിടുത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഞാൻ പറഞ്ഞുതരാം. വായനാ വൈകല്യം എന്നത് എന്തെന്നായിരുന്നു ചോദ്യം? അത് എന്തായിരുന്നു? ഡിസ്ലെക്സിയ ആണ് കേട്ടോ. ഡിസ്ലെക്സിയ നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്.
അടുത്ത ചോദ്യം ഇതാണ്, താഴെ കൊടുത്തവയിൽ ഉൽപാദന നൈപുണി. ഇപ്പൊ പരീക്ഷാ പേപ്പറിൽ എപ്പോഴും ഈ ബ്രാക്കറ്റില് ഉൽപാദന നൈപുണിയുടെ മലയാളം ഇംഗ്ലീഷ് ടേം കാണണമെന്നില്ല. എന്താണ്? പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. ഉൽപാദനം എന്താ? പ്രൊഡക്ഷൻ ആണ്. ഉൽപാദന നൈപുണി ഏതാണെന്നാണ് ചോദ്യം. വായനയും എഴുത്തും, വായനയും കേൾവിയും, സംസാരവും എഴുത്തും, സംസാരവും കേൾവിയും. അപ്പൊ നോക്കി നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റീവ് സ്കില്ലുകൾ, ഇതേ ചോദ്യം ഇംഗ്ലീഷ് പെഡഗോജിയിലും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ്? പ്രൊഡക്റ്റീവ് സ്കില്ല് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? സംസാരവും എഴുത്തുമാണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമല്ലോ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആക്റ്റീവ് ആണ്. എപ്പോഴും പ്രൊഡക്റ്റീവ് സ്കില്ലുകളിൽ നമ്മൾ ആക്റ്റീവ് പ്ലെയേഴ്സ് ആണെന്ന് ഓർത്ത് വെക്കാം. ഇനി റിസപ്റ്റീവ് സ്കില്ല്, ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുപോലെ ഞാൻ സ്ലിപ്പ് ചെയ്ത് എടുത്തേക്കുവാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ലിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഓക്കെ, റിസപ്റ്റീവ് സ്കില്ലുകൾ ഏതൊക്കെയാണ്? ശ്രവണവും വായനയും. ശ്രവണവും വായനയും എന്ന് പറയുന്നുണ്ട്, ശരിയാണല്ലോ. അതെ, നമ്മൾ ശ്രവിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ്? കേൾക്കുക. വായന നമ്മൾ ഇവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, നമ്മൾ റിസീവ് ചെയ്യുന്നു. മറ്റാരോ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനത്തെ നമ്മൾ എന്ത് ചെയ്യണം? റിസീവ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ അത് മറക്കല്ലേടാ. LSRW സ്കിൽസ് അറിഞ്ഞിരിക്കണം, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ഇപ്പൊ നോക്കിയാൽ ഇംഗ്ലീഷും മലയാളം പെഡഗോജി എന്നാണ്. ശരിക്കും പറഞ്ഞ പെഡഗോജി, ലാംഗ്വേജ് പെഡഗോജി എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ട തിയറിസ്റ്റുകളെ നിങ്ങളൊന്ന് നോക്കി വെച്ചോണം. പ്രത്യേകിച്ച് നോം ചോംസ്കി ഒന്ന് നോക്കി വെച്ചോണം. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ് നോം ചോംസ്കി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ വരുന്ന എന്തൊക്കെ ഐഡിയാസ് ആണെന്ന് പെട്ടെന്ന് പറഞ്ഞേ. കുറെ പ്രായമുള്ള ഒരു മനുഷ്യനാണ്, 100 വയസ്സിനടുത്തുണ്ട്, ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ലാഡും യുജിയും, ലാഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും, പിന്നെ എന്താണ്? യൂണിവേഴ്സൽ ഗ്രാമറും. ലാഡ് എന്ന് പറയുമ്പോ എന്താണ്? നമുക്ക് ഭാഷ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഒരു ഡിവൈസ് പോലെ ഒരു സംഗതി നമുക്കുണ്ട്. നമുക്ക് ഭാഷ ചുറ്റിലും കേൾക്കുമ്പോൾ ഭാഷയിൽ നമ്മൾ എക്സ്പോസ് ആകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ സംഭവിക്കുന്നു? അത് ആക്ടിവേറ്റ് ആകുന്നു. അങ്ങനെ നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നു എന്ന് പറഞ്ഞാണ് ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഇനി യൂണിവേഴ്സൽ ഗ്രാമർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾക്ക് എല്ലാ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാലും അതിൽ ആത്യന്തികമായിട്ട് ഒളിഞ്ഞെടുക്കുന്ന റൂൾസ് എല്ലാം ഒരുപോലെയാണ് എന്ന് പറയുന്ന സംഗതിയാണ് യൂണിവേഴ്സൽ ഗ്രാമർ. ചോദിക്കാറുണ്ട്. നോം ചോംസ്കി ഭയങ്കര ഇഷ്ടമാണ്, അദ്ദേഹത്തെ ഒന്ന് നോക്കി വെച്ചോണം. ഈ 2 ഐഡിയാസ് ആണ്. ഔപചാരിക രീതിയിൽ ടീച്ചറുടെ സഹായത്തോടെ അഭ്യസിക്കപ്പെടുന്ന ഭാഷ ഏത്? ഫോർമൽ ഇൻസ്ട്രക്ഷനിൽ ടീച്ചറിന്റെ ഹെൽപ്പോട് കൂടി പഠിക്കുന്ന ഭാഷ ഏത്? പ്രഥമ ഭാഷ, ദ്വിതീയ ഭാഷ, മാതൃഭാഷ, ഗൃഹഭാഷ? എല്ലാവരും ആൻസർ പറയുന്നത് ദ്വിതീയ ഭാഷ. ദ്വിതീയ ഭാഷ എന്താണ്? സെക്കൻഡ് ലാംഗ്വേജ്. ഇപ്പൊ പരീക്ഷാ പേപ്പറിൽ L2 എന്നായിരിക്കും കാണുന്നത്. L2 ക്യാപിറ്റൽ L 2 കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കിക്കോണം എന്താണ്? സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അത് നമ്മൾ എങ്ങനെ? ഇംഗ്ലീഷ് നമ്മൾ ജനിച്ചു വീണപ്പോഴേ നമ്മൾ ഇംഗ്ലീഷാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ല, നമ്മൾ പതിയെ നമ്മുടെ മാതൃഭാഷ മനസ്സിലാക്കി ഔപചാരിക രീതിയിൽ സ്കൂളിൽ എത്തിയപ്പോ, ക്ലാസ് റൂമിൽ എത്തിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ് പഠിച്ചു. ഇനി നമ്മുടെ പേപ്പർ 2 ഉള്ള കാര്യമാണ് എന്നും പറഞ്ഞുകൊണ്ട് പേപ്പർ 1 മാത്രം ഉള്ളവർ ലെഫ്റ്റ് ആയി പോകേണ്ട കാര്യമില്ല. പെഡഗോജി ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഓൾറെഡി മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മാത്സ് ആൻഡ് സയൻസ്, ഇപ്പം BSc മാത്സ് അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി തുടങ്ങിയ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ളവര്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് പോലെയൊക്കെയുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളവര് മാത്സ് ആൻഡ് സയൻസ് ആയിരിക്കും ചൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ആന്ത്രോപോളജി പോലെയൊക്കെയുള്ള, ജിയോളജി പോലെയൊക്കെയുള്ള വിഷയങ്ങൾ പഠിച്ചവർ സോഷ്യൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ആയിരിക്കും ചൂസ് ചെയ്തിരിക്കും. ഇത് രണ്ടും അല്ലാതെ ലാംഗ്വേജ് പഠിച്ചവരൊക്കെ കാണുമല്ലോ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, ഉറുദു, സംസ്കൃതം ഒക്കെ പഠിച്ചവർക്ക് ഇതിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ മാത്സ് സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് അല്ലാത്തവർക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷെ ഈ പർട്ടിക്കുലർ ഏരിയ ഡിഗ്രി ഉള്ളവര് എന്ത് ചെയ്യണം? ഈ ഒരു സംഗതി തന്നെ ചൂസ് ചെയ്യണം എന്നാണ് നിയമപ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം 60 മാർക്കാണ്. മറ്റേ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് എന്ത് കാണാൻ കഴിയും? EVS-ന് 30 മാർക്ക്, മാത്സിന് 30 മാർക്ക് എന്ന് പേപ്പർ 1 ഉണ്ടായിരുന്ന പോലെ ഇവിടെ എന്താണ്? മാത്സ് ആൻഡ് സയൻസ് ചേർത്ത് 60, സോഷ്യൽ സയൻസ്, സോഷ്യൽ സ്റ്റഡീസ് ചേർത്ത് 60. അതും എന്താണ്? അവിടെ നമുക്ക് എന്താണ്? 60 കാണാൻ കഴിയും. അപ്പം ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, 60 ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും മാത്സ് ആൻഡ് സയൻസ് എടുത്തവർ 60 ചോദ്യം, 30 ചോദ്യം മാത്സും 30 ചോദ്യം സയൻസും ആണ്.
അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കണ്ടന്റ് മാത്തമാറ്റിക്സ് ആൻഡ് സയൻസ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ്. മാത്സ് ജനറൽ ആയിട്ട് വരും, പക്ഷേ ഈ സയൻസ് പൊതുവെ NCERT ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ്. നിങ്ങൾ ഓൾറെഡി NCERT ടെക്സ്റ്റ് ബുക്ക് വെച്ചൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് ഓക്കെ, പ്രോബ്ലം ഇല്ല. ഇതുവരെ പഠിക്കാത്തവര് ഇനി പോയി ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. സംഗതി എന്ന് വെച്ചാൽ എന്താണ്, ഈ ചെറിയ ക്ലാസ് തൊട്ട് വലിയ ക്ലാസ്സുള്ള ടെക്സ്റ്റ് ബുക്ക് PSC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യും. നിങ്ങൾ PSCക്ക് പഠിക്കുന്നവരുണ്ടോ? ഉണ്ടോ? ഇല്ലയോ? 9 പോലും ആയില്ല, എല്ലാരും ഉറങ്ങിയോ? PSC പരീക്ഷയ്ക്ക് പഠിക്കുന്നവരുണ്ടോടാ? LP UP പഠിച്ചവർക്കറിയാം. പഠിച്ചിരുന്നു, ഞാനും പഠിച്ചിരുന്നു. അപ്പൊ നോക്കി LP പഠിക്കാൻ നമുക്കറിയാം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ടെക്സ്റ്റ് ബുക്ക് ഇങ്ങനെ അരിച്ചു പറക്കി വാങ്ങി, കാരണം അവിടെ അങ്ങനെയാണ് ചോദ്യം വരുന്നത്. ഇവിടെ നിങ്ങൾ ആ പരിപാടിക്ക് നിൽക്കരുത്. അപ്പം PSC പഠിച്ചവർക്കാണെങ്കിൽ അത് കറക്റ്റ്. നമ്മൾ ഓരോ വരി നമ്മൾ കീറി മുറിക്കും, കാരണം ഇത് തന്നെ എടുത്തിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ വരാൻ പോകുന്നത്. പക്ഷെ ഇവിടെ അങ്ങനല്ലടാ, ഇത് ആ ഒരു രീതിയിലല്ല, നമ്മൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അപ്പൊ അതുകൊണ്ട് ടെക്സ്റ്റ് കുത്തിയിരുന്ന് വായിക്കാൻ ഇനി നിൽക്കില്ല, നിങ്ങൾ ജനറൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് പോയാൽ മതി. പിന്നെ ഇവിടെ നമ്മുടെ കയ്യിലിരിക്കുന്ന നിധിയാണ് എന്ത്, 20 മാർക്കും. ഈ 40 മാർക്കിന്റെ ചോദ്യമേ നമുക്ക് ഈ ഒരു കോണ്ടക്റ്റിൽ നിന്നും ബാക്കി 20 മാർക്കിന്റെ പെഡഗോജി എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ ചോദ്യ പേപ്പറുകൾ നോക്കുന്ന സമയത്ത് 20 മാർക്ക് കൂടുതലും പെഡഗോജി വരാറുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ നിധിയായിട്ടുള്ള പെഡഗോജിയെ തട്ടിക്കളയരുത്. ഞാൻ എടുത്തു പറയാനുള്ള കാര്യം, മാത്തമാറ്റിക്സ് നല്ല ചോദ്യം വരും, ഇവിടെ വരും, അത് വരാതിരിക്കത്തില്ല. ഇപ്പൊ പോളിനോമിയൽ ഇക്വേഷൻ ഒക്കെ ഇട്ട് ഒരുപാട് പേരോട് സോൾവ് ചെയ്യേണ്ടൊക്കെ വരും. നല്ല രീതിയിൽ കണക്കറിയാവുന്ന നല്ല ഈ ട്രിക്സ് വെച്ച് ചെയ്യാറുന്നതിനെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലടാ, അവർ ചെയ്ത് പറ്റും, ഒരു പ്രോബ്ലം ഇല്ല. ഇത് പറ്റാത്ത എന്നെ പോലുള്ള ആളുകൾക്ക്, എനിക്ക് മാത്സ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ചെയ്തുകൊണ്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നേരം പോകും. ഉടനെ സ്കിപ്പ് അടിക്കുക, അടുത്ത ചോദ്യത്തിൽ പോവുക. അപ്പൊ ഒരു ചോദ്യം ഇതാണ്, ഇപ്പൊ മാത്സ് അറിയത്തില്ലെങ്കിൽ പോലും, ഇപ്പൊ കണക്കറിയത്തില്ലെങ്കിൽ പോലും ചെയ്യാൻ കഴിയുന്ന ചോദ്യങ്ങളുണ്ട് എന്ന് കാണിക്കാൻ റീസെന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൊടുത്തിട്ടുണ്ട്. ക്ലാസ്സിൽ എന്താണ്, ടീച്ചർ ഡെയിലി ലൈഫിൽ സിറ്റുവേഷൻസ്, റെയിൽവേ ലൈൻസ് പോലെയുള്ള റെയിൽവേ ലൈൻ ക്രോസിംഗ് സെവറൽ അതർ ലൈൻസ്, റെയിൽവേ ലൈൻസ് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന കാര്യമൊക്കെ പറയും. ഒരു റോഡ് ഒന്നിലധികം മറ്റു റോഡുമായിട്ട് ക്രോസ് ചെയ്തു പോകുന്ന കാര്യം പറയും. H&Z പോലുള്ള ആൽഫബറ്റ്സിന്റെ കാര്യം പറയും. ഇവിടെ എന്തൊക്കെ കൺസെപ്റ്റ്സ് ആണ് പഠിപ്പിക്കാൻ പറ്റുന്നത്? സോഷ്യൽ ആൾ ക്ലാസ് 1 വേർഡ് നോക്കില്ല, ആൾ ക്ലാസ് 1 വേർഡ് നോക്കുന്നോണ്ട് ഗുണമുണ്ട്, പക്ഷെ ഇനി പോയിരുന്നു നോക്കാൻ നിൽക്കല് തീരൂല. ഇനി പോയി നോക്കാൻ നിൽക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് നോക്കാതെ ടെക്സ്റ്റ് ബുക്ക് PDF ആയിട്ട് നമുക്ക് NCERTയുടെ സൈറ്റിലുണ്ട്, ഓടിച്ചു നമ്മൾ നേരത്തെ ഉള്ള സ്കിമ്മിങ് രീതിയിലുള്ള നോക്കാൻ മതി കേട്ടോ. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വെബ്സൈറ്റിൽ അപ്ലോഡ് ആണ്, അതുകൂടെ നോക്കിയാൽ മതി. ഇവിടെ അത്രയും പഠിച്ചാൽ തന്നെ നമുക്ക് സ്കോർ കിട്ടും, അതുകൊണ്ടാ പറയുന്നത് കേട്ടോ. ഞാൻ വെറുതെ പറയുമല്ല, ഞാൻ ഈ സാധനം പരീക്ഷ എഴുതി നോക്കിയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ ഇന്ന് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു കൂൾ മൈൻഡോട് കൂടി തന്നെ പോകണം കേട്ടോ. ടെൻഷൻ അടിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് അവിടെ പോയി ഫലിക്കത്തില്ല. കൂളായിട്ട് ചിന്തിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞ സംഗതി നിങ്ങൾക്ക് പിടികിട്ടി കാണും. ഇതിപ്പോ ഏത് ക്വസ്റ്റ്യൻ ആണ്, ഇത് മാത്സിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പം ഇതാണ് സംഗതി. അതിന്റെ ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് സംഗതി, ഇത്രയേ ഉള്ളൂ. ഈ റെയിൽവേ ലൈൻസ് ക്രോസ് ചെയ്യുന്നു, റോഡ്സ് ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഇതിലൂടെ ഒക്കെ ടീച്ചറെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന കോൺസെപ്റ്റ് എന്താണെന്നാണ്, ലൈൻ സെഗ്മെന്റ്, ട്രാൻസ്വേഴ്സൽ, പാരലൽ ലൈൻസ്, റൈറ്റ് ആംഗിൾസ്. ഇതില് പെട്ടെന്ന് ആൻസർ മാർക്ക് ചെയ്ത് 1 എന്ന് പറയുന്നുണ്ട്, ലൈൻ സെഗ്മെന്റ്സ് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും 1 പറയുവാണ്. അപ്പൊ ഞാൻ ഒരു പിക്ചറും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ പിക്ചർ കിട്ടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ കറക്റ്റ് ആയിട്ട് കിട്ടും. അയ്യോ, ആൻസർ കൂടെ അങ്ങ് വന്നുപോയി, സോറി, ആൻസർ വന്നുപോയി കേട്ടോ. അപ്പൊ നോക്കിക്കേ, എടാ നമ്മുടെ ഈ സംഗതി നോക്കി, ഈ 2 വരകൾ നോക്കിയേ, പുറകെ പോയേക്കുന്നതല്ല ഈ ഓക്കെ 1 ഇങ്ങനെ പറഞ്ഞു, ഞാൻ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞതാണെന്ന്. ഓക്കെ, ഇവിടെ ഈ കുറുകെ പോയ വരെയല്ല, ഈ നേരെ പോയേക്കുന്ന വരെയുള്ള നമ്മുടെ ഇപ്പൊ റോഡുകളാണെങ്കിലും റെയിൽവേ ലൈൻസ് ആണെങ്കിലും ഒക്കെ എന്താണ്, പാരലൽ ആണ്. പാരലൽ എന്ന് പറയുമ്പോൾ എന്താണ്, സമാന്തര രേഖകൾ എന്ന് നമ്മൾ പറയും. ഒരിക്കലും ഇവ തമ്മിൽ കൂട്ടിമുട്ടത്തില്ല, എത്ര എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചാലും കൂട്ടിമുട്ടത്തില്ല. അപ്പൊ അവയെ ക്രോസ് ചെയ്ത് പോകുന്ന വരകളെയാണ് നമ്മൾ ട്രാൻസ്വേഴ്സൽ എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ഒത്തിരി തിയറീസ് ഉണ്ട്. ഇപ്പൊ ഇതിനകത്ത് 8 ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിളുകൾ എങ്ങനെയൊക്കെയാണ്, അത് ചിലതൊക്കെ ഈക്വൽ ആണ്, ചിലത് കൂട്ടുമ്പോഴത്തേക്ക് കോംപ്ലിമെന്ററി ആണ്, ചിലത് സപ്ലിമെന്ററി ആണ്, ലീനിയർ പെയർ ഉണ്ട്, അങ്ങനെ കുറെ സംഗതി ഉണ്ട്. അതിനൊക്കെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇതുപോലെ വന്നിട്ട് ചില ആംഗിളുകളൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ചോദിക്കും. ബേസിക് ആയിട്ട് നമുക്ക് ലോജിക്ക് വെച്ച് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. 2 ആംഗിൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 വരുന്നതാണ് ലീനിയർ പെയർ എന്നും അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെച്ചിരുന്നാൽ ചെറിയ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യമാണ്. ഇനി നമ്മൾ പ്രോബ്ലം എഴുതി സോൾവ് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ഒരു ചോദ്യമെങ്കിലും എഴുതി സോൾവ് ചെയ്യിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് സങ്കടമായാലോ, അതുകൊണ്ടാണ്. The measure of an angle for which the measurement of the supplement is 4 times the measurement of complement. അതായത് ഏതോ ഒരു പെർട്ടിക്കുലർ ആംഗിൾ
അതിന്റെ സപ്ലിമെന്റ് എന്ന് പറയുന്നത് കോംപ്ലിമെന്റിന്റെ 4 ടൈംസ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് ആംഗിൾ എന്ന് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ അതിന് രണ്ട് കൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എന്താണ് സപ്ലിമെന്ററി ആംഗിൾ? ഇവിടെ സപ്ലിമെന്ററി ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? രണ്ടും കൂടെ ഉത്തരം ഇവിടെ പറയുന്നുണ്ട്. എന്റെ മുന്നിൽ ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിച്ചോ. നമുക്ക് നോക്കാം. ഇവിടെ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? രണ്ട് ആംഗിളൂടെ കൂടുമ്പോൾ 180. അപ്പൊ ഒരു ആംഗിളിന്റെ സപ്ലിമെന്ററി കണ്ടുപിടിക്കാൻ 180 ആംഗിൾ കുറച്ചാൽ മതി. കോംപ്ലിമെന്ററി എന്ന് പറയുമ്പോൾ എന്താ? രണ്ടുകൂടെ കൂട്ടുമ്പോഴത്തേക്ക് 90. അപ്പൊ അതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പൊ ഇത് വെച്ച് നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്തുകൂടെ? ജസ്റ്റ് ഞാൻ പറയുന്നേ ഉള്ളൂ. കോംപ്ലിമെന്റ് ആംഗിൾ നമുക്ക് അറിഞ്ഞൂടാത്ത ആംഗിളിനെ നമ്മൾ എന്ത് ചെയ്യും? അറിഞ്ഞൂടാത്ത ആൾക്കാരെല്ലാം അപ്പോഴേ എക്സ് ആണ്. 90 - x ആണ് കോംപ്ലിമെന്ററി ആംഗിൾ. 180 - x ആണ് എന്ത്? സപ്ലിമെന്ററി ആംഗിൾ. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? സപ്ലിമെന്റ് ആംഗിളിന്റെ 4 ടൈംസ് മെഷർ. സപ്ലിമെന്റ് ഈസ് 4 ടൈംസ് മെഷർമെന്റ് ഓഫ് കോംപ്ലിമെന്റ്. അതായത് 4 ടൈംസ് കോംപ്ലിമെന്റിന്റെ 4 ഇരട്ടിയാണ് സപ്ലിമെന്റ്. നമ്മൾ ഒരു ഇക്വേഷൻ ആക്കി ഇട്ട് കൊടുത്താൽ ഈ രീതിയിൽ വരും. 180 degree - x is equal to 4 times 90 degree - x. പിന്നെ ഇത് സോൾവ് ചെയ്യാം. ഇട്ട് സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യാം? ഈ അൺനോൺ ആയിട്ടുള്ള വാല്യൂസിനെ എല്ലാം നമ്മൾ ഒരേ വശത്ത് കൊണ്ടുവരുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അതിനെ തമ്മിൽ സോൾവ് ചെയ്ത് ഉത്തരത്തിലോട്ട് വരുമ്പോൾ ഉത്തരം 60 ആണ് വരുന്നത്. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും സമയം നമുക്ക് ഇവിടെ കൺസ്യൂമിങ് ആണ്. 16 5 പറയുന്നുണ്ട്. സ്പീഡ് ചെയ്യാൻ അറിയാവുന്നവർ തീർച്ചയായിട്ടും ചെയ്യുക. ആ ഒരു മാർക്ക് നമുക്ക് കളയണ്ട. പക്ഷെ ഇതിപ്പം എന്താണ് സപ്ലിമെന്ററി, എന്താണ് കോംപ്ലിമെന്ററി എന്ന് ചിന്തിക്കണം. പിന്നെ ഇത് എങ്ങനെ സോൾവ് ചെയ്യണോ എന്ന് ചിന്തിക്കണം എന്നുള്ളവർ എന്ത് ചെയ്യുക? ഇങ്ങനത്തെ ചോദ്യമൊക്കെ ഇത് റിലേറ്റീവ്ലി വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. നല്ല കട്ടി ചോദ്യമൊക്കെ വരാറുണ്ട് നമുക്ക്. പിന്നെ ഇതേപോലെ കോർഡിനേറ്റ്സ്, XY കോർഡിനേറ്റ്സ് ഒക്കെ വെച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാം? ബുദ്ധിപൂർവ്വം സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്ക് നമ്മുടെ നിധികളൊക്കെ കൊണ്ട് കളയാൻ നമ്മുടെ പെഡഗോജിയെ മൊത്തം നമ്മൾ എന്താ വാരി കൂട്ടുക. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? അപ്പൊ സോൾവ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളടാ. നമ്മൾ ആദ്യം ഇക്വേഷൻ ഫോം ചെയ്തു. രണ്ടും തുല്യമാണെന്ന് പറഞ്ഞു. തുല്യമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ രീതിയിൽ ഇക്വേഷൻ എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? അൺനോൺ വാല്യൂസിന് എക്സിനെ എല്ലാം ഒരു സൈഡിൽ കൊണ്ടുവന്നു, നോൺ വാല്യൂസിനെ എല്ലാം അപ്പുറം കൊണ്ടുപോയി ഫൈനലി സോൾവ് ചെയ്തു. അടുത്തത് അഡീഷൻ ഓഫ് മണി മോർ സ്യൂട്ടബിൾ. അതായത് പൈസ കൂട്ടാൻ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു സ്യൂട്ടബിൾ സ്ട്രാറ്റജി ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഏതാണ്? Use of ICT, role play, use of models, doing lots of problems. ആൻസേഴ്സ് വരുന്നുണ്ട്. ഇപ്പൊ എന്താണ്? എല്ലാരും നല്ല ക്ഷീണത്തിലാണ്. ഞായറാഴ്ച ആയിട്ട് പതുക്കെ ഫോണൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ടിവിയിൽ പരിപാടി കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ 5-6 ദിവസം കൂടെ ഉള്ളു. ഇനി വാ, നമുക്ക് സീറ്റഡ് പരീക്ഷ ആദ്യം എഴുതി എടുത്തിട്ട് പിന്നെ പോരുന്ന TV ആണ്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, എന്താണ്? റോൾ പ്ലേ ആണ്. എല്ലാരും ഉത്തരം പറഞ്ഞു. സംഗതി എന്താണ്? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ആക്റ്റീവ് പ്ലേയേഴ്സ് ആക്കി ഇരുത്തിക്കൊണ്ട്, ആക്റ്റീവ് ലേണേഴ്സ് ആക്കി ഇരുത്തിക്കൊണ്ടുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് റോൾ പ്ലേ വളരെയധികം യൂസ്ഫുൾ ആണ്. റോൾ പ്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 റോളുകൾ കൊടുക്കുക. അപ്പൊ അതനുസരിച്ച് ഒരു കുട്ടി കടയിലെ ആളാവുന്നു, ഒരു കുട്ടി സാധനം വാങ്ങാൻ വരുന്ന ആളാവുന്നു. അപ്പൊ ഈ സാധനം വാങ്ങിക്കുന്ന, വില ചോദിക്കുന്നു, കൂട്ടുന്നു, കുറയ്ക്കുന്ന ആ ഒരു പരിപാടിയാണ്. അത് അപ്പർ പ്രൈമറി ലെവലില്, UP ലെവലില് മാത്സ് പഠിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്നാണ് ചോദ്യം. ഡെമോൺസ്ട്രേഷൻ, ലെക്ചർ മെത്തേഡ്, ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്. ഓക്കെ, ആക്ടിവിറ്റി ബേസ്ഡ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഒന്ന് നോക്കിക്കോണേടാ, ഇത് അപ്പർ പ്രൈമറി ലെവലാണ്. അപ്പർ പ്രൈമറി ലെവൽ എന്ന് പറയുമ്പോൾ 6, 7, 8, 5, 6, 7 ക്ലാസ്സുകളിലെ കുട്ടികളാണ്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം മാത്സ് പഠിപ്പിക്കുമ്പോൾ ആക്ടിവിറ്റി കൊടുക്കുന്നത് അത്ര പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ LP ലെവലിലാണ് കുറച്ചധികം ആക്ടിവിറ്റി ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ഇച്ചിരി വലിയ കുട്ടികളാകുമ്പോഴത്തേക്കും മാത്തമാറ്റിക്സിൽ അവർ പ്രോബ്ലം സോൾവ് ചെയ്യണം. കാരണം അവരുടെ സിലബസിൽ കിടക്കുന്നത് അങ്ങനെയുള്ള, നമ്മള് ഇപ്പം 5, 6, 7 ടെക്സ്റ്റിലെ ക്ലാസ്സിലെ ടെക്സ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാലും ആക്ടിവിറ്റി ഓറിയന്റഡിനേക്കാളും പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ചോദ്യങ്ങളായിരിക്കും അവർക്ക് കൂടുതലായിട്ടുള്ളത് കേട്ടോ. അപ്പൊ ആ ഒരു ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ മതി. ഞാനും ആദ്യം ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണെന്ന് തന്നെയാണ് പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത്. പിന്നെ എന്ത് ചെയ്തു? ഓപ്ഷൻ ആൻസർ കീ നോക്കി. പിന്നെ എനിക്ക് ഡൗട്ട് തോന്നി. പിന്നെ ടെക്സ്റ്റ് ബുക്കിൽ അതിന്റെ എന്താണ് അതിന്റെ എക്സ്പ്ലനേഷൻ നോക്കി. അപ്പോഴാണ് മനസ്സിലായത് ശരിയാണ്. ഞാനും ചിന്തിച്ചു നോക്കി, ടെക്സ്റ്റ് ബുക്കിൽ ശരിയാ. ഈ ക്ലാസ്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവർക്ക് ഇല്ലടാ 10 മണി വരെ ഉള്ളു, 10 മണി വരെ ഉള്ളു. അപ്പൊ എന്നെ സൗണ്ട് പോയി. 10 മണി വരെ ഉള്ളു, 50 ചോദ്യങ്ങളെ ഉള്ളു. എല്ലാ ഏരിയയും നമുക്ക് ടച്ച് ചെയ്ത് പോകണ്ടേ. അപ്പൊ നോക്കി, അതുകൊണ്ടാട്ടോ ഇവിടെ ഉത്തരം പ്രോബ്ലം സോൾവ്. ഇതുപോലെ നമ്മൾ 100% ശരിയെന്ന് വിചാരിക്കുന്ന സാധനം പെഡഗോജി എല്ലാ സമയങ്ങളിലും നമ്മളെ ചതിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ പ്രോബ്ലം സോൾവിംഗ് ആണ് ആൻസർ വരിക.
അടുത്തത് മാത്തമാറ്റിക്കൽ പ്രോസസ് അല്ലാത്തത് ഏത്? നമ്മുടെ ഷോർട്ട് വീഡിയോസ് കൃത്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ ഇപ്പൊ ഉത്തരം പറയും. കാരണം ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട ശേഷമാണ് ഓർത്തത്. ഞാൻ ഷോർട്സ് വീഡിയോയിൽ എടുത്തിട്ടുള്ള വീഡിയോ ആണ്. Which of the following is not a mathematical process? Visualization, memorization, estimation, measurement. വെള്ളം കുടിക്കണം. വെള്ളം ഇവിടെ അടുത്തിരിപ്പോ. നിങ്ങൾ ഉത്തരം പറയുമ്പോഴത്തേക്ക് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താണ് മെമ്മറൈസേഷൻ? കാണാപ്പാടം പഠിക്കുന്ന മാത്തമാറ്റിക്സിൽ മാത്രമല്ലടാ, എവിടെ പോയാലും ഇവനെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പുറത്താക്കിക്കോണം. ആരാണ്? മാത്തമാറ്റിക്സ് ആവട്ടെ, ഏത് ലാംഗ്വേജ് ആവട്ടെ, ഏത് സബ്ജക്ട് ആവട്ടെ, മെമ്മറൈസ് ചെയ്യാന്നുള്ള പരിപാടിയേ നമുക്കില്ല. നമുക്ക് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് നോക്കാം. വിച്ച് ഓഫ് നോട്ട് ട്രൂ ഫോർ ദ നേച്ചർ ഓഫ് സയൻസ്? നേച്ചർ ഓഫ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ട്രൂ അല്ലാത്തത് ഇത്. സയൻസ് ഇസ് ഓൾവേസ് ടെൻഡേറ്റീവ്, സയൻസ് പ്രൊമോട്ട്സ് സ്കെപ്റ്റിസിസം, സയൻസ് ഇസ് എ പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് നോളജ്, സയൻസ് ഇസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ. ഇതിൽ ഒരെണ്ണം തെറ്റാണ്. നോട്ട് ട്രൂ ആണ് ചോദിച്ചേക്കുന്നത്. നോട്ട് ട്രൂ ആണ്. പെട്ടെന്ന് നമുക്ക് സയൻസ് എപ്പോഴും ടെൻഡേറ്റീവ് ആണെന്ന് പറയാൻ തോന്നും, തെറ്റാണെന്ന് തോന്നും. തെറ്റല്ല കേട്ടോ, ടെൻഡേറ്റീവ് ആണ്. നമുക്ക് 100% എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണെന്ന് പറയാൻ പറ്റത്തില്ല സയൻസ്. അതുകൊണ്ടല്ലേ പുതിയ പുതിയ കാര്യങ്ങൾ പിന്നെയും കണ്ടുപിടിച്ചു വരുന്നത്. സയൻസ് പ്രൊമോട്ട് സ്കെപ്റ്റിസിസം. തീർച്ചയായിട്ടും ഒരു കാര്യം എന്തുകൊണ്ട് അങ്ങനെയായി, എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന് ചിന്തിക്കാനുള്ള മീൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സയൻസ് തീർച്ചയായിട്ടും നോളജിനെ കൺസ്ട്രക്ട് ചെയ്യുന്നു. പക്ഷെ സയൻസ് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് ആണെങ്കിൽ നമ്മൾ എപ്പോഴും പഴയ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് അവിടെ കുത്തിയിരിക്കത്തില്ലേ? സയൻസ് എന്താണ്? ഡൈനാമിക് ആണ്. മനീഷ പറഞ്ഞ പോലെ അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമല്ലേ? നമുക്ക് നമ്മുടെ ചുറ്റും നോക്കിയാൽ മതി. സ്കെപ്റ്റിസിസം എന്ന് വെച്ചാൽ സംഗതി ഇതാണ്. നമ്മളിങ്ങനെ ചിന്തിക്കും, അതെന്തുകൊണ്ട് അങ്ങനെ വന്നു, അതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, എന്തുകൊണ്ട് അങ്ങനെ വന്നില്ല, എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നൊക്കെ നമ്മള് ചിന്തിക്കില്ലേ? അതിനെയാണ്, ആ ഒരു ഡൗട്ടിനെയാണ് അറിയാനുള്ള, ഇത്തരത്തിലുള്ള ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ത്വരയാണ് നമ്മൾ സ്കെപ്റ്റിസിസം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താണ്? സയൻസ് സ്റ്റാറ്റിക് അല്ല. ഈ ചോദ്യത്തിന്റെ ഓപ്ഷൻസ് നോക്കേ. നിങ്ങൾ ഡി, ബി, സി, എ അവർ ഓർഡർ വെച്ച് പരീക്ഷ പേപ്പറിൽ കാണുന്ന ഒരു സംഗതിയാണ്. അതൊരു ചതിക്കുഴിയാണ് കേട്ടോ. ചതിക്കുഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്താണ്, സയൻസ് ഈ സ്റ്റാറ്റിക് ഇൻ നേച്ചർ തെറ്റാണ്. അപ്പൊ ഡി എന്ന് പറയുമ്പോൾ 4 ഇയർ നമ്മൾ മാർക്ക് ചെയ്യും. 4നെ കറസ്പോണ്ടൻസ് ആയിട്ട് കൊടുത്തേക്ക് നോക്കി എ ആണ്. അപ്പൊ നോക്കിക്കേ, ഇതുപോലെ ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അവര് ഈ ABCD തന്നിട്ട് ഓപ്ഷൻ ഇടുമ്പോ ഓർഡർ തെറ്റിച്ചിടും. നമ്മൾ തെറ്റാൻ പാടില്ല. നമ്മൾ മിടുക്കന്മാരാണ്, നമ്മൾ തെറ്റിക്കത്തില്ല. ഓക്കെ. അപ്പൊ എന്താണ് ഇതിന്റെ ആൻസർ? സയൻസ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ എന്നുള്ള തെറ്റാവട്ടെ. സയൻസ് ഡൈനാമിക് ആണ്. അതുകൊണ്ടല്ലേ നമ്മൾ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഓക്കെ. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ടൊന്ന് പഠിക്കാൻ പറ്റുമോ? എക്സാം സെന്ററിലെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹാൾ ടിക്കറ്റിൽ കൃത്യമായിട്ട് കാണും. പൊതുവെ സീരിയൽ എക്സാമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത് ഹാൾ ടിക്കറ്റ്, പിന്നെ നമ്മളുടെ ID പ്രൂഫ്. എനിക്കൊന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ID പ്രൂഫ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവണം. അപ്പൊ ആ ഒരു ID പ്രൂഫ്, പിന്നെ പേന, ട്രാൻസ്പെറന്റ് ബോട്ടില് വെള്ളം. പിന്നെ ഈ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞോട്ടെ, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ട കാര്യം, കമ്മല്, മാല, ഓർണമെന്റ്സ്. അത് തന്നെ ഈ സാധനം അല്ല, ഫോട്ടോ വേണ്ടെന്നാണ് എന്റെ നിലവിലുള്ള ഒരു, ഇതുവരെ ഫോട്ടോ വേണ്ടായിരുന്നു. ഇപ്പൊ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് ഹാൾ ടിക്കറ്റ് വന്നാലേ കൺഫേം ചെയ്ത് പറയാൻ പറ്റത്തുള്ളൂ. വാച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. എക്സാം ഹാളിന് വാച്ച് ക്ലോക്ക് ഉണ്ടാവും കേട്ടോ. PSC പോലെയല്ല. സീറ്റ് പരീക്ഷയ്ക്ക് മുസ്ലിംസിന്റെ സ്കാർഫ് ഒക്കെ പറ്റുവാടാ. മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതിലെ പ്രശ്നമുണ്ട്. ഈ സ്കാർഫിൽ ചില ഈ പിന്നുകളിൽ ലോഹം വെച്ചുള്ള പിന്നുകളൊക്കെ ഇല്ലയോ, ഈ സാധനം ഫ്രിസ്ക് ചെയ്യുമ്പോഴത്തേക്ക് ടൂ 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 എന്ന് പറഞ്ഞുകൊണ്ട് സൗണ്ട് കേൾക്കും. അപ്പൊ ചിലപ്പോ അത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ വലിയ നമ്മൾ ഈ മൊട്ടപ്പിന്നൊക്കെ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമില്ല. ഈ ബ്രൂച്ച് പോലൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ക്യാമറയൊക്കെ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ഇവർക്ക് സംശയം തോന്നും. അവരെയും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ ചെയ്തിട്ടുള്ളവരുണ്ട്, അത് പിടിക്കപ്പെട്ടുള്ളവർ. അതുകൊണ്ടാണ് അവർ എത്രയും ശ്രദ്ധയോടുകൂടി പരീക്ഷ നടത്തുന്നത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുക, ദൂരെയാണ് പരീക്ഷ എഴുതാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് ക്ലോക്ക് റൂമിൽ ഓർണമെന്റ്സ് ഊരി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു മനസ്സമാധാനവും കാണത്തില്ല. അവിടെ ക്യാമറയുണ്ട്, ക്ലോക്ക് റൂമിലൊക്കെ ശരി തന്നെയാണ്. ഇതെന്നാലും നമുക്ക് യാതൊരു സമാധാനവും കിട്ടില്ല. നമ്മൾ ആ ഒരു ടെൻഷനിലായിരിക്കും ഫുള്ള് പരീക്ഷ എഴുതുന്നത്. ആ ടെൻഷനിൽ നമ്മളെ നേരത്തെ പഠിച്ച തിയറി കോഗ്നിഷൻ ആൻഡ് ഇമോഷണൽ എന്താണ് ഇന്റർ കണക്റ്റഡ് എന്ന് പറയുന്ന സംഗതി, അവിടെ പോരുന്ന ഈ ഒരു ഇമോഷനുമായിട്ട് കൊണ്ട് നമുക്ക് ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദയവ് ചെയ്ത് നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് ആഭരണങ്ങളെല്ലാം, ഗോൾഡ് ഓർണമെന്റ്സ് എല്ലാം ഊരി വെച്ചിട്ട് പോകണം. ഈ വരവൊക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഊരി ബാഗിലോട്ട് തട്ടിയിട്ട് പോയാൽ മതി. പോയാൽ പോട്ടെ എന്നുള്ള സാധനങ്ങളെ കൊണ്ട് പോകാവും.
വാച്ച് വെറുതെ കൊണ്ടുപോകണ്ട, അത് വാച്ച് കേട്ടത്തില്ല അവര് കേട്ടോ. അപ്പം പിന്നെ ചിലപ്പം ചില സെന്റേഴ്സിലൊക്കെ അബദ്ധം പറ്റി ഊരാൻ മറന്നുപോയിട്ട് ചിലർ കയറ്റാറുണ്ട്, പക്ഷെ അത് കയറ്റിക്കൂടാ, അതാണ് അതിന്റെ നിയമം. പിന്നെ മോതിരങ്ങൾ, കൊന്ത. അപ്പൊ നമ്മൾ ഈ മതപരമായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് കൊന്തയൊക്കെ നമുക്ക് ഉപയോഗിക്കാതെ, പക്ഷെ അതിലൊക്കെ ഈ ലോഹം ഉണ്ടായത് കൊണ്ട് ഈ സാധനം പ്രെസ് ചെയ്യുന്ന സമയത്ത് സൗണ്ട് കേൾക്കും, അപ്പൊ അതൊരു ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് ഊരി വെച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ അടുത്ത് കൂടെ തന്നെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഒരു ചിലർക്ക് പറ്റുന്നതാണ്, ചിലർ കൊന്ത സ്ഥിരമായിട്ട് കൊണ്ടു നടക്കുന്നവർക്കും കൊന്ത മാറ്റി കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ, അങ്ങനെ ഒന്ന് ടെൻഷൻ അടിക്കുന്നത് എക്സാം ആണ്, അപ്പം അതിന്റെ ഒരു രീതിയിൽ കാണാം. പിന്നെ ഇതേപോലെ എന്താണ് ഓർണമെന്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ ഡ്രസ്സില് ചിലരൊക്കെ ഡ്രസ്സിൽ വലിയ വലിയ ബട്ടണുകൾ, ഈ മെറ്റൽ വച്ചൊക്കെയുള്ള ബട്ടനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയുള്ള വസ്ത്രങ്ങൾ കഴിവതും ഒഴിവാക്കിയിട്ട് സാധാ കാഷ്വൽ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോവുക. പിന്നെ ചെരുപ്പൊക്കെ മിക്കവാറും അവരെ കയറുന്നതിന് മുമ്പ് നമ്മൾ ഊരി വെച്ചിട്ടായിരിക്കും, ചെരുപ്പൊക്കെ ഊരി വെച്ചിട്ടായിരിക്കും കയറേണ്ടത്. പിന്നെ പ്രത്യേകിച്ച് എന്താണ് അത്രയൊക്കെ കാര്യങ്ങളാണ് അവിടെ ഞാൻ ജസ്റ്റ് ഇപ്പൊ ഓർത്തൊക്കെ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മുടെ പരീക്ഷയുടെ പെർഫോമൻസിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഫ്രിസ്കിംഗ് ഉണ്ട്, നമുക്ക് 2-3 വട്ടമായിട്ട് ഈ പറയുന്ന നമുക്ക് എന്താണ് ബയോമെട്രിക്സ് എടുക്കാറുണ്ട്, തമ്പ് എടുക്കാറുണ്ട്, പിന്നെ നമ്മുടെ ഫോട്ടോ, ഏകദേശം നീറ്റ് എക്സാം പോലെ. കാരണം ഏജൻസി അതല്ലേടാ, സെൻട്രൽ ഗവൺമെന്റ് അല്ലേ. നീറ്റ് പോലെ നമുക്ക് ഈ പറഞ്ഞ നീറ്റ് എക്സാംസിന് നമുക്കറിയാലേ പണ്ടുണ്ടായ വിവാദങ്ങൾ, ഇന്നോവേഴ്സിന്റെ കാര്യത്തിലുണ്ടായ വിവാദങ്ങൾ, അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അതേ പ്രശ്നമില്ല. എന്നാലും അവർക്ക് ഫ്രിസ്കിംഗ് നമ്മളെ എന്താണ് പിടിച്ചു പരിശോധിച്ചൊക്കെ ഇവര് നോക്കും, സ്വാഭാവികമാണ്. കാരണം ഈ പരീക്ഷയിലൊക്കെ പണ്ട് ക്രമക്കേട് നടന്നിട്ടുള്ള, ഈ ഏജൻസി നടത്തിയ പരീക്ഷയിലെ ക്രമക്കേട് നടന്നിട്ടുള്ളത് കൊണ്ടാണ്. അപ്പം ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പോണേ. പിന്നെ ഈ പലരും താലിമാല അവിടെ ചെല്ലുമ്പോൾ അവർ അഴിക്കാൻ പറയും. അപ്പം പിന്നെ അതിന്റെ ഒരു സങ്കടം. അപ്പം ഒരു ദിവസത്തേക്ക് എന്താണ് അത് ചിലരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഭയങ്കര സങ്കടമായിട്ട് തോന്നിയ ഒരു കാര്യമാണ്. നോസ്പിൻ പറ്റൂല കേട്ടോ, നോസ്പിൻ പറ്റില്ല. മൂക്കുത്തി, മേക്കാത് ഇതെല്ലാം ഊരിക്കോണേ, നമ്മൾ ഓർക്കാതെ വിട്ടുപോകുന്ന കാര്യമാണ്. പിന്നെ ഒരു എക്സാം സെന്ററിൽ അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂക്കുത്തി ഊരാൻ പറ്റത്തില്ല, ഡയമണ്ട് ആണ് ഊരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പം അതിന്റെ മണ്ടയ്ക്കൂടെ എന്ത് ചെയ്തു, മറ്റേ ഉള്ള സംഗതി ടേപ്പ്, സെല്ലോ ടേപ്പ് വലിച്ചൊട്ടിച്ചു, മൂക്കിൽ സെല്ലോ ടേപ്പ് വലിച്ചൊട്ടിച്ച് വിട്ടിട്ടുണ്ട് ഒരു സെന്ററിൽ. അപ്പം ഇതൊക്കെ നമ്മൾ മറന്നു പോകുന്ന കാര്യം. പിന്നെ കൊലുസ് ഊരിക്കുക, ഇപ്പൊ കാലിൽ നല്ല സ്വർണ്ണ കൊലുസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഊരി വെച്ചിട്ട് പോകണം. പിന്നെ കാലിൽ കിടക്കുന്ന മിഞ്ചി, കയ്യിലെ മോതിരം. അപ്പം മിക്കവാറും ഈ താലിമാല അതേപോലെ മോതിരമൊക്കെ, ഈ കല്യാണ മോതിരമൊക്കെ ഉള്ളവർക്ക് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നവരായിട്ട് ഊരാൻ മറന്നു. കയ്യിലെ ചരട് പ്രശ്നമില്ല കേട്ടോ, ചരട് പ്രശ്നമില്ല, ചരട് സൗണ്ട് കേൾക്കൂല, മെറ്റൽ അല്ലല്ലോ, ചരട് ത്രെഡ് അല്ലേ. ഈ ചരടിനകത്ത് ഈ രുദ്രാക്ഷം പോലെ തൂങ്ങിക്കിടക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് മാറ്റുന്നതായിരിക്കും നല്ലത്. ചില മറ്റൊരു താഴോട്ടൊക്കെ തൂങ്ങി കിടക്കുന്ന എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി ചോദ്യങ്ങളും നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഇതും ഒഴിവാക്കാം. പോയി പൊട്ട് വെക്കാം, പൊട്ട് വെക്കാം, മെറ്റൽ വെച്ചുള്ള പൊട്ട് വെക്കൽ എന്നേ ഉള്ളൂ, പൊട്ട് വെക്കും കേട്ടോ. എക്സാമിന് പിന്നെ പറ്റുന്ന അബദ്ധം പോക്കറ്റിൽ ചാവി ഇട്ടോണ്ടോ വണ്ടിയുടെ കീ ഇട്ടോണ്ടോ, അത് ക്രിസ്റ്റിങ്ങില് സൗണ്ട് ആകും കേട്ടോ, അതൊക്കെ മാറ്റണേ. ഓക്കെ, ഇത് ഞാൻ പറയുന്ന കാര്യം ഇത് ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കാര്യം മറന്നിട്ട് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ടിപ്സും ട്രിക്സും ഒക്കെ നിങ്ങൾ മറക്കും, നിങ്ങളുടെ ശ്രദ്ധ പോകാൻ പാടില്ല കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതിന്റെ ആൻസർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചോദ്യം ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ്. ഒരു ഇലക്ട്രിക് സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യാണ്, കണക്ടിങ് വയേഴ്സ് ആണ് കാര്യം. അപ്പൊ അവിടെ യൂസ് ചെയ്യാൻ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഏത് മെറ്റീരിയൽ ആണെന്നാണ്. തിക്ക് ത്രെഡ് ഉപയോഗിക്കണോ, സ്റ്റീൽ വയർ ഉപയോഗിക്കണോ, ഗ്ലാസ് റോഡ് ഉപയോഗിക്കണോ, റബ്ബർ പൈപ്പ് ഉപയോഗിക്കണോ? സിമ്പിൾ ആയിട്ട് പറയാവുന്നതാണ് സ്റ്റീൽ വയർ. എന്തുകൊണ്ടാണ് നമ്മൾ സ്റ്റീൽ വയർ ഉപയോഗിക്കുന്നത്? സ്റ്റീൽ വയറിന്റെ പ്രത്യേകത എന്താണ്? സ്റ്റീൽ വയർ എന്താണ്? ഇത് കണ്ടക്ട് ഇലക്ട്രിസിറ്റി അല്ലേ, ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന ഒരു വസ്തുവാണ്. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഓക്കെ, ചാലകങ്ങളാണ്. ചാലകങ്ങള് വൈദ്യുതിയും പിന്നെ എന്താണ് താപത്തെയും കടത്തി വിടും. ഓക്കെ, which of the following set represent a communicable disease? Communicable disease എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്ന രോഗങ്ങൾ സാംക്രമിക രോഗങ്ങളാണ്. അതിന്റെ ഉദാഹരണങ്ങൾ ഈ തന്നേക്കുന്നത് ഏതൊക്കെയാണ്? അനീമിയ, സ്കർവി, ഡയറിയ, കോളറ, ടൈഫോയിഡ്, മലേറിയ, അനീമിയ, സ്വൈൻ ഫ്ലൂ, ടൈഫോയിഡ്, സ്വൈൻ ഫ്ലൂ, മലേറിയ, പോളിയോ, ഡയബറ്റീസ്, ടൈഫോയിഡ്, മലേറിയ, അനീമിയ. ഇതിൽ ഒരു സാധനം കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ല എന്ന് അറിയാമെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട. ഏതാണ് ആ സാധനം? കമ്മ്യൂണിക്കബിൾ അല്ലാത്ത ഒരെണ്ണം എന്താണ്? ഇത് എല്ലാ ഓപ്ഷനിലും കയറി ഇരിപ്പുണ്ട്. ആരാടേത്? അനീമിയ. അനീമിയ എന്താണ്? നമുക്ക് HB ഒക്കെ കുറെ നേരമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ, വിളർച്ച. ഈ സാധനം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ടീനേജ് കുട്ടികളിലൊക്കെ എന്താണ് അനീമിയ കൂടുതലാണ്. അപ്പൊ അതിനെ ബേസിസ് സയൻസിൽ ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അനീമിയ എന്താണ്? നമ്മള് ഇരുമ്പടങ്ങിയ ഒന്നും കഴിച്ചില്ല,
ഡിഫിഷ്യൻസി ആണ്. അപ്പൊ അത് ഒരിക്കലും മറ്റൊരാളിലേക്ക് പകരത്തില്ല. അപ്പൊ സംശയം തോന്നി ഈ പോളിയോ ഒക്കെ എന്താണ്, നമ്മളിങ്ങനെ കേട്ടിട്ടുണ്ട് പോളിയോ വന്ന് തളർന്നു പോയി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് അത് കമ്മ്യൂണിക്കബിൾ ആണോ എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകും. പക്ഷെ പോളിയോ ഒക്കെ എന്താണ് കമ്മ്യൂണിക്കബിൾ തന്നെയാണ് കേട്ടോ. അത് വാക്സിൻ എടുക്കാതെ കൊണ്ട് എന്ത് ചെയ്യുന്നു, അവര് തളർന്നു പോകുന്നതൊക്കെയാണ് കേട്ടോ. ടൈഫോയിഡും സ്വൈൻ ഫ്ലൂ ഒക്കെ എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ജനറൽ ചോദ്യമാണ് പ്രീവിയസ് ഇയർ ആണ്. How do you want to teach like circular motion to class 6 student? Which one of the following is the best method? Option ഒന്നും വായിക്കണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ ഉത്തരം പറയാം. Discussion, activity based teaching, giving example, demonstration. അപ്പൊ ഡെമോൺസ്ട്രേഷൻ ആര് പറയുന്നുണ്ട്. അപ്പൊ കുട്ടികളെ ഇങ്ങോട്ട് നോക്കൂ, എന്താണ് സർക്കുലർ മോഷൻ ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. 6ാം ക്ലാസ്സിലെ കുട്ടികളാണ്. ഒന്നുകൂടെ ഇരുത്തി ചിന്തിക്കേ. അതെ, നിങ്ങൾ ഉത്തരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് ഏറ്റവും ആക്ടിവിറ്റി ബേസ്ഡ് ടീച്ചിങ് ആണ്. ഇവിടെ ആക്ടിവിറ്റീസ് കൊടുക്കുക, കല്ല് കെട്ടി കറക്കുക, ഇതൊക്കെ ചെയ്യിക്കുന്നതല്ലേ. നിങ്ങൾ കുട്ടികളെ ത്രെഡ് കൊണ്ടുവരാൻ വരും, കുഞ്ഞി കല്ല് കൊണ്ടുവരാൻ വരും, അത് വെച്ച് കറക്കുമ്പോൾ എന്ത് വന്നു, സർക്കുലർ മോഷൻ വന്നു കഴിഞ്ഞു, വറുത്തുള്ള ചലനം വന്നു കഴിഞ്ഞു. ഓക്കെ, അതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് ബോൺസ് വിത്ത് പോപ്പ് സൗണ്ട്. ഇതൊക്കെ ഞാൻ കൊടുത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും ബൈക്കാട്ട് ചെയ്തുകൊണ്ട് പോകാനല്ല, ചോദ്യങ്ങളുടെ ഒരു രീതി മനസ്സിലാക്കാനാട്ടോ. ശബ്ദിക്കും പോപ്പ് സൗണ്ട് കേൾക്കുന്നത് ആൾക്കാണ്. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ, അതൊക്കെ സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നതാണ്. ഇതുപോലുള്ള ജനറൽ ചോദ്യങ്ങളൊക്കെ വരും. ഇതൊക്കെ നമുക്ക് അറിയാം, പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല, നമുക്ക് അറിയാവുന്ന ഇതുപോലെ ഒത്തിരി ചോദ്യം കിട്ടും. ഇനി നമുക്ക് സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചുള്ളതാണ്. ഇവിടെ എന്ത് വരുന്നു, ഹിസ്റ്ററി, ജോഗ്രഫി, പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് പെഡഗോജി ഓഫ് ടീച്ചിങ്, സോഷ്യൽ സ്റ്റഡീസും. അപ്പൊ നോക്കണേ, ഇതെടുത്തവർക്ക് എന്താണ് 20 മാർക്കിന്റെ പെഡഗോജി, മറ്റേ എടുത്ത് 20 മാർക്ക് ആണെങ്കിൽ മാത്സ് 10, സയൻസ് 10. ഇവിടെ മൊത്തത്തിൽ എന്താണ് സോഷ്യൽ സ്റ്റഡീസ് എല്ലാം കൂടെ ചേർത്തിട്ട് 20 മാർക്ക്. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ കേട്ടോ. അപ്പൊ നോക്കിയേ, which among the following played a decisive role in integrating the princely states of India? ഇന്ത്യയിലെ പ്രിൻസ്ലി സ്റ്റേറ്റുകളെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് വലിയ പങ്ക് വഹിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, ഡോക്ടർ ബി ആർ അംബേദ്കർ, സി രാജഗോപാലാചാരി. ആരാണ്? നമ്മുടെ ഉരുക്ക മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ. എന്ത് സംഭവിച്ചു, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ്, ചില സ്ഥലത്തൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു. അപ്പൊ ഈ നാട്ടുരാജ്യങ്ങൾ ഇപ്പൊ ജുനഗഡും പിന്നെ പെട്ടെന്ന് ഏതൊക്കെയാന്ന് ഞാൻ ഓർക്കുന്നില്ല, അവരെന്ത് ചെയ്തു, അവര് പറഞ്ഞു ഇതുപോലെ എന്താണ് പറ്റൂല, ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്നില്ല, ഞങ്ങൾ നാട്ടുരാജ്യമായിട്ട് ഞാൻ രാജാവാണ്, ഞാൻ വലിയ കൊണാണ്ടറാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ പറഞ്ഞത് അങ്ങനെയല്ല, നമ്മളെ ഇപ്പൊ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി, നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെല്ലാം ഒന്നിച്ച് നിൽക്കണം. ചിലയിടത്ത് എന്ത് ചെയ്തു, ഇത്തരത്തില് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ നടക്കാത്തടത്ത് ഓപ്പറേഷൻ പോളോ ഒക്കെ കൊണ്ടുവന്നു. അപ്പൊ അത്രയും വലിയ ചരിത്ര വിവരങ്ങളിലേക്കൊന്നും പോകുന്നില്ല, ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പൊ സംഗതിയൊക്കെ അത് സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പൊ അദ്ദേഹമാണ് ഇത്തരത്തില് നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്ത്യ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് വലിയൊരു പങ്ക് വഹിച്ച വ്യക്തി. ഫാക്ട് ആണ്, ഹിസ്റ്റോറിക്കൽ ഫാക്ട് ആണ്. And the political system having more than one level of government can be described as ഒന്നിലധികം തലത്തിൽ ഗവൺമെന്റ് ഉള്ള പൊളിറ്റിക്കൽ സിസ്റ്റത്തിന് പറയുന്ന പേരുണ്ട് സെക്യുലർ, ലിബറൽ, റിപ്പബ്ലിക്കൻ, ഫെഡറൽ. പെട്ടെന്ന് പറഞ്ഞേ. അപ്പൊ ഒന്നിലധികം ലെവൽ ഓഫ് ഗവൺമെന്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, ഫെഡറൽ സിസ്റ്റം എന്നാണ് പറയുന്നത്. ലിബറൽ എന്ന് പറഞ്ഞാൽ ലിബറൽ ആയിട്ടുള്ള രാജ്യം എന്നുള്ള രീതിയിലാണ്, ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ എന്താണ് ഭയങ്കര സ്ട്രിക്റ്റ് റൂൾസ് അല്ല എന്നുള്ള രീതിയിലാണ്. റിപ്പബ്ലിക്കൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ഇലക്ടഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്ര തലവനുണ്ടാകും. സെക്യുലർ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് സെക്യുലറിസം. നമ്മൾ ഇങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട് കേട്ടോ. ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്, സെക്യുലർ, സോഷ്യലിസ്റ്റ്. എന്താണ് സെക്യുലറിസം? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, വന്നു. മതേതരത്വം, റിലീജിയൻ. അതായത് മതേതരത്വം എന്ന് പറയുമ്പോഴത്തേക്ക് റിലീജിയൻ ഇല്ല എന്നുള്ള കാര്യമല്ല, എന്താണ് നോ ഒഫീഷ്യൽ റിലീജിയൻ. അതാണ് ഏറ്റവും കറക്റ്റ് ആയിട്ട് പറയുന്നത്. നമുക്ക് എന്താണ് ഒരു ഔദ്യോഗിക മതമില്ല, എല്ലാ മതത്തെയും എന്താണ് നമ്മൾ ഈക്വൽ ആയിട്ടുണ്ട്. മതമില്ല, മതേതരത്വം എന്ന് പറയുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള വേർതിരിവുകളില്ല, മതമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ മതത്തിനെയും ഒരുപോലെ കാണുന്നതിനാണ് സെക്യുലറിസം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ഈ ടേംസ് ഒക്കെ നോക്കി വെച്ചാണ് ചോദിക്കുന്നതാണ്. The models or replicas of physical features are more suitable for teaching dash. Models of replica ഒക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന എന്താണ് ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്. ഇതിലെവിടെയാ ഹിസ്റ്ററി, എക്കണോമിക്സ്, ജോഗ്രഫി, പൊളിറ്റിക്സ്.
നമുക്ക് ജോഗ്രഫി പഠിപ്പിക്കാനല്ലേ നമ്മൾ എന്തോ ഉപയോഗിക്കും? മാപ്പ് ഉപയോഗിക്കും, ഗ്ലോബ് ഉപയോഗിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് 2D റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത് എന്താണ്? 2D റെപ്രസെന്റേഷൻ എന്താ? 2 ഡയമെൻഷണൽ ലെങ്തും ബ്രെഡ്ത്തും ഉള്ളത് മാപ്പാണോ ഗ്ലോബ് ആണോ? മാപ്പാണോ ഗ്ലോബ് ആണോ? പെട്ടെന്ന് പറഞ്ഞേ. ഇവിടെ 2D പറയുമ്പോഴത്തേക്ക് ലെങ്തും ബ്രെഡ്ത്തും ഉള്ളത് മാപ്പാണ് കേട്ടോ. 3D പറയുമ്പോഴാണ് ഗ്ലോബ് കേട്ടോ. തിരിഞ്ഞു പോലെ 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. ഗ്ലോബ് എന്താണോ അങ്ങനെ ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കാണാൻ കഴിയുമല്ലേ. മാപ്പ് എന്ന് പറയുമ്പോൾ 2D ആണ്, ലെങ്തും ബ്രെഡ്ത്തും മാത്രമേ ഉള്ളൂ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ, സീറ്റിന് ചോദിച്ചിട്ടുള്ളതാണ്. A social science teacher should aim towards rote memorization, building perspective, syllabus completion, passing the examination. വേഗം ഉത്തരം പറഞ്ഞേ. നമുക്കറിയാം റോഡ് മെമ്മറൈസേഷൻ. അപ്പൊ തന്നെ അവനെ ഒഴിവാക്കും. സിലബസ് തീർക്കാനാണോ ടീച്ചർ? കുട്ടികളെ പരീക്ഷയ്ക്ക് പാസ്സാക്കാനാണോ? ഇതെല്ലാം ഉണ്ടെങ്കിലും ഏറ്റവും ബിൽഡിംഗ് പെർസ്പെക്റ്റീവ്സ്, കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് നിർമ്മിച്ചെടുക്കാനായിട്ടാണ് സോഷ്യൽ സയൻസ് ടീച്ചർ എയിം ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം നല്ല രസമുള്ള ചോദ്യം കേട്ടോ. താങ്കൾക്കൊരു കിങ്ഡം ഉണ്ടായിരുന്നു, കിട്ടിയെന്ന് വെച്ചോ. പാരമ്പര്യമായിട്ട് രാജാവായി. കിങ്ഡത്തെ സ്റ്റേബിളും പ്രോസ്പറസും ആക്കുന്നത് എങ്ങനെ? ഈ ചോദ്യം നോക്കിയിട്ട് കുട്ടിയുടെ ഇത്തരം ചോദ്യം കുട്ടിയുടെ ചോദിച്ചിട്ട് അത് എന്തിനെ അസസ് ചെയ്യാനാണ്? കമ്പയറിംഗ് എക്സ്പീരിയൻസ്, എബിലിറ്റി ടു അനലൈസ്, ഇൻഫർ ആൻഡ് എക്സ്ട്രാപോളേറ്റ് ഫ്രോം സിറ്റുവേഷൻ, എബിലിറ്റി ടു റീസൺ. നോക്കിക്കേ, റീസണിന്റെ ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിയ. അപ്പൊ നോക്കിക്കേ, സംഗതി എന്താണ്? ഇങ്ങനത്തെ ചോദ്യമൊക്കെ വരാം. ഇതുപോലെ ഓരോ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ഒക്കെ തന്നിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ അവിടെ എന്താണെന്ന് ചോദിക്കുവാണ്. അപ്പൊ ആൻസർ പറഞ്ഞു ഇൻഫർ ആൻഡ് എക്സ്ട്രാപോളേറ്റ് ഫ്രം സിറ്റുവേഷൻ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? ഈ സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ ഞാനാണെങ്കിൽ എന്തൊക്കെ ചെയ്തേനും. ഇപ്പൊ ഒരു ഇല്ലാത്തൊരു സാഹചര്യം ഇല്ല, നമുക്ക് നമ്മളെന്താണ് ഇങ്ങനെ ഇമാജിൻ ചെയ്യുകയാണ്. ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന കാര്യങ്ങൾ ചെയ്യും എന്നൊക്കെ പറയുന്നതാണ് എക്സ്ട്രാപോളേറ്റ് എന്ന് പറയുന്നത്. Which of the following is not mentioned in the Constitution of India? ഈ കൂട്ടത്തിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ലാത്ത എന്തിനെ കുറിച്ചൊക്കെ പഠിച്ചവരെ കാണും. ഇല്ലെങ്കിൽ ഇത്തരം ചോദ്യങ്ങളൊക്കെ ലോജിക് എന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. Name of the states and union territories, structure of the government, names of political parties, right of the citizen. എന്താണ് ഇല്ലാത്തത്? നമുക്കറിയാല്ലേ, പാർട്ടികളുടെ പേരൊന്നും നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ഇല്ല. What is the role of cartoons in social science textbooks? Social science textbookകളിൽ കാർട്ടൂണുകളുടെ റോൾ എന്താണ്? നോ റോൾ ഓഫ് കാർട്ടൂൺ ആർ ഇമ്മച്ചുവർ. പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാർട്ടൂണൊക്കെ പിള്ളേർക്കുള്ളതല്ലേ. മെയിൻലി ഫില്ലേഴ്സ് സോ ദാറ്റ് ബുക്സ് ലുക്ക് അട്രാക്റ്റീവ്. ചുമ്മാ കിടക്കുന്ന സ്ഥലമൊക്കെ എന്ത് ചെയ്യുക? പടമൊക്കെ വരച്ചു വെച്ചാൽ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ക്ലാസ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മളെ കാർട്ടൂണിനകത്ത് നമ്മൾ കൊമ്പും വാലും ഒക്കെ വരച്ചു വെച്ച് നമ്മുടെ ബോറടി മാറാം. എന്താണ് ആൻസർ? നിങ്ങൾ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. റൈസസ് ബേസിക് ഇഷ്യൂസ് ആൻഡ് മേക്ക് ഇറ്റ് റിലേറ്റബിൾ ടു സ്റ്റുഡൻസ്. അപ്പൊ എന്താണ്? വളരെ ബേസിക് ഇഷ്യൂ. കാർട്ടൂൺ എന്നൊക്കെ പറയുന്നതാണ് പെട്ടെന്ന് എന്താണ് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ഐഡിയ നമ്മളിലേക്ക് കൺവേ ചെയ്ത് എത്തുകയാണ് കേട്ടോ. അപ്പൊ അത് കുട്ടിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കാം. For the example of secondary source, the Constitution of India, Census Report 2011, record of registration of birth and death. Our past one NCERT textbook in history for class 6. ഇതിലെ secondary source എന്താണ്? എന്താണ്? എല്ലാരും പറഞ്ഞു അവർ past one NCERT textbook in history for class 6. അപ്പൊ നോക്കിക്കേ, ഈ സംഗതി എന്താണ്? സെക്കൻഡറി സോഴ്സ് ആണ്. അതായത് മറ്റുള്ള സോഴ്സുകളിൽ നിന്ന കാര്യങ്ങൾ ആഡ്. നമ്മുടെ സിലബസ് എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക് കേട്ടോ, പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് എന്ന്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണെങ്കിൽ അത് പ്രൈമറി സോഴ്സ് ആണ്. സെൻസസ് റിപ്പോർട്ട് പ്രൈമറി ആണ്. ബർത്ത് ആൻഡ് ഡെത്തിന്റെ രജിസ്ട്രേഷൻ റെക്കോർഡ് പ്രൈമറി ആണ്. പക്ഷെ മറ്റുള്ള കാര്യങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കാര്യങ്ങൾ എടുത്തെടുത്ത് നമ്മൾ സെക്കൻഡറി, അതിനെ നമുക്ക് എന്താണ് ഒരിക്കലും പ്രൈമറി സോഴ്സ് എന്ന് പറയാൻ പറ്റില്ല. അത് സെക്കൻഡറി സോഴ്സ് ആണ്. Why should students learn to be critical? കുട്ടികൾ എന്തിനാണ് ക്രിട്ടിക്കൽ ആകേണ്ടത്? അതായത് ക്രിട്ടിക്കലായി ചിന്തിക്കാൻ അവരെ സാധിക്കേണ്ടതാണ്. Point of flaws and being cynical about everything to maintain status quo in society, to understand how issues are related to their own life, to appreciate uniform homogeneous perspective. Previous question ആണ്. സംഗതി എന്താണ്? എന്തുകൊണ്ടാണ് കുട്ടികൾ ക്രിട്ടിക്കലി എല്ലാ കാര്യവും എന്താണ് ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലോ ശരി എന്ന് പറഞ്ഞ് എല്ലാം അതേപോലെ സമ്മതിക്കാതെ എന്ത് ചെയ്യുന്നു? പകരം അതിനെ ഒന്ന് എന്തുകൊണ്ടത് ശരിയായി അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് തെറ്റായി എന്നുള്ള ഒരു ചിന്ത അവരിൽ ഉണ്ടാവുന്നതാണ് കേട്ടോ. ആൻസേഴ്സ് ഒന്നും വരുന്നില്ല. ലെഫ്റ്റ് ആയി പോകുന്ന വരുന്നുണ്ട്. എന്താണ്?
ഇഷ്യൂസ് മനസ്സിലാക്കുകയും അതോടൊപ്പം എന്താണ് അവരുടെ ലൈഫുമായിട്ട്. അപ്പൊ നോക്കിക്കേ, ഈ ഫ്ലോസ് കണ്ടെത്തത് എല്ലാവരെയും കുറ്റം കണ്ടെത്തി എല്ലാം തെറ്റെന്ന് പറയുന്നതല്ല. സ്റ്റാറ്റസ് കോ എന്ന് വെച്ചാൽ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്, അതുകൊണ്ട് ഞാനും ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു. യൂണിഫോം ഹോമോജിനിയസ് പെർസ്പെക്റ്റീവ് വരൂല. ഇടയ്ക്കുള്ള ആൻസർ പറഞ്ഞുകൊണ്ട് വരാം. എല്ലാവരും അങ്ങനെയാണ്, അതുകൊണ്ട് ഞാനും അങ്ങനെ അങ്ങ് ചിന്തിക്കാം. എല്ലാവരും റോഡിന്റെ സൈഡിൽ വേസ്റ്റ് കൊണ്ടിടുന്ന, എന്നാ പിന്നെ എനിക്കും കൊണ്ടിടാം. അങ്ങനെ നമ്മൾ ഹോമോജീനിയസ് ആയിട്ട് അങ്ങനെ ഒരു സംഗതി വരത്തില്ലല്ലോ. നമ്മൾ എന്ത് ചെയ്യും, ചില കാര്യങ്ങളെ ഇതുപോലെ നമ്മൾ ചോദ്യം ചെയ്യും. നമ്മൾ അവസാനത്തെ ചോദ്യമാണ്, an active social science classroom would encourage learners to dash, keep discussion minimal, be focused on reading the textbook, listen to the lectures and rely on what is being shared, participate in challenging projects. പെട്ടെന്ന് പറഞ്ഞേ, ആക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ സയൻസ് ക്ലാസ് റൂം എങ്ങനെയായിരിക്കണം? ഓക്കെ, എല്ലാവരും ആൻസർ പറഞ്ഞു കഴിഞ്ഞു. എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ് ചലഞ്ചിങ് പ്രോജക്റ്റും ഡിസ്കഷൻ, വളരെ കുറച്ച് ഡിസ്കഷൻ, ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ചുകൊണ്ടിരിക്കുക, ടീച്ചർ പറയുന്ന മാത്രം കേട്ട് എന്തോ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും ഒരു ആക്റ്റീവ് ക്ലാസ് റൂമിന്റെ ലക്ഷണമേ അല്ലേ. സോഷ്യൽ സയൻസുമായിട്ട് മാത്രം ബന്ധപ്പെട്ട ചോദ്യം ജനറൽ ആയിട്ടും ചോദിക്കാവുന്ന ചോദ്യമാണ്. എന്താണ്? പാർട്ടിസിപ്പേറ്റിംഗ് ചലഞ്ചിങ് പ്രോജക്റ്റ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ്. നമുക്ക് ഏകദേശം 10 മണിയാകാൻ പ്രിയ സുഹൃത്തുക്കളെ ഒരു 7 മിനിറ്റും കൂടെ ഉണ്ട്. നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൂടെ പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? സെക്ഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ലേ? ഹലോ, നിങ്ങൾ ആരും ഒന്നും പറയുന്നില്ല. സെപ്പറേറ്റ് മിനിമം വേണോ? സെപ്പറേറ്റ് മിനിമം വേണ്ട കേട്ടോ. തീറ്റഡ് എക്സാമിനേഷൻ ആണ് സെപ്പറേറ്റ് മിനിമം വരുന്നത്. സെപ്പറേറ്റ് മിനിമം വേണ്ട കേട്ടോ. മൊത്തത്തിൽ നമ്മൾ ഈ ഒരു സ്കോർ നേടിയാൽ മതി. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ 90 മാർക്കെന്നും പറഞ്ഞുകൊണ്ട് കയ്യാലപ്പുറത്ത് തേങ്ങയായിട്ട് ഇരിക്കില്ല. കാരണം ഈ പെഡഗോജി ഇപ്പൊ തന്നെ കണ്ടില്ലോ, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ എന്ത് ചെയ്തു, ആ ഒരു ക്വസ്റ്റ്യൻ മാറിയപ്പോഴത്തേക്ക് നമ്മുടെ മാർക്ക് പോകത്തില്ലേ? അപ്പം അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചോണം. കമ്പ്യൂട്ടർ എക്സാം അല്ല ഇത്തവണ നിലവിൽ OMR എക്സാമിനേഷനിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ഹാൾ ടിക്കറ്റിൽ വരും കേട്ടോ. ഇതിനു മുമ്പ് 2 പരീക്ഷയ്ക്ക് മുമ്പ് 2-3 പരീക്ഷയ്ക്ക് മുമ്പ് ഓൺലൈനായിരുന്നു. ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് ഇത്രയും കമ്പ്യൂട്ടേഴ്സ് അവൈലബിൾ ആകണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് എന്ത് ചെയ്തു, ഇവർക്ക് ഇത്ര ഒരു ദിവസം കൊണ്ട് പരീക്ഷ നടത്താൻ പറ്റാതെ 6, 7, 8 ദിവസമൊക്കെ എടുത്ത് പരീക്ഷ നടത്തേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഗുണമാവും കേട്ടോ. സൈഡിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ചില വർഷങ്ങളിൽ ഇഷ്ടം പോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും. അതുകൊണ്ട് നിലവിൽ ഓൺലൈൻ എക്സാമിനേഷൻ മാറ്റി ഓഫ്ലൈനിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. മാർക്ക് ചെയ്യാം. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണെങ്കിൽ നമുക്കൊരു ഓപ്ഷൻ തെറ്റിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കുത്താനുള്ള അവസരമുണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെന്താണ്, ഞാൻ ഈ പറഞ്ഞ പോലെ വളരെ കൂളായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി പരീക്ഷയ്ക്ക് പോവാം. ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ ഇതൊക്കെയാണ് നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ. അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് തമ്മലോ മാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഊരി വെക്കാൻ പറയുന്നു. പെട്ടെന്ന് മൂക്കുത്തി ഊരണം, ക്ലോക്ക് റൂമിൽ കൊണ്ടുവെക്കണം. അപ്പൊ തന്നെ നിങ്ങൾ പാനിക് ആവും. നിങ്ങൾ പാനിക് ആവാതെ ഇത്തരത്തിലുള്ള ആഭരണങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, വീട്ടിൽ നേരത്തെ ഊരി വെച്ചിട്ടോ. കാരണം നിങ്ങൾക്ക് എന്തായാലും ട്രാവൽ ചെയ്യേണ്ടി വരും. കുറച്ച് കാരണം എക്സാം സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ മിക്കവാറും അകലെ ആയിരിക്കും. തലേന്ന് പോയി നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വരുമ്പോൾ ആഭരണങ്ങളൊക്കെ നിങ്ങൾ എന്താണ് വിലയെടുപ്പുള്ള ആഭരണങ്ങളൊന്നും ധരിച്ചുകൊണ്ട് പോയിരിക്കാം. പിന്നെ എന്താണ് ഈ പറഞ്ഞ പോലെ ഡ്രസ്സിൽ ഒരുപാട് ഓർണമെന്റേഷൻ ഒക്കെ ഉള്ള രീതിയിലുള്ള ഡ്രസ്സുകൾ, ചില എന്താണ് ഈ ചെയിൻ പോലൊക്കെ കിടക്കുന്ന ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കുക. അതൊക്കെ ഫ്രിസ്റ്റിംഗ് ടൈമിൽ സൗണ്ട് കേൾക്കും. അപ്പൊ അവര് പിടിച്ചങ്ങോട്ട് മാറ്റി നിർത്തും. പിന്നെ അത് വലിച്ചൂരണം. അങ്ങനെയൊക്കെ നിങ്ങളുടെ സമയം പോകും. പിന്നെ വിട്ടുപോകുന്ന സാധനമാണ് മൂക്കുത്തി, മേക്കാതെ, കൊലുസ്. ഇത് 3 നിങ്ങൾ ഊരാൻ മറന്നു. ഇത് ഊരി വെച്ചിട്ട് പോവാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ഫ്രിസ്കിങ്ങിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ വണ്ടിയുടെ താക്കോലൊന്നും എടുത്ത് പോക്കറ്റിലൊന്നും ഇട്ടുകൊണ്ട് പോകരുത്. ഇതൊക്കെ മാൽ പ്രാക്ടീസ് ആയിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം ഫ്രിസ്കിങ് സൗണ്ട് കേട്ടില്ല, അകത്ത് വരുമ്പോൾ ഒരു സ്കോഡ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ എക്സാമിന് D-bar വരെ ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നതിന് ഈ കാര്യമൊക്കെ നേരത്തെ ഒന്ന് ശ്രദ്ധിച്ചു പോകാം. പിന്നെ വെള്ളം കൊണ്ടുപോകാൻ ട്രാൻസ്പെറന്റ് ബോട്ടിൽ കൊണ്ടുപോകുക. മറ്റേ ബോട്ടിൽ അവർ അനുവദിക്കുന്നില്ല കേട്ടോ. ഒന്നും പഠിച്ചില്ല ഇടാതെ വിഷമിക്കേണ്ട കാര്യമില്ല. ഈ ഒരു എക്സാം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരു യൂണിവേഴ്സിറ്റി എക്സാമിനോ ഒരു PSC എക്സാമിനോ പഠിക്കുന്ന പോലെ പഠിക്കേണ്ട കാര്യമില്ല. ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ഇനിയുള്ള 5 ദിവസം നിങ്ങൾ ഇരുന്നാലും നിങ്ങളെ കൊണ്ട് പറ്റി. ഇപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നിങ്ങൾ നോക്കി. അപ്പൊ ഇത് തന്നെ നോക്കി, നിങ്ങൾക്ക് ഒരു കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാര്യം നിങ്ങൾ കൂളായിട്ടുള്ള മനസ്സോട് കൂടിയാണ് സമീപിച്ചത്. പല ചോദ്യങ്ങളും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നിൽക്കുന്ന ടീച്ചർ നമുക്ക് ഉത്തരം പറഞ്ഞു തരും. നമ്മൾ കാണാതെ പഠിച്ചിട്ട് പോണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ കണക്ക് ചെയ്യാൻ പറ്റുന്നവര് കണക്ക് ചെയ്യുക, കണക്ക് ചെയ്യാൻ അറിയാത്തവർ അതും കൊണ്ടിരിക്കാതെ ബാക്കി ചോദ്യം ചെയ്യും. എന്ത് വന്നാലും 150 ചോദ്യം മാർക്ക് ചെയ്തിട്ട് മാത്രമേ
ഞാൻ ഹാളിനെ പുറത്തിറങ്ങത്തോളം എന്നുള്ള ഉറപ്പോട് കൂടി പോകട്ടോ. കാരണം വെറുതെ നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇല്ലാത്ത ഒരു എക്സാം ആണ്. അപ്പൊ ഒരു മാർക്ക് നമുക്ക് ചുമ്മാ കിട്ടിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലയോ. ചിലപ്പോൾ നമ്മൾ ബ്രിമ്മിൽ നിൽക്കുമായിരിക്കും, 1 or 2 എണ്ണം കറക്കി കുത്തുന്നതൊക്കെ എന്താണ് ശരിയാകാം, എല്ലാം ശരിയാവണമെന്നൊന്നുമില്ല, പക്ഷെ അതും ശരിയായി കിട്ടും. അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എല്ലാ ക്വസ്റ്റിനും നിങ്ങൾ അറ്റൻഡ് ചെയ്യും. പിന്നെ പേനയൊക്കെ എന്താണ് 2 or 3 പേനയൊക്കെ കൊണ്ടുപോവാം. ജെൽ പെൻ ഒന്നും എടുത്തുകൊണ്ട് പോകരുത്. ബാൾ പോയിന്റ് പെൻ, ബ്ലാക്ക് ബ്ലൂ കളർ ബാൾ പോയിന്റ് പെൻ തന്നെ കൊണ്ടുപോകാം. അവർ എക്സാം ഹാളിൽ പേന തരുന്നതല്ല. പിന്നെ ക്ലോക്ക് എക്സാം ഹാളിൽ ഉണ്ടാകും. എന്ത് ഡൗട്ട് വന്നാലും ഇൻവിലേറ്റർ ഇംഗ്ലീഷ് ആണ് അല്ലെങ്കിൽ ഹിന്ദി ആണോ പറയുന്നത് എനിക്ക് ചോദിക്കാൻ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കില്ല. അവര് പറഞ്ഞ് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ മലയാളത്തിൽ വന്ന് പറഞ്ഞു തരാൻ ആളുണ്ട്. അതിനുള്ള ഫെസിലിറ്റി എല്ലാം ചെയ്യപ്പെടും. പിന്നെ ഒരു കാര്യം കൂടെ എടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ കൂടെ സ്ക്രൈബിനെ ആവശ്യമുള്ളവരാണെങ്കിൽ ഓൾറെഡി നിങ്ങൾ സ്ക്രൈബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിൻ്റെതായുള്ള സൗകര്യങ്ങൾ അവർ ഹാളിൽ ചെയ്തു തരും. ഇൻ കേസ് അവർ ആദ്യം വിട്ടുപോലെ ഹാളിൽ വന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും, നിങ്ങളിൽ ചിലപ്പോൾ എന്താണ് ഡിസബിലിറ്റീസ്, ഈ പറയുന്ന വിഷ്വൽ ഡിസബിലിറ്റി ഇമ്പയർമെന്റ് ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് അവർ പ്രത്യേകം അറേഞ്ച്മെന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടത്തുന്ന ഒരു എക്സാം ആണ്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ എന്ത് ചെയ്യാം, പെഡഗോജി ക്വസ്റ്റ്യൻസ് കുറച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ വർക്ക്ഔട്ട് ചെയ്യുക. മാത്സിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് പഠിക്കാൻ പറ്റുന്നവർ പഠിച്ചാൽ മതി, ബാക്കിയുള്ളവർ സ്കിപ്പ് ചെയ്യുക. ബാക്കി പരിപാടി നോക്കാം. പെഡഗോജി ഒരു സിംഹഭാഗം മെജോറിറ്റി ഷെയറും പെഡഗോജി ചോദ്യങ്ങൾ തന്നെയാണ്. അത് കഴിവതും എന്ത് ചെയ്യുക, ലോജിക്ക് ഉപയോഗിച്ച് ചിന്തിക്കുക, ആൻസർ ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത്തവണ തന്നെ എക്സാം പാസ്സാവാൻ സാധിക്കട്ടെ. ഹാൾ ടിക്കറ്റ് വരുമ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെന്താണ്, നല്ല ക്ലിയർ ആയിട്ടുള്ള കോപ്പി കൊണ്ടുപോകണം. ചിലർ കോപ്പിയൊക്കെ എടുത്തിട്ട് ഈ വിയർപ്പൊക്കെ തട്ടി മാഞ്ഞു പോവാറുണ്ട്. അവിടെ ചെല്ലുമ്പം നമ്പറൊക്കെ മാഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത്തിരി സീനുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ എന്താണ് ശ്രദ്ധിച്ച് കൊണ്ടുപോവാം. എക്സാം ഹാളൊക്കെ എക്സാം സെന്റർ എവിടെയാണെന്നൊക്കെ നേരത്തെ കണ്ടു. പൊതുവെ എക്സാം സെന്റേഴ്സ് ഒക്കെ എന്താണ് നമുക്ക് സിറ്റിയുടെ മധ്യഭാഗത്തൊക്കെ ആയിട്ടാണ് വരുന്നത്. നമുക്ക് വേഗം എത്തിച്ചേരാൻ കഴിയുന്ന സെന്റേഴ്സ് ആണ്. കളർ പ്രിന്റ് വേണമെന്ന് എങ്ങും പറയുന്നില്ല, പക്ഷെ ചില സമയത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ തെളിച്ചം കുറവായിട്ട് വരും. അങ്ങനെയുള്ള സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ കളർ പ്രിന്റ് എടുക്കാം. പക്ഷെ കളർ പ്രിന്റ് വേണമെന്ന് എങ്ങും പറയുന്നില്ല കേട്ടോ. ഇനി വേറെ കാര്യം പറഞ്ഞോട്ടെ, എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നേരിടാൻ പോകുന്ന ഒരു പ്രോബ്ലം, ഈ നമ്മുടെ ഹാൾ ടിക്കറ്റ് നമ്പർ വലിയൊരു നമ്പർ ആയിരിക്കും. ഒരുപാട് പേര് എക്സാം എഴുതാൻ വരുന്നതാണ്. നമ്മുടെ ആ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒത്തിരി നമ്പേഴ്സ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കും. അപ്പൊ നമുക്ക് നമ്പർ തെറ്റിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. ഞാൻ എന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാണ്. ഞാൻ പണ്ടി പരീക്ഷ എഴുതാൻ പോയ സമയത്ത് ഒരുപാട് നമ്പർ ഉണ്ട്, എനിക്ക് തെറ്റി. ഞാൻ ഹാള് മാറിയാണ് ആദ്യം കയറിയിരുന്നത്. പിന്നീട് ഒരു ഹിന്ദിക്കാരൻ വന്നെ കുറെ വഴക്കം പറഞ്ഞിട്ടാണ് ഹാള് മാറ്റിയിരിക്കുക. അപ്പൊ ശ്രദ്ധിച്ചോണം, ഇത് ഒരുപാട് നമ്പേഴ്സ് ആണ്, നമ്മൾ പാനിക് ആവുന്നതുകൊണ്ട് പറ്റുന്നതാണ്. അപ്പം നോക്കിയിട്ട് നമ്മുടെ നമ്പറൊക്കെ കറക്റ്റ് ആയിട്ട് നോക്കി കയറാം കേട്ടോ. അപ്പൊ ഇതൊക്കെ പാനിക് ആവില്ലെന്ന് പറഞ്ഞ എന്താണ്, അവിടെ പോയിട്ട് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ഒരു കൂൾ മൈൻഡ് വിട്ട് കഴിഞ്ഞാൽ ഈ എക്സാം പാടായി തീരും. പക്ഷെ നമ്മൾ വളരെ ഒരു നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് പോയി കഴിഞ്ഞാൽ എക്സാം ഈസി ആയിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇത്തവണ തന്നെ പരീക്ഷ പാസ്സാകാൻ പറ്റും. ഇതിലിപ്പം ചിലർ നമ്മുടെ കോഴ്സിൽ സ്റ്റുഡന്റ് ആയിട്ടുള്ളവരെ കാണും, ചിലർ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് എങ്ങനെ ഉണ്ട് എന്നൊക്കെ പരീക്ഷ എഴുതി നോക്കാം, ഇല്ലെങ്കിൽ കോച്ചിങ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. എല്ലാവർക്കും ഇത്തവണ തന്നെ കഴിവ് നിങ്ങൾ എഴുതിയെടുക്കാനായിട്ട് നോക്കുക. എന്നാലും നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഹെൽപ്പ് വേണം, ഇച്ചിരി കൂടെ ഒന്ന് പഠിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ ആയേനെ എന്നുള്ളവർക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് അക്കാദമിക് കോർണേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. പിന്നെ നമ്മുടെ ചാനൽ ഉണ്ടല്ലോ, ചാനൽ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനകത്തുള്ളൂ. അനാവശ്യമുള്ള ഒരു കാര്യം നമ്മുടെ ചാനലിൽ വരത്തില്ല. പക്ക എന്താണ് സ്റ്റുഡന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ചാനൽ തന്നെയാണ്. നമ്മുടെ പോൾസ് എല്ലാം എന്താണ് ഇത്തരത്തിലുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. പോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. സയൻസിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇനി ആഡ് ചെയ്യാൻ ടൈം ഇല്ലടാ, അതുകൊണ്ടാണ് നമ്മുടെ ചുരുങ്ങിയ നേരം കൊണ്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ നോക്കിയിട്ടുണ്ട്. ചാനലിൽ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഏതെങ്കിലും ഒക്കെ സെക്ഷനിൽ എവിടെയെങ്കിലും ഒക്കെ മുച്ച് കണ്ടുകിട്ടും. ഞാൻ ഒരു കാര്യം തുടക്കത്തിൽ പറയാൻ പറഞ്ഞു, എന്റെ പേര് അക്ഷര എന്നാണ്, പേര് പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ എൻഡ് ചെയ്യാം. താങ്ക് യു ഓൾ.